ഞാൻ ദൈവകൃപയിൽ ശരണപ്പെട്ട് ഇന്നെടുക്കുന്ന ടോപ്പിക്ക് കുറച്ച് ഭാഗമെങ്കിലും നിങ്ങളുടെ മുൻപിൽ എത്തിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ನಾನು ದೇವರ ಮುಂಭಾಗದಲ್ಲಿ ಶರಣನಾಗಿ ಇಂದು ತೆಗೆಯುವ ವಿಷಯವನ್ನು ಸ್ವಲ್ಪವಾದರೂ ನಿಮ್ಮ ಮುಂದೆ ಹೇಳಿಕೊಂಡು ನಾನು ಕೂತ್ಕೊಳ್ಳಿಕ್ಕೆ ಇಚ್ಛಪಡುತ್ತೇನೆ. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം ಜ್ಞಾನೋಕ್ತಿಗಳು 3-ാമത്തെ അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. 3ನೇ ಅಧ್ಯಾಯ ಅದರ 5ನೇ ವಾಕ್ಯ. ಜ್ಞಾನೋಕ್ತಿಗಳು 3ನೇ ಅಧ್ಯಾಯ 5ನೇ ವಾಕ್ಯ. ಸೌಬುದ್ಧಿಯನ್ನೇ ಆಧಾರ ಮಾಡಿಕೊಳ್ಳದೆ ಪೂರ್ಣ ಮನಸ್ಸಿನಿಂದ ಯೆಹೋವನಲ್ಲಿ ಭರವಸೆ ಬಿಡು. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ആശ്രയിക്കരുത്, ഊന്നരുത്. ಸಬೂದಿಯನ್ನು ಆಧಾರ ಮಾಡಿಕೊಳ್ಳದೆ ಪೂರ್ಣ ಮನಸ್ಸಿನಿಂದ ಯೆಹೋವನಲ್ಲಿ ಭರವಸವಿಡು. പൂർണ്ണ ഹൃദയത്തോടെ, ಪೂರ್ಣ ಹೃದಯದಿಂದ. സങ്കീർത്തനം 118 നാം വായിക്കുന്ന അതിന്റെ 3-ാം വാക്യത്തിൽ, ಕೀರ್ತನೆ 118 ಅದರ 3ನೇ ವಾಕ್ಯದಲ್ಲಿ, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ಮನುಷ್ಯರಲ್ಲಿ ಆಶ್ರಯವಿಡುವುದಕ್ಕಿಂತಲೂ ಯೆಹೋವನಲ್ಲಿ ಆಶ್ರಯವಿಡುವುದು ಉತ್ತಮ. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ മനുഷ്യരിൽ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ಪ್ರಭುಗಳಲ್ಲಿ ಆಶ್ರಯವಿಡುವುದಕ್ಕಿಂತಲೂ ಯೆಹೋವನಲ್ಲಿ ಆಶ್ರಯವಿಡುವುದು ಲೇಸು ಎಂಬುದಾಗಿದೆ. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ എന്നുള്ള പദപ്രയോഗം നമ്മൾ വായിച്ചിട്ട് നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കുന്നങ്ങ് നിർത്തും, എന്നിട്ട് നമ്മളെ തന്നെ ആശ്രയിക്കും. ನಾವು ಮನುಷ್ಯರಲ್ಲಿ ಆಶ್ರಯ ಮಾಡಿಕೊಳ್ಳಬಾರದು ಎಂಬುದಾಗಿ ಓದಿಕೊಂಡು ನಾವೇನ್ ಮಾಡ್ತೀವಿ, ಬೇರೆ ಮನುಷ್ಯರಲ್ಲಿ ಆಶ್ರಯ ಮಾಡಿಕೊಳ್ಳೋದಿಲ್ಲ, ಆದ್ರೆ ನಾವು ನಮ್ಮಲ್ಲಿಯೇ ನಾವು ಆಶ್ರಯಗೊಳ್ಳುತ್ತೇವೆ. ആശ്രയിക്കുന്നവരെല്ലാം കൈവിടും. ನಮಗೆ ಆಶ್ರಯವಾಗಿದ್ದವರೆಲ್ಲ ಕೈ ಬಿಡ್ತಾರೆ. പ്രഭുക്കന്മാരും കൈവിടും. ಪ್ರಭುಗಳು ಕೈ ಬಿಡ್ತಾರೆ. ഒടുവിൽ ഞാൻ എന്നെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുക. ಕೊನೆಯದಾಗಿ ನಾನು ನನ್ನನ್ನೇ ನಾನು ಆಶ್ರಯಗೊಳ್ಳುತ್ತೇನೆ. വായിച്ച കുറിവാക്യം സ്വന്തം വിവേകത്തിൽ ആശ്രയിക്കരുതെന്നാണ്. ನಾವು ಓದಿದ ವಾಕ್ಯವೇನೆಂದರೆ ಸಬುದ್ಧಿಯನ್ನು ಆಧಾರ ಮಾಡಿಕೊಳ್ಳಬಾರದು. വിവേകം നല്ലതാണ്, പക്ഷെ സ്വന്തം വിവേകമാണെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്യാൻ അനുവാദമില്ല. ಬುದ್ಧಿ ಒಳ್ಳೆಯದು, ಆದ್ರೆ ಸಬುದ್ಧಿ ಒಳ್ಳೆಯದಲ್ಲ. വിവേകം നല്ലത് തന്നെ, ഏറ്റവും നല്ലതാണ് വിവേകം. പക്ഷേ സ്വന്തം വിവേകത്തിൽ ആശ്രയിക്കാൻ ബൈബിൾ നമ്മളെ അനുവദിക്കുന്നില്ല. ಬುದ್ಧಿ ಅನ್ನುವುದು ಬಹಳವಾಗಿ ಅಮೂಲ್ಯವಾದ ಒಂದು ಕಾರ್ಯ, ಆದ್ರೆ ಸ್ವಂತ ಬುದ್ಧಿಯನ್ನು ಆಧಾರ ಮಾಡಿಕೊಳ್ಳಲು ಬೈಬಲ್ ನಮಗೆ ಅನುವಾದ ಕೊಟ್ಟಿಲ್ಲ. ഏദനിൽ ദൈവം മനുഷ്യന് തന്റെ ആത്മാവിനാൽ ജ്ഞാനം കൊടുത്തിരുന്നു. ಏದೇನ್ ತೋಟದಲ್ಲಿ ಮನುಷ್ಯರಿಗೆ ದೇವರು ತನ್ನ ಆತ್ಮದಿಂದ ಜ್ಞಾನವನ್ನು ಕೊಟ್ಟಿದ್ದರು. പക്ഷേ അവനത് നശിപ്പിച്ചു കളഞ്ഞു. ಆದರೆ ಅವನು ಅದನ್ನು ನಾಶ ಮಾಡಿಬಿಟ್ಟನು. അന്നു മുതൽ ദൈവം നമ്മളോട് അസംദിഗ്ധമായി പറയുന്ന ഒരു കാര്യം, നീ നശിപ്പിച്ച നിന്റെ വിവേകത്തിൽ ആശ്രയിക്കാൻ പാടില്ല. ಆ ದಿನದಿಂದ ದೇವರು ನಮಗೆ ಹೇಳುವುದೇನೆಂದರೆ, ನೀನು ನಾಶ ಮಾಡಿದ ಆ ಸಬುದ್ಧಿಯನ್ನು ನೀನು ಆಧಾರ ಮಾಡಿಕೊಳ್ಳಬಾರದು. വിവേകം അത് നല്ലതാണ്, പക്ഷെ നിന്റെ വിവേകമാണെങ്കിൽ അതിനെ നീ ആശ്രയിക്കാൻ പാടില്ല. ಬುದ್ಧಿ ಅನ್ನುವುದು ಬಹಳ ಒಳ್ಳೆಯದು, ಆದರೆ ಸಬುದ್ಧಿಯನ್ನು ನೀನು ಆಧಾರ ಮಾಡಿಕೊಳ್ಳಬಾರದು. 1 തെസ്സലോനിക്ക ലേഖനം 1 ತೆಸಲೋನಿಕ 2-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. 2ನೇ ಅಧ್ಯಾಯ ಅದರ 18ನೇ ವಾಕ್ಯ. ಯಾಕೆಂದರೆ ನಿಮ್ಮ ಬಳಿಗೆ ಬರುವುದಕ್ಕೆ ನಮಗೆ ಮನಸ್ಸಿತ್ತು. ಹೇಗೋ ಪೌಲೆಂಬ ನಾನು 1-2 ಸಾರಿ ಬರುವುದಕ್ಕೆ ಇದ್ದೇನೋ, ಆದರೆ ಸೈತಾನ್ ನಮಗೆ ಅಭ್ಯಂತರ ಮಾಡಿದನು. മതി 1 തെസ്സലോനിക്കർ 2-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം. 1 ತೆಸಲೋನಿಕ 2ನೇ ಅಧ್ಯಾಯ ಅದರ 18ನೇ ವಾಕ್ಯ. കറക്റ്റ്. നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞങ്ങൾ, വിശേഷാൽ പൗലോസായ ഞാൻ 1-2 വട്ടം വിചാരിച്ചു, സാത്താൻ ഞങ്ങളെ തടഞ്ഞു. ನಾನು ನಿಮ್ಮ ಬಳಿಗೆ ಬರಲು ಮತ್ತೊಮ್ಮೆ ಬರಲು 2-3 ಸಾರಿ ನಾನು ಪ್ರಯತ್ನ ಪಟ್ಟೆನು, ಆದರೆ ಸೈತಾನನು ಅದನ್ನು ತಡೆದನು. സാത്താനെ പുറത്താക്കാൻ അധികാരവും അഭിഷേകമുള്ള അപ്പോസ്തലൻ പറയാ, തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളുടെ അടുക്കൽ വരുവാൻ ഞങ്ങൾ 1-2 വട്ടം വിചാരിച്ചു, സാത്താൻ തടഞ്ഞെന്ന്. ಸೈತಾನನು ಹೊರಗೆ ಹಾಕಲು ಬಲಶಾಲಿಯಾಗಿರುವ ಅಪೊಸ್ತಲನಾದ ಪೌಲನು ಹೇಳುತ್ತಾ ಇದ್ದಾನೆ, ನಾನು ನಿಮ್ಮ ಬಳಿ ಮತ್ತೊಂದು ಬಾರಿ ಬರಲು ಪ್ರಯತ್ನ ಪಟ್ಟೆನು, ಆದರೆ ಬಿಡಲಿಲ್ಲ ಎಂಬುದಾಗಿ. ശക്തമായ ശുശ്രൂഷയുള്ള വ്യക്തികൾക്കും ಬಹಳ പിശാച് എതിരായി വിലങ്ങുതടിയായി തടസ്സമായി വരാനുള്ള കാരണമാണ് ഈ പറഞ്ഞു വരുന്നത്. ಬಹಳ ಶಕ್ತಿಶಾಲಿಯಾದ ವಿಧವಾಗಿ ಇರುವ ಜನರಿಗೂ ಕೂಡ ಸೈತಾನನು ಅಡ್ಡಿ ಬರುವ ಕಾರಣವನ್ನು ನಾನು ಇಂದು ತಿಳಿಸಲು ಹೋಗುತ್ತಿದ್ದೇನೆ. പൗലോസ് സാധാരണപ്പെട്ട ഒരു മനുഷ്യനല്ല. ಪೌಲನು ಸಾಧಾರಣವಾದ ಒಬ್ಬ ಮನುಷ್ಯನಲ್ಲ. രോഗികളെ സൗഖ്യമാക്കാൻ കഴിവുള്ളവൻ, ಅವನು ರೋಗಿಗಳನ್ನು ಸೌಖ್ಯ ಮಾಡುವವನು, ദുർഭൂതങ്ങളെ പുറത്താക്കാൻ അധികാരമുള്ളവൻ, ಭೂತಗಳನ್ನು ಬಿಡಿಸುವವನು,
ആത്മാക്കളെ നേടുവാൻ അഭിഷേകമുള്ളവൻ, ಆತ್ಮಗಳನ್ನು ಗಳಿಸಲು ಅಭಿಷೇಕ ಇರುವವನು, ഏത് ദേശത്തെയും അധിപതികളെ കാൽക്കീഴാക്കി അവിടെ കർത്താവിന്റെ സഭ സ്ഥാപിക്കാൻ അധികാരമുള്ളവനാണ് അപ്പോസ്തലനായ പൗലോസ്. ಯಾವ ದೇಶದಲ್ಲಿ ಹೋದರೂ ಅಲ್ಲಿರುವ ಅಧಿಪತಿಗಳನ್ನು ಆತನ ಕಾಲ ಕೀಲೆಗೆ ಮಾಡಿ ಅಲ್ಲಿ ಸಭೆ ಸ್ಥಾಪಿಸಲು ಇರುವ ಅಧಿಕಾರವಿರುವ ವ್ಯಕ್ತಿಯು. അദ്ദേഹം 1-ാം നൂറ്റാണ്ടിൽ തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളുടെ അടുത്തേക്ക് ഒന്ന് പോകാൻ 1-2 വട്ടം മനസ്സിലൊന്ന് ചിന്തിച്ചു. ಆತನು 1ನೇ ಶತಮಾನದಲ್ಲಿ ಥೆಸಲೋನಿಕದಲ್ಲಿ ಇರುವ ದೇವ ಮಕ್ಕಳ ಬಳಿಗೆ ಹೋಗಲು 2-3 ಸಾರಿ ಪ್ರಯತ್ನ ಪಟ್ಟನು. അവിടെ പൗലോസ് തന്നെ പറയുന്നു, സാത്താൻ തടഞ്ഞു. ಆದರೆ ಅಲ್ಲೇ ಪೌಲನು ಹೇಳುತ್ತಿದ್ದಾನೆ, ಸೈತಾನನು ತಡೆದನು ಎಂಬುದಾಗಿ. ദൈവിക കാര്യത്തിൽ ശുഷ്കാന്തിയുള്ള പൗലോസ് ആ ദൈവിക വിഷയത്തിൽ പോകാൻ തീരുമാനിക്കുമ്പോഴും സാത്താൻ കയറി തടയുക. ದೇವರ ಕಾರ್ಯದಲ್ಲಿ ಬಹಳವಾಗಿ ಕೆಲಸ ಮಾಡುವ ಇದೇ ಪೌಲನಿಗೆ ದೇವರ ಸಭೆಗೆ ಹೋಗಲು ಸೈತಾನು ತಡೆಯುತ್ತಿದ್ದಾನೆ. ദൈവജനം നന്നായി ഈ കാര്യങ്ങൾ ഗ്രഹിക്കണം. ದೇವರ ಮಕ್ಕಳು ಬಹಳವಾಗಿ ಶ್ರದ್ಧೆಯಿಂದ ಇದನ್ನು ಕೇಳಬೇಕು. സാത്താന്റെ മേൽ അധികാരവും അഭിഷേകവും ഉള്ളവർ ഈ കാര്യം നന്നായി നോട്ട് ചെയ്യണം. ಸೈತಾನನ ಮೇಲೆ ಅಧಿಕಾರವು ಅಭಿಷೇಕವು ಇರುವ ಜನರು ಇದನ್ನು ನೀವು ಶ್ರದ್ಧೆಯಿಂದ ಕೇಳಬೇಕು. തെസ്സലോനിക്കയിലേക്ക് പോകുക എന്നുള്ളത് പൗലോസിന്റെ വിചാരമാണ്. ಥೆಸಲೋನಿಕಗೆ ಹೋಗಬೇಕು ಎಂಬುದಾಗಿ ಪೌಲನು ತಿಳಿದನು. അവിടെ എഴുതിയിട്ടുണ്ട്, പൗലോസായ ഞാൻ വിചാരിച്ചു. ಅಲ್ಲಿ ಬರೆದಿದೆ, ಪೌಲನಾಗಿರುವ ನಾನು ತೀರ್ಮಾನ ಮಾಡಿದೆನು ಎಂಬುದಾಗಿ. എത്ര പേർക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്? ಎಷ್ಟು ಜನರಿಗೆ ಅರ್ಥ ಆಗ್ತಿದೆ? സ്വന്തം വിവേകത്തിൽ ആശ്രയിക്കരുത്. ನಿಮ್ಮ ಸ್ವಂತ ಸುಬುದ್ಧಿಯನ್ನು ಆಧಾರ ಮಾಡಿಕೊಳ್ಳಬಾರದು. അത് കർത്താവിന്റെ ശുശ്രൂഷയാണെങ്കിൽ പോലും സ്വന്തം ഇഷ്ടത്തിൽ ചെയ്യാൻ സ്വർഗം അനുവദിക്കുന്നില്ല. ಅದು ಕರ್ತನ ಸೇವೆ ಆದರೂ ಕೂಡ ಸ್ವಂತ ಬುದ್ಧಿಯೆಲ್ಲ ಮಾಡಲಿಕ್ಕೆ ಕರ್ತನು ಪರಲೋಕ ಅನುವಾದ ಕೊಟ್ಟಿಲ್ಲ. ಅಂದರೆ എത്ര പേർക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്? ಎಷ್ಟು ಜನರಿಗೆ ಅರ್ಥ ಆಗ್ತಿದೆ? പോരാട്ടം വരുന്ന വഴി കണ്ടോ? ಹೋರಾಟ ಬರುವ ದಾರಿ ನೋಡಿ. സാത്താൻ എതിർപ്പെടാനുള്ള ചാൻസസ് അവന് ലഭിക്കുന്നു കണ്ടോ? ಸೈತಾನನು ಅವನ ಮುಂದೆ ಬರಲಿಕ್ಕಿರುವ ಚಾನ್ಸ್ ನೋಡಿ. പൗലോസ് ചെയ്യാൻ ഉദ്ദേശിച്ച കർത്താവിന്റെ വേലയാണ്. ಪೌಲನು ಮಾಡಲು ಇಚ್ಛಿಸಿದ್ದು ದೇವರ ಸೇವೆ. തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളുടെ അടുത്തേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അത് മാരകമായ വലിയ വിഷയമൊന്നുമല്ല. ಥೆಸಲೋನಿಕದಲ್ಲಿ ಇರುವ ದೇವರ ಮಕ್ಕಳ ಮುಂದೆ ಹೋಗಬೇಕೆಂಬುದಾಗಿ ಆತನು ಇಚ್ಛಿಸಿರುವುದು ದೊಡ್ಡ ತಪ್ಪೇನಲ್ಲ. വണ്ടിക്കൂലിയും യാത്രാ സൗകര്യവും ക്രമീകരണവും സമയവും ഉണ്ടെങ്കിൽ അവിടെ പോകാൻ തടസ്സമൊന്നുമില്ല. ಆತನಿಗೆ ಗಾಡಿ ಚಾರ್ಜು, ಟೈಮು, ಆತನಿಗೆ ಸಮಯವೆಲ್ಲ ಇದ್ದರೆ ಅವರ ಆ ಸಭೆಗೆ ಆತನು ಹೋಗಬಹುದು. അങ്ങനെന്ന് വിചാരിച്ചാൽ ദൈവം പൗലോസിന് ಸಪೋರ್ಟ್ ಅಲ್ಲೇ ചെയ്യേണ്ടത്. ಆತನ ಸೇವೆ ಮಾಡಲು ಹೋಗಬೇಕೆಂಬುದಾಗಿ ಯೋಚಿಸಿದ ಪೌಲನಿಗೆ ದೇವರು ಸಪೋರ್ಟ್ ಮಾಡಬೇಕಲ್ಲ. കർത്താവിന്റെ വേലയല്ലേ പൗലോസ് ചെയ്യുന്നത്? ಅವನು ದೇವರ ಸೇವೆ ಅಲ್ವಾ ಮಾಡ್ತಾ ಇರೋದು. തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളുടെ അരികിലേക്കല്ലേ പോകാൻ ആഗ്രഹിച്ചത്? ಅವನು ಥೆಸಲೋನಿಕದಲ್ಲಿ ಇರುವ ದೇವರ ಮಕ್ಕಳ ಹತ್ತಿರ ಹೋಗೋದಿಕ್ಕೆ ಅಲ್ವಾ ಆತನು ಇಚ್ಛಿಸುತ್ತಿರುವುದು. എന്തുകൊണ്ട് തടയുന്ന സാത്താനെ മാറ്റാൻ ദൈവം ഇടപെട്ടില്ല? ಯಾಕೆ ತಡೆಯುವ ಸೈತಾನನು ದೇವರು ಸೈತಾನನನ್ನು ಬಿಡಿಸಲಿಲ್ಲ? തെസ്സലോനിക്കയിലുള്ള വിശ്വാസികൾ ദൈവത്തിന്റെ വകയാ, പൗലോസിന്റെ വകയല്ല. ಥೆಸಲೋನಿಕದಲ್ಲಿ ಇರುವ ದೇವರ ಮಕ್ಕಳು ಅದು ದೇವರ ಮಕ್ಕಳಾಗಿದ್ದಾರೆ, ಅದು ಪೌಲನ ಮಕ್ಕಳಲ್ಲ. പൗലോസിന്റെ മേലുള്ള അഭിഷേകം, കൃപാവരം, അത് പൗലോസിന്റെ വകയല്ല, ദൈവത്തിന്റെ വകയാണ്. ಪೌಲನ ಮೇಲಿರುವ ಅಭಿಷೇಕವು ಕೃಪಾವರಗಳು, ಅದು ಪೌಲನ ಕೃಪಾವರಗಳು ಅಭಿಷೇಕವಲ್ಲ, ಅದು ದೇವರ ಅಭಿಷೇಕವು ದೇವರ ಕೃಪಾವರಗಳು. വിളിച്ചതായ വിളിയും ഏൽപ്പിച്ച ശുശ്രൂഷയും എവിടെ എപ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് പൗലോസ് അല്ല തീരുമാനിക്കുന്നത്, അവനെ ശുശ്രൂഷയ്ക്കാക്കിയ ദൈവമാണ് തീരുമാനിക്കേണ്ടത്. ಕರೆದಿರುವ ಕರೆಯು ಕೊಟ್ಟಿರುವ ಸೇವೆಯನ್ನು ಯಾವ ರೀತಿಯಲ್ಲಿ ಮಾಡಬೇಕೆಂಬುದಾಗಿ ಪೌಲನೆಲ್ಲ ತೀರ್ಮಾನ ಮಾಡುವುದು, ಅದು ಕರೆದಿರುವ ದೇವರು ತೀರ್ಮಾನ ಮಾಡುವುದು. സ്വന്തം വിവേകത്തിലൂന്നാൻ ബൈബിൾ നമ്മളെ അനുവദിക്കുന്നില്ല. ಸಬೂದಿಯನ್ನು ಆಧಾರ ಮಾಡಿಕೊಳ್ಳಲು ಸತ್ಯವೇದವು ನಮಗೆ ಅನುಮತಿ ಕೊಟ್ಟಿಲ್ಲ. പലപ്പോഴും ശുശ്രൂഷയ്ക്കെതിരെ, ദൈവമക്കൾക്കെതിരെ, അവരുടെ മുന്നേറ്റത്തിനെതിരെ സാത്താൻ വിലങ്ങുതടിയായി തീരുന്നതും അവൻ തന്നെ ജയിക്കുന്നതിന്റെ പിമ്പിൽ കാരണം ഉത്തരവാദികൾ നമ്മൾ തന്നെയാണ്. ಬಹಳ ಕಡೆಯಲ್ಲಿ ದೇವರ ಮಕ್ಕಳಿಗೆ ಹೋರಾಟವಾಗಿ ಬಂದು ನಿಂತುಕೊಂಡು ನಾವು ಸೇವೆ ಮಾಡಲಿಕ್ಕೆ ಹೋದರೂ, ಏನೇ ಒಳ್ಳೆ ಕೆಲಸ ಮಾಡಲಿಕ್ಕೆ ಹೋಗದವರು ಸೈತಾನನು ತಡೆಯಾಗಿ ಬರಲು ಕಾರಣ ಅದು ಸೈತಾನಲ್ಲ, ಅದು ನಮ್ಮ ಸೊಬೂದಿಯನ್ನು ಆಧಾರ ಮಾಡಿಕೊಂಡು ನಡೆಯುವುದರಿಂದ. കള്ളൻ കപ്പലിൽ തന്നെ, ಕಳ್ಳನು ನಮ್ಮ ಹಡಗಿನಲ್ಲಿಯೇ ಇದ್ದಾನೆ. ആമേൻ പറയാൻ എത്ര പേർ തയ്യാറായി? ഈ വാക്യത്തോടുള്ള ബന്ധത്തിൽ ಆಮೇಲೆ ಹೇಳಲು ಎಷ್ಟು ಜನ ಸಿದ್ಧರಾಗಿದ್ದಾರೆ? ಈ ವಾಕ್ಯದ ಸಂಬಂಧವಾಗಿ നമ്മൾ സാധാരണ സാത്താനെ കുറ്റം പറയും. ನಾವು ಸೈತಾನನ್ನು ದೂರ ಹೇಳುತ್ತೇವೆ. അവൻ ഒരു പണിയില്ല, എന്റെ പുറകെ നടക്കുക, ശല്യം ചെയ്തുകൊണ്ട്. ಈ ಸೈತಾನನಿಗೆ ಯಾವ ಕೆಲಸ ಇಲ್ಲ, ನನ್ನ ಹಿಂದೆನೇ ನಡೀತಾ ಇದ್ದಾನೆ ಎಂದು ಹೇಳ್ತೀವಿ. ഞാൻ എന്ത് ചെയ്യാൻ ആഗ്രഹിച്ചാലും അവൻ പ്രശ്നമായിട്ട് എപ്പോഴും വരിക. ನಾನು ಏನೇ ಮಾಡಬೇಕೆಂಬುದಾಗಿ ಮನಸ್ಸು ಮಾಡಿದರೂ ಈ ಸೈತಾನನು ತೊಂದರೆ ಕೊಡ್ತಾನೆ ಅಂತ ಹೇಳ್ತೀವಿ. ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ ശ്രമിച്ചാലും അവൻ തടസ്സമായിട്ട് വരിക. ನಾನು ದೇವರಿಗೋಸ್ಕರ ಏನೋ ಮಾಡಬೇಕೆಂಬುದಾಗಿ ನೆನೆಸ್ಕೊಳ್ತೀನಿ, ಆದ್ರೆ ಸೈತಾನನು ತೊಂದರೆ ಕೊಡ್ತೇನೆ. പോരാട്ടം പോരാട്ടം പോരാട്ടം, ಯಾವಾಗ್ಲೂ ಹೋರಾಟ ಹೋರಾಟ ಹೋರಾಟ. ദൈവം ഇടപെടുന്നില്ല. ದೇವರು ಏನು ಮಾಡ್ತಾ ಇಲ್ಲ. ഉത്തരവാദി ദൈവമല്ലേ? ದೇವರಲ್ಲ ಈ ಪ್ರಶ್ನೆಗೆ ಉತ್ತರ.
ഉത്തരവാദി സാത്താനുമല്ല, ಸೈತಾನನೂ ಅಲ್ಲ ಇದಕ್ಕೆ ಉತ್ತರ. ഞാൻ തന്നെയാണ് ഉത്തരവാദി. ನಾನೇ ಅದಕ್ಕೆ ತೊಂದರೆ ಆಗಿರುವುದು. കുറച്ച് വാക്യങ്ങളിൽ കൂടെ നമ്മൾ ചില ഭാഗങ്ങൾ കൂടെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ ആമേൻ പറയും. ഇപ്പം മിണ്ടാതിരുന്നോ? ಆಮೇಲೆ ಸ್ವಲ್ಪ ಭಾಗಗಳು ಕೂಡ ನಾವು ಮುಂದೆ ಹೋಗುವಾಗ ನೀವು ಆಮೇನ್ ಹೇಳ್ತೀರಾ, ಈಗ ನೀವು ಸುಮ್ಮನಿದ್ದರು. കാരണം നമ്മുടെ കുറ്റമല്ലേ പറഞ്ഞു വരുന്നത്. ಯಾಕಂದ್ರೆ ಇದು ನಮ್ಮ ದೂರಲ್ವಾ ಇಲ್ಲಿ ಹೇಳಿ ಬರ್ತಾ ಇರುವುದು. അത് അത്ര സന്തോഷകരമാകത്തില്ലേ? ಆಮೇಲೆ ನಮ್ಮ ದೂರು ನಮ್ಗೆ ಯಾರಾದ್ರೂ ಹೇಳ್ಬೇಕಾದ್ರೆ ನಮ್ಗೆ ಸಂತೋಷ ಬರಲ್ಲ. കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ನಾವು ಇನ್ನೂ ಸ್ವಲ್ಪ ವಿಷಯಗಳನ್ನು ಚಿಂತಿಸಬೇಕು. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം, ಅಪೊಸ್ತಲ ಕೃತಿಗಳು 16ನೇ ಅಧ್ಯಾಯ 16 മുതൽ താഴേക്ക്. 16ನೇ ವಾಕ್ಯದಿಂದ ಕೆಳಗೆ. ಆಸ್ಯ ಸೀಮೆಯಲ್ಲಿ ವಾಕ್ಯವನ್ನು ಕೇಳಬಾರದೆಂದು ಪವಿತ್ರಾತ್ಮನು ತಡೆದರಿಂದ ಅವರು ಪ್ರೋತ್ಗ ಕಲಾತ್ಯ ಸೀಮೆಯನ್ನು ಕಾದು ಹೋಗಿ ಮೋಸಕ್ಕೆ ಎದುರಾಗಿ ಬಂದಾಗ ಬತ್ತಾನಿಯಕ್ಕೆ ಹೋಗುವ ಪ್ರಯತ್ನ ಮಾಡಿದನು. ಅಲ್ಲಿ ಯೇಸುವಿನ ಆತ್ಮನು ಅವರನ್ನು ಹೋಗ ಕೊಡಿಸಲಿಲ್ಲ. ಆಗ ಅವರು ಮೋಸವನ್ನು ಸುಮ್ಮನೆ ದಾಟಿ ತ್ರೋಭಾವಕ್ಕೆ ಬಂದರು. ಅಲ್ಲಿ ರಾತ್ರಿ ಕಾಲದಲ್ಲಿ ಪೌಲನಿಗೆ ಒಂದು ದರ್ಶನವಾಯಿತು. ಏನೆಂದರೆ ಮಕ್ಕದೋನಿಯ ದೇಶವನಾದ ಒಬ್ಬ ಮನುಷ್ಯನು ನಿಂತುಕೊಂಡು, ನೀನು ಸಮುದ್ರವನ್ನು ದಾಟಿ ಮಕ್ಕದೋನಿಯಾకు ಬಂದು ನಮಗೆ ನೆರವಾಗಬೇಕೆಂದು ಅವನನ್ನು ಬೇಡಿಕೊಳ್ಳುತ್ತಿದ್ದನು. ಅವನಿಗೆ ಆ ದರ್ಶನವಾದ ಮೇಲೆ ಆ ಸೀಮೆಯವರಿಗೆ ಸ್ವಾರ್ಥೆಯನ್ನು ಸಾರುವುದಕ್ಕೆ ದೇವರು ನಮ್ಮನ್ನು ಕರೆದಿದ್ದಾನೆಂದು ನಾವು ನಿಶ್ಚಯಿಸಿಕೊಂಡು ಕೂಡಲೇ ಮಕ್ಕದೋನಿಯಾకు ಹೊರಟು ಹೋಗುವ ಪ್ರಯತ್ನ ಮಾಡಿದೆವು. ഓക്കേ, മതി മതി. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ നമ്മൾ അടുത്തൊരു സംഭവം കാണുക. ಅಪೊಸ್ತಲ ಕೃತಿಗಳಲ್ಲಿ 16ನೇ ವಾಕ್ಯದಲ್ಲಿ ನಾವು 16ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ನಾವು ಮತ್ತೊಂದು ಕಾರ್ಯ ನೋಡುತ್ತಿದ್ದೇವೆ. ഭൂമിയുടെ അറ്റത്തോളം പോയി എൻ്റെ സാക്ഷികളാകണം എങ്ങനെയാണ് കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ಯೇಸು ಸ್ವಾಮಿ ನಮಗೆ ಹೇಳಿರುವುದು ಪ್ರಪಂಚದ ಎಲ್ಲಾ ಕಡೆಗೂ ಹೋಗಿ ನನ್ನ ಸಾಕ್ಷಿಗಳಾಗಬೇಕೆಂಬುದಾಗಿ. അങ്ങനെ അപ്പോസ്തലന്മാർ രാവിലെ കുളിയെല്ലാം കഴിഞ്ഞു, ഡ്രസ്സെല്ലാം ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് പ്രാർത്ഥിച്ച് പുറപ്പെടാൻ തുടങ്ങി. ಅದೇ ರೀತಿಯಲ್ಲಿ ಅಪೋಸ್ತಲರು ಬೆಳಗ್ಗೆ ಎದ್ದರು, ಸ್ನಾನ ಮಾಡಿದರು, ಪ್ರಾರ್ಥನೆ ಮಾಡಿದರು. ಅವರು ಕೂಡ ದೇವರ ಸೇವೆ ಮಾಡಲು ಅವರು ಹೊರಟರು. ഏഷ്യയിൽ ദൈവവചനം പ്രസംഗിക്കണം. അവർക്ക് ഭയങ്കര ആത്മഭാരം. ಅವರು ಏಷ್ಯಾದಲ್ಲಿ ದೇವರ ಸೇವೆಯನ್ನು ಮಾಡಬೇಕು, ಅದಕ್ಕಾಗಿರುವ ಒಂದು ಆತ್ಮ ಭಾರವಾಗಿದೆ. ആസിയിലുള്ള ആത്മാക്കൾ വിടുവിക്കപ്പെടണം. ಏಷ್ಯಾದಲ್ಲಿ ಇರುವ ಆತ್ಮಗಳು ಬಿಡುಗಡೆ ಹೊಂದಬೇಕು, സുവിശേഷം പറയണം, ಅಲ್ಲಿ ಸೇವೆ ಮಾಡಬೇಕು. രാവിലെ പ്രാർത്ഥിച്ച് റെഡിയായി അങ്ങോട്ട് പുറപ്പെടാൻ തുടങ്ങുക. ಅವರು ಬೆಳಗ್ಗೆ ಪ್ರಾರ್ಥನೆ ಮಾಡಿ ರೆಡಿಯಾಗಿ ಅವರು ಹೊರಗಡೆ ಹೋಗಲಿಕ್ಕೆ ಪ್ರಾರಂಭ ಮಾಡ್ತಿದ್ದಾರೆ. ഉടനെ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം, ಆಗ ಪವಿತ್ರಾತ್ಮನ ಒಂದು ಶಬ್ದ, ആസിയിൽ വചനം പ്രസംഗിക്കേണ്ട, ನೀನು ಆಸ್ಯದಲ್ಲಿ ವಚನವನ್ನು ಸೇವೆ ಮಾಡಬೇಡ. ഉടനെ അവർ ആലോചിച്ചു. ಆಗ ಅವರು ಆಲೋಚನೆ ಮಾಡಿದರು, ആസിയിൽ അവിടെ പ്രസംഗിക്കേണ്ടെന്നല്ലേ പറഞ്ഞു, മറ്റു ഭാഗത്ത് വിലക്കില്ലല്ലോ. ಆಸ್ಯದಲ್ಲಿ ಪ್ರಚಾರ ಮಾಡಬೇಡ ಅಂತ ಹೇಳಿದ್ರು, ಬೇರೆ ಕಡೆ ಏನು ಹೇಳಿಲ್ವಲ್ಲ ಅಂತ. അവർ ഏതെല്ലാം സ്ഥലത്തേക്കാണ് പിന്നെ പോയത്? ಅವ್ರು ಎಲ್ಲೆಲ್ಲಿ ಹೋದರು? ಮತ್ತೆ ആസിയിൽ വചനം പ്രസംഗിക്കുന്ന പരിശുദ്ധാത്മാ വിലക്കുകയാൽ അടുത്തത് അടുത്തത് ಇನ್ನು ಬೇರೆ ಬೇರೆ ಪ್ರೂಗ್ಯ ಗೆಲಾತ್ಯ ಸೀಮೆಯನ್ನು ಹಾದಿ ಹೋಗಿ ಮ್ಯೂಸಕ್ಕೆ ಎದುರಾಗಿ ಬಂದಾಗ ಬಿತಾನಿಯಕ್ಕೂ ಹೋಗುವ ಪ್ರಯತ್ನ ಮಾಡಿದರು. ഉടനെ യേശുവിന്റെ ആത്മാവ് വിലക്കി, ಅವರನ್ನು ಹೋಗ ಕೊಡಿಸಲಿಲ್ಲ. ಆಮೇಲೆ ಅವರು ಬಿತಾನಿಯಕ್ಕೆ ಹೋಗಲು ಪ್ರಾರಂಭ ಮಾಡಿದರೂ ಕೂಡ ಯೇಸುವಿನ ಆತ್ಮವು ಅಲ್ಲಿಯೂ ಕೂಡ ಅವರನ್ನು ನಿಲ್ಲಿಸಿದರು. എന്നിട്ടും അവർ നിൽക്കുന്നില്ല, യാത്ര തുടരുക. ಅವ್ರು ಅಲ್ಲಿಯೂ ನಿಲ್ಲುತ್ತಾ ಇಲ್ಲ, ಇನ್ನು ಯಾತ್ರೆ ಮಾಡಬೇಕೆಂಬುದಾಗಿ ಹೋಗುತ್ತಾ ಇದ್ದಾರೆ. അടുത്തത് അവരെങ്ങോട്ട് പോയി നോക്കി, ತ್ರೋಭಾವಕ್ಕೆ ಬಂದರು. ಸುಮ್ಮನೆ ತ್ರೋಭಾವಕ್ಕೆ ಬಂದರು. ಅಲ್ಲಿ ರಾತ್ರಿ ಕಾಲದಲ್ಲಿ ഒരു ദിവസം മുഴുവൻ അവർ യാത്രയാണ്. ಅವರು ಒಂದು ದಿವಸ ಪೂರ್ತಿಯಾಗಿ ಅವರು ಪ್ರಯಾಣ ಮಾಡ್ತಾ ಇದ್ದಾರೆ. അങ്ങനെ രാത്രിയായി. ಆಗ ರಾತ್ರಿ ಆಯಿತು. അവിടെ പോയി കുളിയെല്ലാം കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ച് അവര് പ്രാർത്ഥിച്ച് വിശ്രമിക്കുക. ಅವರು ತ್ರೋವಾಗೆ ಬಂದರು. ಅಲ್ಲಿಯೂ ಕೂಡ ಅವರು ಪ್ರಾರ್ಥನೆ ಮಾಡಿ ಸ್ನಾನ ಎಲ್ಲ ಮಾಡಿ ಅವರು ವಿಶ್ರಮಗೊಳ್ಳುತ್ತಾ ಇದ್ದಾರೆ. ರಾತ್ರಿ ಆಯಿತು. രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങി. ಅವರು ರಾತ್ರಿ ಚೆನ್ನಾಗಿ ನಿದ್ದೆ ಮಾಡಿದರು. രാത്രി ഒരു ദർശനം. ಆಗ ರಾತ್ರಿ ಒಂದು ದರ್ಶನ. മക്കദോന്യക്കാരനായ ഒരു പുരുഷൻ വന്നിട്ട് പറയാ, ഞങ്ങളെ വന്ന് ಹೆಲ್ಪ್ ചെയ്യണം. ಮಕದೋನ್ಯ ದೇಶದ ಒಬ್ಬ ವ್ಯಕ್ತಿ ಬಂದು ಆ ಕನಸಿನಲ್ಲಿ ಹೇಳುತ್ತಿದ್ದಾರೆ, ನನಗೆ ಸಹಾಯ ಮಾಡು ಎಂಬುದಾಗಿ. 10ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുക, 10ನೇ ವಾಕ್ಯದಲ್ಲಿ ಪೌಲನು ಹೇಳುತ್ತಿದ್ದಾನೆ, ഈ ദർശനം കണ്ടിട്ട് ಈ ದರ್ಶನ ನೋಡಿದ ನಂತರ അവരോട് സുവിശേഷം അറിയിക്കാൻ കർത്താവ് ഞങ്ങളെ വിളിച്ചിരിക്കുന്നു. ಅವರಿಗೆ ಸುವಾರ್ತೆಯನ್ನು ಸಾರಲು ಕರ್ತನು ನನ್ನನ್ನು ಕರೆದಿದ್ದಾನೆ ಎಂಬುದಾಗಿ. ഇത് രാവിലെ തന്നെ ചോദിച്ചിരുന്നു, ഈ വണ്ടിക്കൂലി വെറുതെ കളയണോ? ಇದನ್ನು ಬೆಳಗ್ಗೆ ಅವರು ಕೇಳಿಕೊಂಡು ಹೋಗಿದ್ದಾರೆ, ಈ ಬಸ್ ಚಾರ್ಜ್ ಅವರು ವೇಸ್ಟ್ ಮಾಡಬೇಕಾಗಿತ್ತಾ? ഒരു ഡേ മുഴുവൻ യാത്ര, ಒಂದು ದಿನ ಪೂರ್ತಿ ಅವರು ಪ್ರಯಾಣ ಮಾಡಿದ್ದಾರೆ. ഇവിടുന്ന് വണ്ടി കയറുന്നു, അപ്പുറത്ത് ഇറങ്ങുന്നു, അവിടുന്ന് അടുത്ത വണ്ടി കയറുന്നു, അതിന്റെ അപ്പുറത്ത് ഇറങ്ങുന്നു. ಇಲ್ಲಿಂದ ಗಾಡಿ ಹತ್ತುತ್ತಾರೆ, ಅಲ್ಲೋಗಿ ಇಳಿತಾರೆ, ಅಲ್ಲಿಂದ ಮತ್ತೊಂದು ಗಾಡಿ ಹತ್ತುತ್ತಾರೆ, ಇನ್ನೊಂದು ಕಡೆ ಹೋಗಿ ಇಳಿತಾರೆ. സ്വന്ത വിവേകത്തിലൂന്നരുത്, ಸ್ವಬುದ್ಧಿಯನ್ನು ಆಧಾರ ಮಾಡಿಕೊಳ್ಳಬಾರದು. ആമേൻ പറയാൻ എത്ര പേർ തയ്യാറാ? ಆಮೆನ್, ಹಲ್ಲೆಲೂಯಾ.
പലവിധമായ നഷ്ടങ്ങളുടെ ഉത്തരവാദികൾ നാം തന്നെയാണ്. ಅನೇಕ ವಿಧವಾಗಿಯೂ ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಆಗುವ ನಷ್ಟಗಳಿಗೆ ನಾವೇ ಕಾರಣಗಾರರು. കർത്താവിന് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് തോന്നും. പക്ഷേ മുകളിൽ നിന്ന് അനുവാദം കൂടാതെ സ്വന്തം വിവേകത്തിൽ ദൈവത്തിന് വേണ്ടി നാം പലതും ചെയ്യുക. ನಾವು ಅನ್ಕೊಳ್ತೀವಿ ನಾವು ಕರ್ತನಿಗೋಸ್ಕರ ಈ ದುಡ್ಡನ್ನೆಲ್ಲ ನಾವು ಖರ್ಚು ಮಾಡ್ತಾ ಇದ್ದೀವಿ ಎಂಬುದಾಗಿ. ಆದರೆ ಅದನ್ನು ನಾವು ನಷ್ಟವಾಗಿ ಹೋಗುವುದಕ್ಕೆ ಕಾರಣವೇನೆಂದರೆ ನಾವು ಸದ್ಬುದ್ಧಿಯನ್ನು ಆಧಾರ ಮಾಡಿಕೊಂಡು ಹೋಗುವುದರಿಂದ. സമയ നഷ്ടം, പണനഷ്ടം, ആരോഗ്യ നഷ്ടം. ಸಮಯ ನಷ್ಟ, ಹಣ ನಷ್ಟ, ಆರೋಗ್ಯ ನಷ್ಟ. വണ്ടിക്കാർക്ക് കാശ് കിട്ടി, ಅವನ್ ಗಾಡಿ ಓಡಿಸುವವರಿಗೆ ದುಡ್ಡು ಸಿಕ್ತು. കർത്താവിന് വേണ്ടി ചെയ്ത ಕರ್ತನಿಗೋಸ್ಕರ ಮಾಡಿದ್ದು. കർത്താവ് മൈൻഡ് ചെയ്തിട്ടില്ല. ಆದರೆ ಕರ್ತನು ಅದನ್ನು ಗಮನಿಸಲಿಲ್ಲ. തുടക്കത്തിലേ പറഞ്ഞു വേണ്ട വേണ്ട. ದೇವರು ಅವನಿಗೆ ಮೊದಲೇದಾಗಿ ಹೇಳಿದ್ರು ಹೋಗಬೇಡ ಎಂಬುದಾಗಿ. ആസിയിൽ പ്രസംഗിക്കരുന്നല്ലേ പറഞ്ഞുള്ളൂ, ഇപ്പുറത്ത് പറഞ്ഞില്ലല്ലോ. ಅವನು ಅನ್ಕೊಂಡ ಹಾಸ್ಯದಲ್ಲಿ ನೀನು ಪ್ರಸಂಗ ಮಾಡಬೇಡ ಎಂಬುದಾಗಿ ಹೇಳಿದ್ದಾರೆ, ಆದರೆ ಈ ಕಡೆ ಪ್ರಸಂಗ ಮಾಡಬೇಡ ಅಂತ ಹೇಳಿಲ್ವಲ್ಲ ಎಂಬುದಾಗಿ ಅನ್ಕೊಂಡ. സ്വന്തം വിവേകത്തിൽ ആശ്രയിച്ചിട്ട് നഷ്ടം സംഭവിച്ചാൽ നമ്മുടെ കർത്താവ് ഉത്തരവാദിയല്ല. ಸದ್ಬುದ್ಧಿಯನ್ನು ಆಧಾರ ಮಾಡಿಕೊಂಡು ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ನಷ್ಟ ಸಂಭವಿಸಿದರೆ ಅದಕ್ಕೆ ಕರ್ತನನು ಕಾರಣವಲ್ಲ. കള്ളൻ കപ്പലിൽ തന്നെ. ಕಳ್ಳನು ಹಡಗಿನಲ್ಲಿಯೇ ಇದ್ದಾನೆ. ഈ പകലിൽ ദൈവവചനം അതിൻ്റെ പൊരുൾ തിരിച്ചു വരുമ്പോൾ ഇതുവരെ ഉണ്ടായ സകല നഷ്ടങ്ങൾക്കും, സമയനഷ്ടം, അധ്വാന നഷ്ടം, പണനഷ്ടം, സാത്താൻ്റെ പോരാട്ടങ്ങൾ, ഇതിൻ്റെ എല്ലാം പിൻപിൽ ഉത്തരവാദി ഞാൻ തന്നെയാണ്, ഞങ്ങൾ തന്നെയാണ് എന്ന നല്ലൊരു ബോധ്യത്തിലെത്തിയാൽ ഇന്ന് പകൽ സകല നഷ്ടങ്ങളെയും തിരിച്ചു പിടിക്കാൻ സ്വർഗം നമുക്ക് ഒരു കൃപ നൽകും. ಆಮೇನ್. ಈ ಹಗಲಿನ ಜಾವದಲ್ಲಿ ನಾವು ಈ ವಾಕ್ಯದ ಗೂಢಾರ್ಥಗಳನ್ನು ಹೆಚ್ಚಾಗಿ ನಾವು ತಿಳಿಯುವಾಗ, ಆಮೇಲೆ ನಿಮಗೆ ಇಷ್ಟು ದಿವಸಗಳು ನಿಮ್ಮ ಜೀವಿತದಲ್ಲಿ ನಷ್ಟವಾದ ಸಮಯ ನಷ್ಟ, ಹಣ ನಷ್ಟ, ಅದೇ ರೀತಿಯಲ್ಲಿ ಆರೋಗ್ಯ ನಷ್ಟ, ಹಣ ನಷ್ಟ ಆಗಿರುವ ಎಲ್ಲ, ಅದೇ ರೀತಿಯಲ್ಲಿ ಸೈತಾನನ ಎದುರು ನಿಮ್ಮ ಹೋರಾಟಗಳು, ಆಮೇನ್, ಇವೆಲ್ಲವೂ ಕೂಡ ನಾನೇ ಕಾರಣ ಎಂಬುದಾಗಿ ನೀವು ತಿಳಿಯುವಾಗ ಕರ್ತನು ಈ ಬೆಳಗ್ಗೆ ನಿಮ್ಮ ಜೀವಿತದಲ್ಲಿ ಬಹಳ ದೊಡ್ಡ ಕಾರ್ಯ ಮಾಡಲಿಕ್ಕೆ ಹೋಗುತ್ತಿದ್ದಾನೆ. ദൈവത്തോട് സമ്മതിക്കണം, പല നഷ്ടങ്ങളുടെയും പിൻപിൽ ഉത്തരവാദി ഞാൻ തന്നെയാണെന്ന്. ಆಮೇಲೆ ನಾವು ಕರ್ತನ ಮುಂಭಾಗದಲ್ಲಿ ಅಂಗೀಕರಿಸಬೇಕು, ನನ್ನ ಜೀವಿತದಲ್ಲಿ ನಡೆದು ಹೋದ ಅನೇಕ ನಷ್ಟಗಳಿಗೆ ಕಾರಣ ನಾನೇ ಎಂಬುದಾಗಿ പറയണം, തുറന്ന് പറയണം ദൈവത്തോട്. ಆಮೇಲೆ ನಾವು ಹೃದಯವನ್ನು ತೆರೆದು ಹೇಳಬೇಕು, ನಾನೇ ಈ ನಷ್ಟಕ್ಕೆ ಕಾರಣ ಎಂಬುದಾಗಿ. പോരാട്ടം വരാനുള്ള കാരണവും ഞാൻ തന്നെയാണെന്ന് പറയണം. ಈ ಹೋರಾಟ ಶೋಧನೆ ನನ್ನ ಜೀವಿತದಲ್ಲಿ ಬರಲು ಕಾರಣವೂ ನಾನೇ ಎಂಬುದಾಗಿ. നഷ്ടങ്ങളുടെ പിൻപിൽ ഉത്തരവാദി ഞാൻ തന്നെയാണെന്ന് പറയണം. ಈ ನಷ್ಟಗಳು ನನ್ನ ಜೀವಿತದಲ್ಲಿ ಸಂಭವಿಸೋದಕ್ಕೆ ಕಾರಣವೂ ನಾನೇ ಎಂಬುದಾಗಿ. എന്റെ അനേക ടൈം വേസ്റ്റ് ആയി പോയതിന്റെ ഉത്തരവാദി ഞാൻ തന്നെയാണെന്ന് പറയണം. ನನ್ನ ಅನೇಕ ಸಮಯವು ನಷ್ಟವಾಗಿ ಹೋಗ ಕಾರಣವೂ ಕೂಡ ನಾನೇ ಎಂಬುದಾಗಿ. നമ്മൾ അമ്മാച്ചന്റെ പേരിൽ കംപ്ലൈന്റ് പറയും, ನಾವು ಮಾಮನ ಹೆಸರಿನಲ್ಲಿ ನಾವು ಕಂಪ್ಲೇಂಟ್ ಹೇಳ್ತೀವಿ, അയൽവാസികളെ കംപ്ലൈന്റ് പറയും, ಅಕ್ಕಪಕ್ಕದವರ ಮೇಲೆ ನಾವು ದೂರ ಹೇಳ್ತೀವಿ. അവര് ഇവര് അതൊക്കെയാണ് കാരണം, അവരൊക്കെയാണ് ഇതിന്റെ പിമ്പിൽ കാരണമെന്ന് നമ്മൾ പറയും. ನಾವ್ ಹೇಳ್ತೀವಿ ನನಗೆ ಈ ತರ ನಷ್ಟವೆಲ್ಲ ಸಂಭವಿಸಿದ ಕಾರಣ ಅಕ್ಕಪಕ್ಕ ಮನೆಯವರು, ನಮ್ಮ ಮಾಮ, ನಮ್ಮ ಬಂಧು ಮಿತ್ರರು ಅಂತ ಹೇಳ್ತೀವಿ. ഏദനിൽ തുടങ്ങിയ വെളിപ്പാടാ അത്. ಇದು ಏದೇಲಿನಲ್ಲಿ ಪ್ರಕಟವಾದ ಪ್ರಕಟಣೆ. അത് ഇന്ന് പകൽ ഇവിടെ കൊണ്ട് അഴിയണം. ಅದು ಇಂದು ಬೆಳಗ್ಗೆ ನಮ್ಮ ಇಲ್ಲೇ ಅದು ಮುಕ್ತಾಯವಾಗಬೇಕು. അവരല്ല, ഞാൻ തന്നെ ഉത്തരവാദി എന്ന ദൈവത്തോട് സമ്മതിക്കും. ಬೇರೆಯವರೆಲ್ಲ ನನ್ನ ನಷ್ಟಕ್ಕೆ ಕಾರಣ, ನನ್ನ ನಷ್ಟಕ್ಕೆ ಕಾರಣ ನಾನೇ ಎಂಬುದಾಗಿ ಅಂಗೀಕರಿಸಲಿರುವ ಒಂದು ಹೃದಯವು ನಿಮಗೆ ಇಂದು ಬೆಳಗಿನ ಜಾವದಲ್ಲಿ ಉಂಟಾಗಬೇಕು. കുറെ ഭാഗങ്ങൾ വചനത്തിലൂടെ ചിന്തിച്ച് ആ വചന വെളിപ്പാടിലൂടെ കയറി ഇറങ്ങുമ്പോൾ നിങ്ങൾ ആമയും പറഞ്ഞത് കറക്റ്റ് ആണെന്ന് പിന്നെ ബോധ്യപ്പെടും. ಅನೇಕ ಭಾಗಗಳು ಇಂದು ನಾವು ಬೆಳಗ್ಗೆ ಹೇಳುವಾಗ ಈಗ ನೀವು ಆಮೇಲೆ ಹೇಳಿದಕ್ಕೆ ಕಾರಣವು ಇದೆ ಎಂಬುದಾಗಿ ನಿಮಗೆ ಆಮೇಲೆ ಅರ್ಥ ಆಗುತ್ತೆ. യഥാർത്ഥ കള്ളനെ നമ്മൾ അറസ്റ്റ് ചെയ്യും. ನಿಜವಾದ ಕಳ್ಳನನ್ನು ನಾವು ಇಂದು ಬೆಳಗ್ಗೆ ಅರೆಸ್ಟ್ ಮಾಡಬೇಕು. എന്നിട്ട് ഇതുവരെ ഉണ്ടായ മുഴുവൻ നഷ്ടങ്ങളും കണക്ക് തീർത്ത് നാം തിരികെ പിടിക്കും. ಆಮೇಲೆ ಇಷ್ಟು ದಿವಸ ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ನಡೆದು ಹೋದ ಎಲ್ಲ ನಷ್ಟಗಳಿಗೆ ಪರಿಹಾರವನ್ನು ಕೂಡ ನಾವು ಹಿಂದೆ ಮಾಡುತ್ತೇವೆ. എതിർപ്പെട്ട സകല എതിരാളികളെയും ഇന്ന് പകൽ നമ്മുടെ മുൻപിൽ നിന്ന് ദൈവാത്മാവ് മാറ്റി തരും. ನಮಗೆ ಎದುರಾಗಿ ನಿಂತಿರುವ ಎಲ್ಲ ಎದುರಾಳಿಗಳನ್ನು ಇಂದು ಬೆಳಗ್ಗೆ ನಮ್ಮ ಕರ್ತನು ನಮ್ಮಿಂದ ಅದನ್ನು ತೆಗೆದು ಹಾಕಲಿಕ್ಕೆ ಹೋಗುತ್ತಿದ್ದಾನೆ.
സകല സമയനഷ്ടങ്ങളും ഇന്ന് പകൽ നമുക്ക് പരിഹരിച്ചു കിട്ടും. ನಮಗೆ ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ನಷ್ಟವಾಗಿ ಹೋದ ಎಲ್ಲ ಸಮಯಗಳಿಗೂ ಬದಲಾಗಿ ಕರ್ತನು ನಮಗೆ ಸಮಯವನ್ನು ಕೊಡಲಿಕ್ಕೆ ಹೋಗುತ್ತಿದ್ದಾನೆ. അതെങ്ങനെയാണെന്നും കൂടെ പറയാം. ಅದು ಯಾವ ರೀತಿಯಲ್ಲಿ ಎಂಬುದಾಗಿ ನಾನು ಹೇಳ್ತೀನಿ. 100 വർഷം നമുക്ക് വേസ്റ്റ് ആയി പോയെങ്കിൽ, 100 ವರ್ಷ ನಮಗೆ ವೇಸ್ಟ್ ಆಗಿ ಹೋದರೆ, നമ്മുടെ ദൈവത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ನಮ್ಮ ಕರ್ತನಿಗೆ ಒಂದು ಪ್ರತ್ಯೇಕತೆ ಉಂಟು. സങ്കീർത്തനങ്ങൾ 94, 2 പത്രോസ് 3:9, 10. ಕೀರ್ತನೆ 94, 2 ಪೇತ್ರ 2 പത്രോസ് 3:9, 10. ಮೂರನೇ ಅಧ್ಯಾಯ 9, 10 ವಾಕ್ಯ. 1000 സംവത്സരം ഒരു ദിവസം പോലെ. 1000 ವರ್ಷಗಳು ಒಂದು ದಿವಸದ ಆ ಥರ. 90 സങ്കീർത്തനത്തിൽ പറയാം, ഇന്നലെ കഴിഞ്ഞുപോയ ഒരു യാമം പോലെ. ಕೀರ್ತನೆ ಭಾಗದಲ್ಲಿ ಹೇಳುತ್ತಾರೆ, ನಿನ್ನೆ ನಡೆದು ಹೋದದು ಒಂದು ಯಾಮದ ಆ ಥರ. 3 മണിക്കൂർ 3 ಗಂಟೆಗಳ ರೀತಿ. 1000 സംവത്സരം ഒരു ദിവസം പോലെ. 1000 ವರ್ಷಗಳು ಒಂದು ದಿವಸದ ರೀತಿ ಎಂಬುದಾಗಿ. ആ ഒരു ദിവസം ഒന്ന് മാത്രമല്ല, ഇന്നലെ കഴിഞ്ഞുപോയ ഒരു യാമം വെറും 3 മണിക്കൂർ. 1000 വർഷം സമം 3 മണിക്കൂർ. 1000 ವರ್ಷವು ಒಂದು ದಿವಸ ಎಂಬುದಾಗಿ ಹೇಳುತ್ತಿದ್ದಾರೆ. 1000 വർഷത്തെ നിന്റെ മുഴുവൻ നഷ്ടങ്ങളും 3 മണിക്കൂർ കൊണ്ട് തീർത്തു തരാൻ ദൈവം മതിയായവൻ. 1000 ವರ್ಷಗಳಲ್ಲಿ ನಿನಗೆ ಸಂಭವಿಸಿದ ಎಲ್ಲ ನಷ್ಟಗಳನ್ನು ಬೇರೆ 3 ಗಂಟೆಗಳಲ್ಲಿ ದೇವರು ಅದಕ್ಕೆ ಪರಿಹಾರ ಮಾಡುತ್ತಾರೆ. കള്ളൻ കപ്പൽ തന്നെയാണെന്ന് സമ്മതിച്ചാൽ 3 മണിക്കൂർ കൊണ്ട് വിടുതൽ നടക്കും. ಕಳ್ಳನು ನಮ್ಮ ಹಡಗಿನಲ್ಲಿಯೇ ಇದ್ದಾನೆ ಎಂಬುದಾಗಿ ನೀವು ಅಂಗೀಕರಿಸಿದರೆ ಕರ್ತನು ನಿಮಗೆ ಪರಿಹಾರವನ್ನು ಕೂಡ ಮಾಡಿಕೊಡುತ್ತಾರೆ. ಅಲ್ಲ എങ്കിൽ ನೆವರ್ വിടുതൽ നടക്കമാട്ടേ. ನಾವು ಅದನ್ನು ಒಪ್ಪಿಕೊಳ್ಳಲಿಲ್ಲದಿದ್ದರೆ ದೇವರು ಬಿಡುಗಡೆ ಮಾಡುವುದಿಲ್ಲ. കള്ളൻ കപ്പലിൽ തന്നെ എന്ന് സമ്മതിക്കണം. പകൽ ಇಂದು ಬೆಳಗಿನ ಜಾವದಲ್ಲಿ ಕಳ್ಳನು ನಮ್ಮ ಹಡಗಿನಲ್ಲಿಯೇ ಇದ್ದಾನೆ ಎಂಬುದಾಗಿ ನಾವು ಅಂಗೀಕರಿಸಬೇಕು. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. സ്വന്തം വിവേകത്തിൽ ഊന്നാൻ ബൈബിൾ നമ്മെ അനുവദിക്കുന്നില്ല. ಸಬೂದಿಯನ್ನು ಆಧಾರ ಮಾಡಿಕೊಳ್ಳಲು ಸತ್ಯವೇದ ಅಂಗೀಕರಿಸುತ್ತಿಲ್ಲ. നമുക്കൊരു വ്യക്തിയുടെ ഒരു അനുഭവം കൂടെ ഒന്ന് എടുക്കാം. യോഹന്നാന്റെ സുവിശേഷം 20 ಯೋನಾನ್ ಬರೆದ ಸುವಾರ್ತೆ 21ನೇ ಅಧ್ಯಾಯ 21:18 മുതൽ 18ನೇ ವಾಕ್ಯದಿಂದ. പത്രോസ് യേശുവിന്റെ നാമത്തിൽ തലകീഴായി ക്രൂശിക്കപ്പെട്ടത് നാം അറിയുന്നു. പത്രോസ് ಪೇತ್ರನು ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ತಲೆ ಕೆಳಗೆ ಮಾಡಿಕೊಂಡು ಆತನು ಕ್ರೂಜಿಗೆ ಹಾಕಲ್ಪಟ್ಟನು. പത്രോസിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാൻ അതായിരുന്നു. ಪೇತ್ರನಿಗಾಗಿ ಇಟ್ಟ ದೇವರ ಒಂದು ಪ್ಲಾನ್ ಆ ರೀತಿಯಲ್ಲಾಗಿತ್ತು. അത് യേശു കർത്താവ് പത്രോസിന്റെ മുഖത്ത് നോക്കി അറിയിക്കുന്നത് 21 അധ്യായം 18 വാക്യം തുടങ്ങിയ. ಅದು ಪೇತ್ರನಿಗೆ ಕರ್ತನು ಹೇಳುವುದು 21ನೇ ಅಧ್ಯಾಯ 18ನೇ ವಾಕ್ಯದಿಂದ. പക്ഷേ ഒരിക്കൽ പത്രോസിനൊരു അബദ്ധം സംഭവിച്ചു. ಆದರೆ ಪೇತ್ರನಿಗೆ ಒಂದು ತಪ್ಪು ನಡೆಯಿತು. അവൻ സ്വന്തം വിവേകത്തിൽ ഊന്നി. ಅವನು ಸಬೂದಿಯನ್ನು ಆಧಾರ ಮಾಡಿಕೊಂಡನು. 26 അധ്യായം മത്തായി സുവിശേഷം 26 അധ്യായം ಮತ್ತಾಯ ಸುವಾರ್ತೆ 26ನೇ ಅಧ್ಯಾಯ അതിന്റെ 31 മുതൽ 35 വരെ. ಅದರ 31ರಿಂದ 35ನೇ ವಾಕ್ಯವರೆಗೂ. ಆಗ ಯೇಸು ಅವರಿಗೆ, ನೀವೆಲ್ಲರೂ ಈ ರಾತ್ರಿಯ ವಿಷಯದಲ್ಲಿ ತಿಗಿಲ್ಪಟ್ಟು ಹಿಂಜರಿಯುವಿರಿ. ಕುರುಬನು ಒಡೆಯುವನು, ಇಂದಿನ ಕುರಿಗಳು ಚದರಿ ಹೋಗುವವು ಎಂದು ಬರೆದಿದೆಯಲ್ಲ. ಆದರೆ ನಾನು ಜೀವಿತನಾಗಿ ಎತ್ತ ಮೇಲೆ ನಿಮ್ಮ ಮುಂದೆ ಗಲಿಲಾಯಕ್ಕೆ ಹೋಗುವೆನು ಎಂದು ಹೇಳಿದನು. ಪೇತ್ರನು ಆತನಿಗೆ, ಎಲ್ಲರೂ ನಿನ್ನ ವಿಷಯದಲ್ಲಿ ತಿಗಿಲ್ಪಟ್ಟು ಹಿಂಜರಿದರು, ನಾನು ಎಂದಿಗೂ ಹಿಂಜರಿಯುವುದಿಲ್ಲ ಎಂದು ಉತ್ತರ ಕೊಡಲು, ಯೇಸು ನಿನಗೆ ಸತ್ಯವಾಗಿ ಹೇಳುತ್ತೇನೆ, ಇದೇ ರಾತ್ರಿಯಲ್ಲಿ ಕೋಳಿ ಕೂವುದಕ್ಕೂ ಮುಂಚೆ ನೀನು ನನ್ನ ವಿಷಯದಲ್ಲಿ ಅವನನ್ನು ಅರಿಯೇನು ಎಂಬುದಾಗಿ 3 ಸಾರಿ ಹೇಳುವಿ ಅಂದನು. ಪೇತ್ರನು ಆತನಿಗೆ, ನಾನು ನಿನ್ನ ಸಂಗಡ ಸಾಯಬೇಕಾದರೂ ನಿನ್ನನ್ನು ಅರಿಯೇ ಎಂಬುದಾಗಿ ಹೇಳುವುದೇ ಇಲ್ಲ ಎಂದು ಹೇಳಿದನು. ಅದರಂತೆ ಶಿಷ್ಯರೆಲ್ಲರೂ ಹೇಳಿದರು. പത്രോസിനെ കുറിച്ചുള്ള യേശുവിന്റെ മഹാദൈവത്തിന്റെ മാസ്റ്റർ പ്ലാൻ യേശുവിന് വേണ്ടി ഇദ്ദേഹം മരിക്കണമെന്നുള്ളത് തന്നെയാണ്. ಪೇತ್ರನ ಮೇಲೆ ದೇವರು ಇಟ್ಟ ಪ್ರಕಟಣೆ ಏನೆಂಬುದಾಗಿ ಅಂದರೆ, ನನಗೋಸ್ಕರ ಇವನು ಸಾಯುತ್ತಾನೆ ಎಂಬುದಾಗಿ ದೇವರು ನಿರ್ಧಾರ ಮಾಡಿಕೊಂಡಿದ್ದಾರೆ. യേശു ഒരു നടക്കാൻ പോകുന്ന ഒരു പരമമായ സത്യം ശിഷ്യന്മാർ കേൾക്ക പറയുക. ಯೇಸು ಸ್ವಾಮಿಯು ಮುಂದೆ ನಡೆಯಬೇಕಾದ ಒಂದು ಕಾರ್ಯವನ್ನು ಈ ಶಿಷ್ಯರೆಲ್ಲ ಕೇಳುವ ರೀತಿಯಲ್ಲಿ ಹೇಳುತ್ತಾರೆ. തിരുവെഴുത്തിന്റെ നിവൃത്തി വരേണ്ടതിന് അത് സംഭവിക്കണം. ಸತ್ಯವೇದವು ಅದೇ ರೀತಿಯಲ್ಲಿ ನಡೆಯಬೇಕಾದುದರಿಂದ ಅದು ಹೇಳುತ್ತಾನೆ. ഇടയനെ വെട്ടും, ആടുകൾ ചിതറിപ്പോകും. ಕುರುಬನನ್ನು ಕೊಲ್ಲುತ್ತಾರೆ, ಕುರಿಗಳು ಚಿದರಿ ಹೋಗುತ್ತದೆ. എല്ലാവരും ഇന്ന് രാത്രി എങ്കിൽ ഇടറിപ്പോകും. ನೀವೆಲ್ಲರೂ ಈ ರಾತ್ರಿಯಲ್ಲಿ ಚದರಿ ಹೋಗುತ್ತೀರಾ ಎಂಬುದಾಗಿ. ഉടനെ പത്രോസ് പറഞ്ഞു, ആരെല്ലാം ഇടറിയാലും ഞാൻ ഇടറിയല്ല. ತಕ್ಷಣವೇ ಪೇತ್ರನು ಹೇಳುತ್ತಾನೆ, ಯಾರೆಲ್ಲ ಚದರಿ ಹೋದರು ನಾನು ಚದರಿ ಹೋಗಲ್ಲ ಎಂಬುದಾಗಿ. എനിക്ക് എന്നെ നന്നായിട്ട് അറിയാം. ನನಗೆ ನನ್ನನ್ನು ಚೆನ್ನಾಗಿ ಗೊತ್ತು. എന്നെ കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ನನ್ನ ಕುರಿತಾಗಿ ನನಗೆ ಚೆನ್ನಾಗಿ ಗೊತ್ತು. ഞാൻ ആരാണെന്ന് എനിക്കറിയാം. ನಾನು ಯಾರೆಂಬುದಾಗಿ ನನಗೆ ಗೊತ್ತು.
അവരൊക്കെ തള്ളി പറയുമായിരിക്കും, ಅವರೆಲ್ಲ ನಿನ್ನನ್ನು ತಳ್ಳಿ ಹೇಳಬಹುದು, അവരെല്ലാം തന്നെ വിട്ടുപോകുമായിരിക്കും. ಅವರೆಲ್ಲ ನಿನ್ನನ್ನು ಬಿಟ್ಟು ಚದುರಿ ಹೋಗ್ತಾರೆ. ഞാൻ നിനക്ക് വേണ്ടി മരിക്കാനും തയ്യാറാ, ನಾನು ನಿನಗೋಸ್ಕರ ಸಾಯಕ್ಕೂ ಸಿದ್ಧನಾಗಿದ್ದೇನೆ ಎಂಬುದಾಗಿ യേശു പറഞ്ഞു. ഇന്ന് നേരം വെളുക്കുന്നതിന് മുമ്പ് കോഴി 2 വട്ടം കൂവും, അതിനു മുമ്പ് നീ എന്നെ 3 വട്ടം തള്ളി പറയും. ಆದರೆ ಯೇಸು ಸ್ವಾಮಿ ಹೇಳುತ್ತಾರೆ, ಬೆಳಗಿನ ಮುಂಜಾನೆ ಆಗುವುದಕ್ಕಿಂತಲೂ ಮುಂಚೆ ಕೋಳಿ 2 ಸಾರಿ ಕೂಗುವ ಅಷ್ಟರಲ್ಲಿ ನೀನು ನನ್ನನ್ನು 3 ಸಾರಿ ಹೇಳುತ್ತೀಯ ಎಂಬುದಾಗಿ. എന്റെ ചോദ്യം ഇതാണ്, ನನ್ನ ಪ್ರಶ್ನೆ ಇದಾಗಿದೆ, യേശുവിന് വേണ്ടി ചാകാനും തയ്യാറായി വന്ന ഒരു മനുഷ്യന് അധികം കൃപയല്ലേ യേശു കൊടുക്കേണ്ടത്? ಯೇಸು ಸ್ವಾಮಿಗಾಗಿ ಸಾಯಕ್ಕೂ ಸಿದ್ಧನಾಗಿರುವ ಒಬ್ಬ ವ್ಯಕ್ತಿಗೆ ಯೇಸು ಸ್ವಾಮಿ ಇನ್ನೂ ಹೆಚ್ಚಾಗಿ ಕೃಪೆ ಎಲ್ಲ ಕೊಡಬೇಕಾಗಿರುವುದು. ചാകണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന പത്രോസ് നീയല്ല നിന്റെ പ്രാണന്റെ മേൽ അധികാരി. ನೀನು ಸಾಯ್ಬೇಕಾ ಬೇಡವಾ ಎಂಬುದಾಗಿ ತೀರ್ಮಾನ ಮಾಡುವುದು ಪೇತ್ರನೇ, ನೀನಲ್ಲ, ನಿನ್ನ ಪ್ರಾಣಕ್ಕೆ ಅಧಿಪತಿಯಾಗಿರುವ ನಾನೇ. നീ ചാകണോ വേണ്ടോ എന്ന് ഞാൻ നിന്നോട് പറയും, ಅಪ್ಪ ಸಮರ್ಪಿಸಾ ಮದಿ. ನೀನು ಸಾಯ್ಬೇಕಾ ಬೇಡವಾ ಎಂಬುದಾಗಿ ನಾನು ನಿನಗೆ ಹೇಳುತ್ತೇನೆ, ಆ ಸಮಯದಲ್ಲಿ ನೀನು ಸಬ್ಮಿಟ್ ಮಾಡು. കർത്താവിന് വേണ്ടി ചാകാനും എത്ര പേർ തയ്യാറാ? ಕರ್ತನಿಗೋಸ್ಕರ ಸಾಯೋದಕ್ಕೆ ಎಷ್ಟು ಜನರು ಸಿದ್ಧರಾಗಿದ್ದೀರಾ? ആരെല്ലാം തള്ളി പറഞ്ഞാലും ഞാൻ തള്ളി പറയത്തില്ല. ಯಾರೆಲ್ಲ ನಿನ್ನನ್ನು ತಳ್ಳಿ ಹೇಳಿದ್ದರೂ ನಾನು ನಿನ್ನನ್ನು ತಳ್ಳಿ ಹೇಳೋದಿಲ್ಲ. ഇന്ന് എൻ്റെ ജീവൻ എടുത്താലും ഞാൻ അതിന് തയ്യാറാ. ಈ ದಿನದಲ್ಲಿ ನನ್ನ ಜೀವನವನ್ನು ತೆಗೆದುಕೊಳ್ಳಲು ಸಿದ್ಧನಾಗಿದ್ದರೂ ನಾನು ಸಿದ್ಧನಾಗುತ್ತೇನೆ. സ്വന്ത വിവേകത്തിൽ ഊന്നരുത്, ಸಬೂದಿಯನ್ನು ಆಧಾರ ಮಾಡಿಕೊಳ್ಳಬಾರದು. ദൈവം നമ്മളോട് ആവശ്യപ്പെടാതെ ഇവിടുന്ന് അങ്ങോട്ട് ചാടിക്കേറി സമർപ്പിക്കാൻ വ്യവസ്ഥയില്ല. ದೇವರು ನಿಮ್ಮಲ್ಲಿ ಕೇಳುವ ತನಕ ನೀವಾಗಿ ನೀವೇ ಎಗರಿ ನಾನೇ ಕೊಡ್ತೀನಿ ಎಂಬುದಾಗಿ ನೀವು ಹೇಳಬಾರದು. അവനാണ് നമ്മുടെ ദൈവം, ഞാനല്ല എൻ്റെ ദൈവം. ಅವನು ನಮ್ಮ ದೇವರು, ನಾನಲ್ಲ ಅವನ ದೇವರು. എൻ്റെ ദൈവം ഞാനല്ല, ನನ್ನ ದೇವರು ನಾನಲ್ಲ, അവനാണ് എൻ്റെ ദൈവം. ಅವನು ನನ್ನ ದೇವರು. പലരും തീരുമാനമെടുക്കും 3 മാസത്തിലധികം നിലനിൽക്കത്തില്ല. ಅನೇಕ ಜನರು ತೀರ್ಮಾನ ಮಾಡುತ್ತಾರೆ, ಅದು 3 ತಿಂಗಳಿಗಿಂತಲೂ ಹೆಚ್ಚಾಗಿ ಹೋಗೋದಿಲ್ಲ. ചിലർ വലിച്ചു നീട്ടി 6 മാസമൊക്കെ എത്തിക്കും. ಕೆಲವರು ಕಷ್ಟಪಟ್ಟು 6 ತಿಂಗಳು ಆ ತೀರ್ಮಾನದಲ್ಲಿ ನಿಂತುಕೊಳ್ಳುತ್ತಾರೆ. ചിലർ 1 വർഷമൊക്കെ എങ്ങനെങ്കിലുമൊക്കെ എത്തിക്കും. ಕೆಲವರು 1 ವರ್ಷ ಅದೇ ತೀರ್ಮಾನದ ಪ್ರಕಾರ ನಡೆಯುತ್ತಾರೆ. പലരും പറയുന്നത് പോലെ മൂത്ത മാനസാന്തരം 3 മാസം. ಕೆಲವರು ಹೇಳ್ತಾರೆ ಬಹಳ ಹೆಚ್ಚಾಗಿ ಬರುವ ಒಂದು ಮಾನಸಾಂತರ ಅದು 3 ತಿಂಗಳವರೆಗೂ ಅಷ್ಟೇ ಉಳಿಯೋದು ಎಂಬುದಾಗಿ. നമ്മളല്ല തീരുമാനമെടുക്കേണ്ടത്, ನಾವೆಲ್ಲ ತೀರ್ಮಾನ ಮಾಡಬೇಕಾಗಿರುವುದು. ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നതിന് സമർപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് വഴി. ದೇವರು ನಮ್ಮಲ್ಲಿ ಕೇಳುವುದನ್ನು ನಾವು ಸಮರ್ಪಣೆ ಮಾಡಬೇಕೆಂಬುದಾಗಿರುವುದು ಮಾತ್ರವೇ ನಮ್ಮ ಕರ್ತವ್ಯ. കർത്താവ് ഇങ്ങോട്ട് ആവശ്യപ്പെടാതെ കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യാൻ ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നില്ല. ಕರ್ತನು ನಮ್ಮಿಂದ ಕೇಳಿಕೊಳ್ಳಾದೆ ನಾವಾಗಿ ನಾವಿಯೇ ಆತನಿಗೆ ಸಮರ್ಪಣೆ ಮಾಡಲು ಕರ್ತನು ಅನುಮತಿ ಕೊಟ್ಟಿಲ್ಲ. നാട്ടുകാരെന്തെല്ലാം ചെയ്താലും അതിനെ ഫോളോ അപ്പ് ചെയ്യാൻ, അനുകരിക്കാൻ, റോൾ മോഡൽ ആകാൻ നമുക്ക് ദൈവം അനുവാദം തന്നിട്ടില്ല. ಊರವರೆಲ್ಲ ಏನೇ ಮಾಡಿದರೂ ಅದನ್ನೇ ನೋಡಿಕೊಂಡು ನಾವು ಮಾಡಲು, ಅದನ್ನೇ ನೋಡಿಕೊಂಡು ನಾವು ಫಾಲೋ ಮಾಡಲು, ಕಾಪಿ ಮಾಡಲು ಕರ್ತನು ನಮಗೆ ಅನುಮತಿ ಕೊಟ್ಟಿಲ್ಲ. അവർ വലിയൊരു കൺവെൻഷൻ നടത്തി, നമുക്കും അങ്ങ് നടത്താം, അങ്ങനെ അനുവാദമില്ല. ಅಕ್ಕಪಕ್ಕದವರೆಲ್ಲ ಸೇರ್ಕೊಂಡು ದೊಡ್ಡ ಕನ್ವೆನ್ಷನ್ ಮಾಡಿದ್ದಾರೆ, ನಾವು ಇಲ್ಲಿ ಕನ್ವೆನ್ಷನ್ ಮಾಡೋಣ ಎಂಬುದಾಗಿ ಮಾಡೋದಲ್ಲ. ಹೆರೋದಾവ് ഒരിക്കൽ യാക്കോബിനെ പിടിച്ച് തലയും കണ്ടിച്ചു. ಒಂದು ಸಾರಿ ಹೆರೋದನು ಯಾಕೋಬನನ್ನು ಹಿಡಿದು ಅವನ ತಲೆಯನ್ನು ಕೊಯ್ದಾಕಿದರು. കൂട്ടത്തിൽ നേതാവായ പത്രോസിനെ പിടിച്ച് തല കണ്ടിക്കാൻ ജയിലിലിട്ടിരിക്കുക. ಅವರ ಜೊತೆಯಲ್ಲಿಯೇ ಲೀಡರ್ ಆಗಿರುವ ಪೇತ್ರನನ್ನು ಹಿಡಿದುಕೊಂಡು ಅವನ ತಲೆಯನ್ನು ಕಟ್ ಮಾಡಲು ಜೈಲಲ್ಲಿ ಹಾಕಿದ್ದಾರೆ. നടക്കില്ലത്. ಆದ್ರೆ ಅದು ನಡೆಯೋದಿಲ್ಲ. ഓരോരുത്തരെ കുറിച്ചുള്ള വിളിയും നിയോഗവും ദൈവത്തിന്റെ പക്കലാണ്. ಯಾಕಂದ್ರೆ ಒಬ್ಬೊಬ್ಬರ ಕುರಿತಾಗಿ ಇರುವ ಕರುವಿಕೆಯು ನಿಯೋಗವು ಅದು ಕರ್ತನದೇ. അവരെന്തെല്ലാം ചെയ്തു അത് നോക്കി ചെയ്യലല്ല നമ്മളോട് ദൈവം ആവശ്യപ്പെട്ടത്. ಬೇರೆಯವರು ಮಾಡುವುದನ್ನು ನೋಡಿಕೊಂಡು ನಾವು ಮಾಡುವುದನ್ನಲ್ಲ ದೇವರು ನಮ್ಮಿಂದ ಇಚ್ಛಿಸುವುದು. അവര് നോട്ട് ബുക്ക് വാങ്ങി കൊടുത്തു, നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വാങ്ങി കൊടുക്കാം. ಅವರು ನೋಟ್ ಬುಕ್ ಅನ್ನು ಖರೀದಿಸಿ ಕೊಟ್ಟಿದ್ದಾರೆ, ನಾವು ಟೆಕ್ಸ್ಟ್ ಬುಕ್ ಅನ್ನು ಖರೀದಿಸಿ ಕೊಡುವುದು ಅದಲ್ಲ. അവർ 1 ബാഗ് വാങ്ങി കൊടുത്തു, നമുക്ക് 2 ബാഗ് വാങ്ങി കൊടുക്കാം. ಅವರು 1 ಬ್ಯಾಗ್ ಅನ್ನು ಖರೀದಿಸಿ ಕೊಟ್ಟಿದ್ದಾರೆ, ನಾವು 2 ಬ್ಯಾಗ್ ಖರೀದಿಸಿ ಕೊಡೋಣ. അവർ യൂണിഫോം വാങ്ങി കൊടുത്തു, നമുക്ക് ഷൂ കൂടെ വാങ്ങി കൊടുക്കാം. ಅವರೆಲ್ಲ ಯೂನಿಫಾರ್ಮ್ ಖರೀದಿಸಿ ಕೊಟ್ಟಿದ್ದಾರೆ, ನಾವು ಶೂಸ್ ಖರೀದಿಸಿ ಕೊಡೋಣ. അനുവാദമില്ല നമുക്ക്. ಆತರ ಮಾಡಲಿಕ್ಕೆ ಅನುವಾದ ಇಲ್ಲ ನಮಗೆ. പരിശുദ്ധാത്മാവ് ഇൻഡിവിജ്വലായി നമ്മളോട് എന്താവശ്യപ്പെടുന്നോ അതിനപ്പുറം കയറി ചെല്ലാൻ
ചെയ്യാൻ നമുക്ക് അനുവാദമില്ല. ಪವಿತ್ರಾತ್ಮನು ವೈಯಕ್ತಿಕವಾಗಿ ನಮ್ಮಲ್ಲಿ ಏನು ಕೇಳುತ್ತಾನೋ ಅದನ್ನು ಬಿಟ್ಟು ಹೆಚ್ಚಾಗಿ ಮಾಡಲಿಕ್ಕೆ ನಮಗೆ ಅನುಮತಿ ಇಲ್ಲ. അതിനൊന്നും ദൈവം ഉത്തരവാദിയാകത്തില്ല. ನೀವು ಅದನ್ನು ಹೆಚ್ಚಾಗಿ ಏನಾದರೂ ಮಾಡಿದರೆ ಅದಕ್ಕೆಲ್ಲ ಉತ್ತರ ಕರ್ತನಲ್ಲ. ഞാനിങ്ങനെ കേരളത്തിൽ പറയാറുണ്ട്, ನಾನು ಇದೇ ರೀತಿಯಲ್ಲಿ ಕೇರಳದಲ್ಲಿ ಹೇಳುತ್ತೇನೆ, അവിടെ ഓണം ഒരു ഉത്സവമാണ്, അവിടുത്തെ ഒരു ആഘോഷമാണ്. ಅಲ್ಲಿ ಓಣಂ ಎಂಬುದಾಗಿ ಇರುವ ಒಂದು ಹಬ್ಬ ಬಹಳವಾಗಿ ಮಾಡುತ್ತಾರೆ. ഗവൺമെന്റ് ഒരു 10 ദിവസം അവധി കൊടുക്കും. ಗವರ್ಮೆಂಟ್ 10 ದಿವಸ ರಜೆ ಕೊಡುತ್ತಾರೆ. ക്രിസ്മസിന് ഒരു 10 ദിവസം ഹോളിഡേയ്സ് ആണ്. ಕ್ರಿಸ್ಮಸ್ಗೂ 10 ದಿವಸ ರಜೆ ಕೊಡುತ್ತಾರೆ. മുസ്ലിങ്ങളുടെ പ്രത്യേകമായ പ്രോഗ്രാമിൽ ഒരു 10 ദിവസം അവധಿ കിട്ടും. ಅದೇ ರೀತಿಯಲ್ಲಿ ಮುಸ್ಲಿಮ್ಸಿನ ಹಬ್ಬಗಳಿಗೂ 10 ದಿವಸ ರಜೆ ಸಿಗುತ್ತೆ. നമ്മൾ ഈ പെന്തിക്കോസ്തുകാർ ആ ഡേറ്റ് നോക്കിയിരിക്കുക. ನಾವು ಪೆಂತೆಕೋಸ್ತವರು ಅದೇ ಡೇಟ್ ಅನ್ನು ನೋಡ್ಕೊಂಡು ಕೂತ್ಕೊಳ್ತೀವಿ. അവധിയാണ്, ഒരു 7 ദിവസം ഫാസ്റ്റിംഗ് ഇരിക്കാൻ. ರಜೆ ಅಲ್ವಾ, 7 ದಿವಸ ಪ್ರಾರ್ಥನೆ ಮಾಡೋ, ಉಪವಾಸ ಪ್ರಾರ್ಥನೆ ಮಾಡೋಣ. അടുത്ത പെന്തിക്കോസ്തുകാർ നോക്കിയിരിക്കുന്ന ഡേറ്റ് വേറെയാണ്. ನೆಕ್ಸ್ಟ್ ಡೇಟ್ಗಳು ಯಾವುದೆಂದರೆ എല്ലാ മാസത്തിന്റെ അവസാനം വെള്ളി, ശനി, ഞായർ, ಎಲ್ಲ ತಿಂಗಳಿನ ಕೊನೆಯ ಶುಕ್ರವಾರ, ಶನಿವಾರ, ಭಾನುವಾರ ഹോളിഡേയ്സ്, ರಜಾ. കുട്ടികൾക്ക് അവധിയാണ്. ಮಕ್ಕಳಿಗೂ ರಜೆ ಇದೆ. ബാക്കിയുള്ളവർ കുറച്ചു പേർക്കൊക്കെ ഫ്രീ ആണ്. ಸ್ವಲ್ಪ ಜನಗಳಿಗೆಲ್ಲ ಫ್ರೀ ಆಗಿರ್ತಾರೆ. നമുക്ക് ഫാസ്റ്റിംഗ് വെക്കാം. ನಾವು 3 ದಿವಸ ಫಾಸ್ಟಿಂಗ್ ಮಾಡೋಣ. ഗവൺമെന്റ് നമുക്ക് ലീവ് അനുവദിച്ചില്ലെങ്കിൽ നമ്മൾ ഫാസ്റ്റിംഗ് ഇരിക്കാറേ ഇല്ല. ഇനി ಈ ಗವರ್ಮೆಂಟ್ ನಮಗೆ ರಜಾ ಕೊಟ್ಟಿಲ್ಲ ಅಂದ್ರೆ ನಾವು ಫಾಸ್ಟಿಂಗೇ ಇರೋದಿಲ್ಲ. എത്ര പേർക്ക് കാര്യം മനസ്സിലാവും? ಎಷ್ಟು ಜನಕ್ಕೆ ಅರ್ಥ ಆಗ್ತಿದೆ? ഉയരത്തിലെ ദൈവമല്ലാതെ വേറൊന്നും നമ്മളെ സ്വാധീനിക്കാൻ പാടില്ല. ನಮ್ಮ ಮೇಲೆ ಇರುವ ನಮ್ಮ ಕರ್ತನല്ലാതെ ಬೇರೆ ಯಾವುದು ಒಂದು ನಮ್ಮನ್ನು ಸ್ವಾಧೀನ ಮಾಡಬಾರದು. അവധി ദിവസങ്ങളിലല്ലാതെ പരിശുദ്ധാത്മാവ് ഫാസ്റ്റിംഗ് വെക്കാൻ പറഞ്ഞാൽ വെച്ചേ പറ്റൂ. ರಜೆ ದಿನಗಳಲ್ಲದೆ ಬೇರೆ ದಿವಸದಲ್ಲಿ ಪವಿತ್ರಾತ್ಮನು ಫಾಸ್ಟಿಂಗ್ ಮಾಡು ಎಂದು ಹೇಳಿದರೆ ನಾವು ಫಾಸ್ಟಿಂಗ್ ಮಾಡಬೇಕು. ഇപ്പൊ നമ്മളെ നിയന്ത്രിക്കുന്നത് ദൈവാത്മാവല്ല. ಈಗ ನಮ್ಮನ್ನು ಕಂಟ್ರೋಲ್ ಮಾಡುತ್ತಿರುವುದು ದೇವರ ಆತ್ಮವಲ್ಲ. കലണ്ടർ ഹോളിഡേയ്സ്, ಕ್ಯಾಲೆಂಡರ್ ಅಲ್ಲಿರುವ ರಜೆಗಳು, ഗവൺമെന്റ് ഹോളിഡേയ്സ്, ಗವರ್ಮೆಂಟ್ ಹಾಲಿಡೇಸ್ಗಳು, ರಜೆಗಳು, നമുക്ക് ഫാസ്റ്റിംഗ്. ನಾವು ಫಾಸ್ಟಿಂಗ್ ಮಾಡ್ತೀವಿ. ഓഡിറ്റോറിയത്തിൽ ഡേറ്റ് അലൗഡ് ആണെങ്കിൽ കൺവെൻഷൻ, ಕ್ಯಾಲೆಂಡರ್ ಅಲ್ಲಿ ಇರುವ ತಾರೀಖುಗಳು ರಜೆ ಇದ್ರೆ ನಾವು ಫಾಸ್ಟಿಂಗ್ ಮಾಡ್ತೀವಿ. ഇതിനൊന്നും ദൈവം ഉത്തരവാദിയല്ല. ಇದಕ್ಕೆಲ್ಲ ದೇವರು ಉತ್ತರ ಕೊಡುವನಲ್ಲ. ജാതീയ ശക്തികൾ ഗവൺമെന്റ് വിരോധ നിയമങ്ങൾ നമ്മെ പിടിച്ചു കെട്ടാൻ കാരണമായത് ഉത്തരവാദികൾ അവരല്ല, നാം തന്നെയാണ്. ಜಾತಿಯ ಶಕ್ತಿಗಳು, ಸರ್ಕಾರದ ಆದೇಶಗಳು ನಮ್ಮನ್ನು ಹಿಡಿದುಕೊಳ್ಳಲು ಕಾರಣ ಅದು ಅವರಲ್ಲ, ನಮಗೆ ನಾವೇ ಕಾರಣವಾಗಿದ್ದೇವೆ. എനിക്ക് മനസ്സിലാകാത്ത ചില വിഷയങ്ങൾ ദൈവസഭയ്ക്കെതിരെ, ദൈവദാസന്മാർക്കെതിരെ ഗവൺമെന്റ്, ജാതീയ ശക്തികൾ, മറ്റിതര സാങ്കേതിക പ്രശ്നങ്ങൾ വിരോധമായി വന്നപ്പോൾ 2.5 വർഷമാണ് ഞാൻ എൻ്റെ ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിച്ച് പുറകെ നടന്നത്. ನನಗೆ ಅರ್ಥ ಆಗದ ಇದೊಂದು ವಿಷಯಗಳು ಏನೆಂದರೆ, ಸಭೆಗೆ ವಿರೋಧವಾಗಿ ಬರುವ ಸರ್ಕಾರದ ಆದೇಶಗಳು ಯಾಕೆ ಎಂಬುದಾಗಿ ತಿಳಿದುಕೊಂಡು ನಾನು ಕರ್ತನ ಪಾದಪೀಠದಲ್ಲಿ ಕೂತುಕೊಂಡಾಗ 2.5 ವರ್ಷಗಳ ಕಾಲ ಕರ್ತನು ನನ್ನ ಸಂಗಡ ಮಾತನಾಡಿದರು. എനിക്ക് കൃത്യമായി മറുപടി തരണം, ദൈവത്തോട് വാശി പിടിച്ചു. ನಾನು 2.5 ವರ್ಷಗಳ ಕಾಲ ನನ್ನ ಕರ್ತನಿಗೆ ಕೇಳಿದನು, ಇದಕ್ಕೆ ಸದುತ್ತರ ನೀನು ಕೊಡಲೇಬೇಕೆಂಬುದಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿದೆನು. ശക്തന്മാരായ ദൈവദാസന്മാർ പല കാരണങ്ങളാണ് പറഞ്ഞത്. ಶಕ್ತರಾದ ದೇವದಾಸರುಗಳು ಅನೇಕ ಕಾರಣಗಳು ಹೇಳಿದರು. പക്ഷെ അതൊന്നും കറക്റ്റ് ആൻസർ ആയിരുന്നില്ല. ಅದೆಲ್ಲ ಸೂಕ್ತವಾದ ಉತ್ತರವಾಗಿರಲಿಲ್ಲ. ഞാൻ ദൈവസന്നിധിയിൽ കരയാൻ തുടങ്ങി. ನಾನು ದೇವರ ಪಾದಪೀಠದಲ್ಲಿ ಅಳಲಿಕ್ಕೆ ಪ್ರಾರಂಭ ಮಾಡಿದೆ. എനിക്ക് മറുപടി തന്നിട്ട് ഇനി ഞാൻ ശുശ്രൂഷിക്കാൻ പോകൂ. ನೀನು ನನಗೆ ಸದುತ್ತರ ಕೊಟ್ಟರೆ ಮಾತ್ರವೇ ನಾನು ಸೇವೆ ಮಾಡಲು ಹೋಗುತ್ತೇನೆ ಎಂಬುದಾಗಿ ಹಠ ಹಿಡಿದೆ. ഒന്നുകിൽ എന്നെ ശുശ്രൂഷയിൽ നിന്ന് മാറ്റണം, ഇല്ലെങ്കിൽ എൻ്റെ പ്രാണനെ എടുക്കണം. ಒಂದು ನೀನು ನನ್ನನ್ನು ಸೇವೆಯಿಂದ ತೆಗೆದುಹಾಕಬೇಕು, ಇಲ್ಲ ಅಂದ್ರೆ ನನ್ನ ಪ್ರಾಣವನ್ನು ತೆಗಿಬೇಕೆಂಬುದಾಗಿ ಹೇಳಿದೆ. കാരണം ഇത് പരാജയത്തിന്റെ മാർഗമല്ല. ಯಾಕಂದರೆ ಇದು ಸೋಲಿನ ಮಾರ್ಗವಲ್ಲ. പിശാചിന് തേർവാഴ്ച നടത്താൻ വിട്ടുകൊടുക്കുന്നതല്ല ദൈവം തന്റെ സഭ. ಸೈತಾನನಿಗೆ ಆಳ್ವಿಕೆ ಮಾಡಲು ಬಿಟ್ಟು ಕೊಡುವ ಜಾಗವಲ್ಲ ದೇವರ ಸಭೆ. ഞാൻ പ്രവർത്തിക്കും, ആരതിനെ തടുക്കുമെന്നുള്ളതാണ് എൻ്റെ ദൈവം പറഞ്ഞിട്ടുള്ളത്. ನಾನು ಕಾರ್ಯ ಮಾಡುತ್ತೇನೆ, ಅದನ್ನು ತಡೆಯಲು ಯಾರು ಎಂಬುದಾಗಿ ದೇವರ ವಾಕ್ಯವು ಹೇಳುತ್ತದೆ. പക്ഷേ ഇന്ത്യയിലും വിവിധ സ്റ്റേറ്റുകളിലും ദൈവസഭയ്ക്ക് ജയിക്കാനോ സ്വാതന്ത്ര്യത്തോടെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടാനോ കഴിയാത്ത വിധത്തിൽ ശത്രു അതിൻ്റെ ആധിപത്യത്തോടുകൂടി കയറി വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് ദൈവത്തോട് കരഞ്ഞു ചോദിക്കാൻ തുടങ്ങി. ಆದರೆ ಭಾರತದಲ್ಲಿ ಅನೇಕ ರಾಜ್ಯಗಳಲ್ಲಿ ಶತ್ರುವು ದೇವರ ಸಭೆಯನ್ನು ಆಳ್ವಿಕೆ ಮಾಡಿಕೊಂಡು ದೇವರ ಸಭೆಯನ್ನು ಆಧಿಪತ್ಯವನ್ನು ಪಡಿಸಿಕೊಂಡು ಇರುವಾಗ ಇದು ಯಾವುದರಿಂದ ಯಾಕೆ ಈ ರೀತಿಯಲ್ಲಿ ನಡೆಯುತ್ತಿದೆ ಎಂಬುದಾಗಿ ನಾನು ಕರ್ತನನ್ನು ಪ್ರಶ್ನಿಸಲು ಪ್ರಾರಂಭ ಮಾಡಿದೆ.
ദൈവം എന്നോട് പറഞ്ഞു, ദൈവമല്ല ഇതിന്റെ ഉത്തരവാദി. ಆದ್ರೆ ದೇವರು ನನಗೆ ಹೇಳಿದರು ಇದಕ್ಕೆ ಸದುತ್ತರ ನಾನಲ್ಲ. ദൈവം എന്നോട് പറഞ്ഞു, എന്റെ ശക്തി കുറഞ്ഞതൊന്നും അല്ല ഇതിന്റെ കാരണം, ನನ್ನ ಶಕ್ತಿ ಕಡಿಮೆ ಆದುದಲ್ಲ ಇದರ ಕಾರಣ, സാത്താൻ ബലവാനായതുമല്ല ഇതിന്റെ കാരണം, ಸಾತಾನನು ಶಕ್ತಿ ಹೊಂದಿದ್ದರಿಂದ ಅಲ್ಲ ಈ ತರ ಆಗುತ್ತಿರುವುದು, നീയും നിന്റെ പോലെയുള്ളവരുമാണ് ഇതിന്റെ കാരണം. ನೀನು ನಿನ್ನಂತೆ ಇರುವವರಿಂದಲೇ ಈ ರೀತಿ ಆಗುತ್ತಿರುವುದು ಎಂಬುದಾಗಿ ദൈവം ಹೇಳಿದರು. എന്നോട് നേരിട്ട് സംസാരിച്ചതാ. ದೇವರು ನನ್ನ ಹತ್ರ ಡೈರೆಕ್ಟ್ ಆಗಿ ಮಾತಾಡಿದರು. അടുത്ത ഒരു ചോദ്യം കൂടെ എന്നോട് ചോദിച്ചു. ನನ್ನ ಹತ್ರ ಇನ್ನೊಂದು ಪ್ರಶ್ನೆಯನ್ನು ದೇವರು ಕೇಳಿದರು. മാനസാന്തരപ്പെടാൻ തയ്യാറാണോ? ಮಾನಸಾಂತರ ಹೊಂದಲು ನೀನು ತಯಾರಾಗಿದ್ದೀಯಾ? ഞാൻ ദൈവത്തോട് പറഞ്ഞു തയ്യാറല്ല. ನಾನು ಹೇಳಿದೆ ದೇವರಿಗೆ ತಯಾರಲ್ಲ ನಾನು. എന്റെ അപ്പനുമായിട്ടല്ലേ വഴക്ക്, വേറെ ആർക്കും പ്രശ്നമില്ലല്ലോ. ನಾನು ಜಗಳ ಮಾಡ್ತಿರೋದು ನನ್ನ ತಂದೆ ಹತ್ರ ಅಲ್ವಾ, ಬೇರೆಯವರ ಹತ್ರ ಅಲ್ವಲ್ಲ. മാനസാന്തരപ്പെടാൻ തയ്യാറാണോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ തയ്യാറല്ലെന്നും പറഞ്ഞു. ದೇವರು ನನಗೆ ಕೇಳಿದ್ದರು ನೀನು ಮಾನಸಾಂತರ ಹೊಂದಲು ತಯಾರ ಎಂಬುದಾಗಿ. ನಾನು ಹೇಳಿದೆ ನಾನು ತಯಾರಲ್ಲ ಎಂಬುದಾಗಿ. ഒരല്പസമയം ഞാൻ ഇവിടുന്ന് അങ്ങോട്ടും സംസാരിക്കുന്നില്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് ദൈവശബ്ദം കേൾക്കുന്നില്ല. ನಾನು ಸ್ವಲ್ಪ ಸಮಯ ನಾನು ದೇವರ ಹತ್ರನೂ ಮಾತಾಡ್ಲಿಲ್ಲ, ದೇವರು ನನ್ನ ಹತ್ರನೂ ಮಾತಾಡ್ಲಿಲ್ಲ. ദൈവം എന്നെ ഒരു ദർശനം കാണിച്ചു. ದೇವರು ನನಗೆ ಒಂದು ದರ್ಶನವನ್ನು ಕೊಟ್ಟರು. ഒരു കുശവൻ കലമുണ്ടാക്കുന്ന ആള്, ಒಬ್ಬ പോട്ടർ, കലമുണ്ടാക്കുന്ന ആള്, ಕುಂಬಾರನು. അദ്ദേഹത്തിന്റെ ഫ്രണ്ടിൽ ഒരു ചക്രം കറങ്ങുന്നുണ്ട്. ಅವನ ಮುಂದೆ ಒಂದು ಚಕ್ರವು ತಿರುಗುತ್ತಿದೆ. കുറച്ച് മണ്ണ് ആ ചക്രത്തിന്റെ പുറത്ത് സൈഡിലിരിക്കുക. ಸ್ವಲ್ಪ ಮಣ್ಣು ಆ ಚಕ್ರದ ಪಕ್ಕದಲ್ಲಿದೆ. ചക്രം കറങ്ങുന്നുണ്ട്, കുശവൻ നോക്കിയിരിക്കുക. ಚಕ್ರ ತಿರುಗುತ್ತಿದೆ, ಆದರೆ ಕುಂಬಾರನು ನೋಡ್ಕೊಂಡು ಕುತ್ಕೊಂಡಿದ್ದಾನೆ. ഉടനെ ഒരു ശബ്ദം ഞാൻ കേൾക്കുക. ಆಗ ಒಂದು ಶಬ್ದ ನಾನು ಕೇಳ್ತಾ ಇದ್ದೀನಿ. ദൈവം എന്നോട് ചോദിക്കുക, ದೇವರು ನನಗೆ ಪ್ರಶ್ನಿಸಿದರು, ഈ മണ്ണ് ചാടി ഈ കറങ്ങുന്ന ചക്രത്തിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഒന്ന് കാണിച്ചാൽ കലമാകുമോ? ಈ ಮಣ್ಣು ಸ್ವತಃವಾಗಿ ಅದೇ ಎಗುರುಕೊಂಡು ಈ ಚಕ್ರದ ಮೇಲೆ ಕುತ್ಕೊಂಡು ಹಿಂಗ್ ತಿರುಗಿದರೆ ಅದು ಒಂದು ಸೂಕ್ತವಾದ ಒಂದು ಪಾತ್ರೆ ಆಗುತ್ತೆ ಎಂಬುದಾಗಿ. ഞാൻ പറഞ്ഞു ഇല്ല. ನಾನು ಹೇಳ್ದೆ ಇಲ್ಲ, ಆಗೋದಿಲ್ಲ. മാനസാന്തരപ്പെടാൻ തയ്യാറാണെന്ന് ചോദിച്ച സൗകര്യം ഇല്ലെന്ന്, മനസ്സില്ലെന്നും പറഞ്ഞ് ഞാൻ പേടിച്ചിരിക്കുക. ಮಾನಸಾಂತರ ಒಂದು ನೀನು ತಯಾರ ಎಂದು ದೇವರು ಕೇಳಿದಾಗ ನಾನು ಎದುರುಕೊಂಡು ಕುತ್ಕೊಂಡಿದ್ದೀನಿ, ನಾನು ತಯಾರಲ್ಲ ಅಂತ ಉತ್ತರ ಕೊಟ್ಟಿದ್ದಕ್ಕೆ. ദൈവം എന്നോട് പറഞ്ഞു, നീ പറഞ്ഞ ഉത്തരം ശരിയാ. ದೇವರು ಹೇಳಿದರು ನೀನು ಹೇಳಿದ ಉತ್ತರ ಸರಿ. നിനക്ക് നന്നാകാൻ സാധ്യമല്ല, ನಿನಗೆ ಒಳ್ಳೆಯವನಾಗಲಿಕ್ಕೆ ಸಾಧ್ಯವಲ್ಲ, പക്ഷെ എനിക്ക് നിന്നെ നന്നാക്കാൻ കഴിയും. ಆದ್ರೆ ನನಗೆ ನಿನ್ನನ್ನು ಒಳ್ಳೆಯವನಾಗಿ ಮಾಡಲಿಕ್ಕೆ ಸಾಧ್ಯ. അന്ന് തുടങ്ങി വചന വെളിപ്പാടിന്റെ പുതിയൊരു മേഖല ദൈവം എനിക്ക് ഓപ്പൺ ചെയ്തു. ಆ ದಿನದಿಂದ ವಚನದ ಒಂದು ಹೊಸ ಪ್ರಕಟಣೆಯನ್ನು ದೇವರು ಕೊಡಲಿಕ್ಕೆ ಪ್ರಾರಂಭ ಮಾಡಿದರು. സകല സഭകളുടെയും ദൈവദാസന്മാരുടെയും പരാജയത്തിന്റെ രഹസ്യം ദൈവാത്മ പൊട്ടിക്കാൻ തുടങ്ങി. ಅನೇಕ ಸಭೆಗಳೆದು ಅನೇಕ ದೇವದಾಸರ ಸೋಲಿನ ಕಾರಣ ಏನು ಎಂಬುದಾಗಿ ಕರ್ತನು ಪ್ರಕಟಿಸಲು ಪ್ರಾರಂಭ ಮಾಡಿದರು. കള്ളൻ കപ്പലിൽ തന്നെയാണെന്ന് ദൈവം എന്നോട് പറഞ്ഞു. ಕಳ್ಳನು ನಮ್ಮ ಸ್ವಂತ ಹಡಗಿನಲ್ಲಿಯೇ ಇದ್ದಾನೆ ಎಂಬುದಾಗಿ ಕರ್ತನು ಹೇಳಲಿಕ್ಕೆ ಪ್ರಾರಂಭ ಮಾಡಿದರು. ഞാൻ നിന്നെ നടത്താതെ നീ നിന്നെ നടത്തുന്നതാണ് പരാജയം. ನಾನು ನಿನ್ನನ್ನು ನಡೆಸಾದೆ ನೀನು ನಿನ್ನನ್ನೇ ಸ್ವತಃವಾಗಿ ನಡೆಸುವುದರಿಂದಲೇ ನಿನಗೆ ಸೋಲು ಉಂಟಾಗುವುದು. ആർക്കും മനസ്സിലായില്ലല്ലോ? ಯಾರಿಗೂ ಅರ್ಥ ಆಗ್ಲಿಲ್ಲ ಅಲ್ಲ? നമ്മൾ ഗതി മുട്ടിക്കഴിയുമ്പോ ദൈവാലോചന ചോദിക്കും. ನಮಗೆ ಯಾವ ಗತಿ ಇಲ್ಲದೆ ಇರುವಾಗ ನಾವು ದೇವರ ಹತ್ರ ಆಲೋಚನೆ ಕೇಳುತ್ತೇವೆ. അതുവരെ സ്വന്തം കഴിവിലും സ്വന്തമായ ബലത്തിലും സ്വന്തമായ അറിവിലും ഒക്കെ ആശ്രയിച്ച് മുമ്പോട്ട് പോകും. ಅಲ್ಲಿ ತನಕ ನಾವು ಸ್ವಬುದ್ಧಿಯಲ್ಲಿಯೂ ಸ್ವಂತ ವಿವೇಕದಲ್ಲಿಯೂ ಸ್ವಂತ ಶಕ್ತಿಯಲ್ಲಿಯೂ ಆಧಾರ ಮಾಡಿಕೊಂಡು ಮುಂದೆ ಹೋಗುತ್ತೇವೆ. ഒരു പരിധി വരെ വിജയിക്കും. ಸ್ವಲ್ಪ ಸಮಯ ನಾವು ಗೆಲ್ತೀವಿ, അപ്പൊ വീണ്ടും നമ്മൾ അങ്ങ് ചാർജ് ആവും. ಆಗ ನಾವು ಇನ್ನೂ ಸ್ವಲ್ಪ ಚಾರ್ಜ್ ಆಗ್ತೀವಿ. സക്സസ് ആകുന്നുണ്ട്, വിജയിക്കുന്നുണ്ട്. ಇದೆಲ್ಲ ಜಯವಾಗ್ತಿದೆ, ನನ್ನ ಬುದ್ಧಿಯಲ್ಲಿಯೇ ನಾವು ನಡೆಯುತ್ತಿದ್ದೇನೆ ಎಂಬುದಾಗಿ. ഇങ്ങനെയാണ് ഒരിക്കൽ ബാബേൽ കോട്ട പണിത്. ಇದೇ ರೀತಿಯಲ್ಲಿ ಒಂದು ಕಾಲದಲ್ಲಿ ಬಾಬೇಲ್ ಕೋಟೆ ಕಟ್ಟಿದ್ದು. കുറെ പണിത് കഴിഞ്ഞപ്പോ ദൈവം ഇടിച്ചു മൊത്തം തകർത്തു. ಬಾಬೇಲ್ ಕೋಟೆಯನ್ನು ಕಟ್ಟಿದ ನಂತರ ದೇವರು ಅದನ್ನು ನಾಶ ಮಾಡಿದರು. ഈ പകൽ സകല പരാജയത്തിന്റെ ഉത്തരവാദി ഞാനും നിങ്ങളും തന്നെയാണ്. ಈ ಬೆಳಗಿನ ಜಾವದಲ್ಲಿ ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಸಂಭವಿಸಿದ ಎಲ್ಲ ಸೋಲಿಗೂ ಕಾರಣ ನಾನು ನೀವೇ ಆಗಿದ್ದೇವೆ. ഈ പകൽ ദൈവത്തോട് സമ്മതിച്ചാൽ ദൈവം നമുക്ക് വേണ്ടി യുദ്ധത്തിനിറങ്ങും. ಈ ಬೆಳಗ್ಗೆ ನಾವು ದೇವರ ಸಮ್ಮುಖದಲ್ಲಿ ಅಂಗೀಕರಿಸಿದರೆ ದೇವರು ನಮಗೋಸ್ಕರ ಯುದ್ಧ ಮಾಡುತ್ತಾನೆ. ഇന്ന് പകലും രാത്രിയും കൊണ്ട് ഇത് തീരത്തില്ല. വിഷയങ്ങൾ വളരെ തെളിവുകൾ ഇതിനകത്ത് കിടപ്പുണ്ട്. ಇಂದು ಬೆಳಗಿನ ಜಾವದಲ್ಲಿಯೂ ರಾತ್ರಿಯ ಜಾವದಲ್ಲಿ ಇರುವ ಸೇವೆಯಲ್ಲಿ ನಾನು ಇದನ್ನು ಪ್ರಸಂಗಿಸಿದರೆ ಇದು ಮುಕ್ತಾಯವಾಗುವುದಿಲ್ಲ. ಅನೇಕ ವಿಷಯಗಳು ಇದರಲ್ಲಿ ಇದೆ. പത്രോസിനെ കുറിച്ച് ഒരു ഭാഗം കൂടെ നമുക്കൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ಪೇತ್ರನ ಕುರಿತಾಗಿರುವ ಇನ್ನೊಂದು ಭಾಗವನ್ನು ಕೂಡ ನಾವು ಯೋಚಿಸಬೇಕು. ലൂക്കോസിന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം, ಲೂಕನು ಬರೆದ ಸುವಾರ್ತೆ 5ನೇ ಅಧ್ಯಾಯ, അതിന്റെ 8-ാമത്തെ വാക്യം ആദ്യം ഒന്ന് വായിക്കണം. ಅದರ 8ನೇ ವಾಕ್ಯವನ್ನು ನಾವು ಮೊದಲನೇದಾಗಿ ಓದೋಣ. ಸೀಮೋನ್ ಪೇತ್ರನು ಇದನ್ನು ಕಂಡು ಯೇಸುವಿನಿಗೆ ಮೊಳಗಾಲು ಬಿದ್ದು, ಸ್ವಾಮಿ, ನಾನು ಪಾವಾತ್ಮನು, ನನ್ನನ್ನು ಬಿಟ್ಟು ಹೋಗಬೇಕು ಅಂದನು. മതി. ഇദ്ദേഹം രാത്രി മുഴുവൻ
മീൻപിടുത്തമായിരുന്നു, പക്ഷെ ഒന്നും കിട്ടിയില്ലെന്നുള്ളതാണ് പരമാർത്ഥം. ಈತನು ರಾತ್ರಿ ಎಲ್ಲ ಮೀನು ಹಿಡಿಯಲು ಪ್ರಯತ್ನ ಪಟ್ಟನು, ಆದರೆ ಯಾವ ಮೀನು ಸಿಗಲಿಲ್ಲ ಎಂಬುದಾಗಿ ನಾವಿಲ್ಲಿ ನೋಡುತ್ತೇವೆ. പക്ഷെ യേശു പറഞ്ഞിട്ട് അദ്ദേഹം വല വീശി, പടക് നിറഞ്ഞു, വളരെ സന്തോഷമായി അദ്ദേഹത്തിന്. ಆದರೆ ಯೇಸು ಹೇಳಿದ ಮಾತಿಗೆ ಮೀರಾಗಿ ಆತನು ಬಲೆಯನ್ನು ಹಾಕಿದನು, ಮೀನು ಬಹಳವಾಗಿ ಸಿಕ್ಕಿತ್ತು, ಆತನು ಸಂತೋಷವಾಗಿದ್ದಾನೆ. പടക് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയാ, യേശുവേ നീ എന്നെ വിട്ടുപോണം, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്. ದೋಣಿ ತುಂಬಿದ ನಂತರ ಈ ಸೀಮೋನನು ಹೇಳುತ್ತಿದ್ದಾನೆ, ಯೇಸುವೇ ನೀನು ನನ್ನನ್ನು ಬಿಟ್ಟು ಹೋಗು, ನಾನು ಪಾಪಿಯಾದ ವ್ಯಕ್ತಿ ಎಂಬುದಾಗಿ. എന്റെ ചോദ്യം, ನನ್ನ ಪ್ರಶ್ನೆ, ഇദ്ദേഹം 10 കൽപ്പനകളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും തെറ്റിച്ചിട്ടാണോ നേരം വെളുക്കുന്നവരെ വല വീശിയത്? ಈತನು 10 ಕಟ್ಟಳೆಗಳಲ್ಲಿ ಒಂದಾದ್ರೂ ಒಂದು ಕಟ್ಟಳೆಯನ್ನು ತಪ್ಪು ಮಾಡಿ ಅಲ್ವಾ ಈತನು ಬೆಳಗಿನವರೆಗೂ ಮೀನನ್ನು ಹುಡುಕುತ್ತಾ ಇದ್ದಿದ್ದು? അദ്ദേഹം ചെയ്ത മാരകമായ പാപം എന്താ? ಆತನು ಮಾಡಿದ ಮಾರಕವಾದ ಪಾಪ ಯಾವುದು? 5ാമത്തെ വാക്യത്തിലുണ്ട്. 5ನೇ ವಾಕ್ಯದಲ್ಲಿದೆ. മതി. എന്തെങ്കിലും മനസ്സിലായോ അദ്ദേഹത്തിന്റെ പാപം? ಯಾರಿಗಾದ್ರೂ ಅರ್ಥ ಆಯ್ತಾ ಆತನು ಏನು ಪಾಪ ಮಾಡಿದೆ ಎಂಬುದಾಗಿ? തനിക്ക് അറിയാവുന്ന ഒരു തൊഴില്, താൻ ഇതുവരെ ചെയ്തു വന്ന ഒരു കാര്യം, തൻ്റെ സ്വന്തം അറിവിൽ, തൻ്റെ സ്വന്തം എക്സ്പീരിയൻസിൽ അദ്ദേഹം നേരം വെളുക്കുന്നവരെ ചെയ്തു. പരാജയമാണ്. തൻ്റെ സ്വന്തം അറിവ്, തൻ്റെ സ്വന്തം ബലം, തൻ്റെ സ്വന്തം നിയോഗം, ഇതാണ് അദ്ദേഹത്തിന് മനസ്സിലായ മാരകമായ പാപം. ಆಮೇಲೆ ಪೇತ್ರನು ತನ್ನ ಸ್ವಂತ ಕೆಲಸವನ್ನು ತನ್ನ ಸ್ವಂತ ಎಕ್ಸ್ಪೀರಿಯನ್ಸಿನಿಂದ ಇಷ್ಟು ವರ್ಷ ಮಾಡ್ಕೊಂಡು ಹೋದ. ಅದೇ ರೀತಿಯಲ್ಲಿ ಅದೇ ಇಂದಿನ ದಿವಸ ರಾತ್ರಿಯಲ್ಲಿಯೂ ಕೂಡ ಮೀನು ಹಿಡಿಯಲು ತನ್ನ ಸ್ವಂತ ಬುದ್ಧಿಯಿಂದ ಹೋದ. ಅದೇ ತಪ್ಪನ್ನು ಇಲ್ಲಿ ಪೇತ್ರನು ಹೇಳುತ್ತಾ ಇರುವುದು. അദ്ദേഹം കർത്താവിന്റെ വേല ചെയ്യാനുള്ള ആള്. 10ാം വാക്യത്തിൽ അങ്ങനെ പറയുന്നുണ്ട്, നീ ഇനിയും മത്സ്യത്തെ അല്ല മനുഷ്യരെ പിടിക്കുന്നവനാകും. 10ನೇ ವಾಕ್ಯದಲ್ಲಿ ದೇವರು ಆತನ ಕುರಿತಾಗಿ ಹೇಳುತ್ತಿದ್ದಾನೆ, ನೀನು ಮೀನು ಹಿಡಿಯುವವನಲ್ಲ, ನೀನು ಮನುಷ್ಯರನ್ನು ಹಿಡಿಯುವವನಾಗಿ ಎಂದು ಹೇಳುತ್ತಾನೆ. അദ്ദേഹത്തെ വലിയൊരു കാര്യം ദൈവം പഠിപ്പിക്കുക. ದೇವರು ಅವನನ್ನು ದೊಡ್ಡ ಒಂದು ಕಾರ್ಯವನ್ನು ಹೇಳಿಕೊಡ್ತಾ ಇದ್ದಾರೆ. നിനക്കറിയാവുന്ന കാര്യമാണെങ്കിലും നിന്റെ സ്വന്തം വിവേകത്തിൽ അധ്വാനിച്ചാൽ ഒരെണ്ണത്തെ പോലും നിനക്ക് കിട്ടത്തില്ലെന്ന്. ನಿನಗೆ ಗೊತ್ತಿರುವ ಕೆಲಸವಾದರೂ ಕೂಡ ನೀನು ಸ್ವಬುದ್ಧಿಯನ್ನು ಆಧಾರ ಮಾಡಿಕೊಂಡು ಮಾಡಿದರೆ ನಿನಗೆ ಯಾವ ಮೀನು ಸಿಗೋದಿಲ್ಲ ಎಂಬುದಾಗಿ ಇಲ್ಲಿ ಹೇಳುತ್ತಾ ಇದ್ದಾರೆ. നിനക്കറിയാവുന്ന കാര്യമാണെങ്കിലും എന്റെ വാക്കിനെ അത് ചെയ്യാവൂ. ನಿನಗೆ ಗೊತ್ತಿರುವ ಕೆಲಸವಾದರೂ ನನ್ನ ಮಾತಿಗೆ ನೀನು ಅದನ್ನು ಮಾಡಬೇಕು. കുറേശ്ശെ നമുക്ക് മനസ്സിലായി വരുന്നുണ്ടല്ലോ. ಸ್ವಲ್ಪ ಸ್ವಲ್ಪ ಅರ್ಥ ಆಗ್ತಾ ಬರ್ತಿದೆಯಲ್ಲ? നമ്മുടെ പരാജയത്തിന്റെ കാരണം മനസ്സിലാവുന്നുണ്ടല്ലോ. ನಮ್ಮ ಸೋಲಿಗೆ ಕಾರಣ ಅರ್ಥ ಆಗ್ತಿದೆಯಲ್ಲ? നമുക്ക് ദൈവം പല സ്കില്ലും ദൈവം തന്നിട്ടുണ്ട്. ದೇವರು ನಮಗೆ ಅನೇಕ ಕೌಶಲ್ಯಗಳನ್ನು ಕೊಟ್ಟಿದ್ದಾರೆ, കൃപാവരങ്ങൾ തന്നിട്ടുണ്ട്, ಕೃಪೆಗಳನ್ನು ಕೊಟ್ಟಿದ್ದಾರೆ, കഴിവുകൾ പലതാ ദൈവം നമ്മുടെ മുമ്പിൽ ഒരുക്കിയിട്ടിരിക്കുന്നത്, ಅನೇಕ ಟ್ಯಾಲೆಂಟ್ಸ್ ಗಳನ್ನು ಕೊಟ್ಟಿದ್ದಾರೆ. പക്ഷേ അത് നമ്മുടെ സ്വന്തം റിസ്കിൽ ചെയ്യാൻ അനുവാദമില്ല. ಆದರೆ ಅದನ್ನು ನಮ್ಮ ಸ್ವಂತ ರಿಸ್ಕಿನಲ್ಲಿ ಮಾಡಲಿಕ್ಕೆ ಅನುಮತಿ ಕೊಟ್ಟಿಲ್ಲ. നിന്റെ വാക്കിന് എനിക്കറിയാവുന്ന പണി ഞാൻ ചെയ്യാവുന്ന, ನಿನ್ನ ಮಾತಿಗೆ ನನಗೆ ಗೊತ್ತಿರುವ ಕೆಲಸ ನಾನು ಮಾಡ್ತೇನೆ. അല്ലാതെ ഇന്നലെ വീശിയപ്പോൾ മീൻ കിട്ടിയെന്ന് പറഞ്ഞ് ഇന്ന് ചെയ്യാൻ അനുവാദമില്ല. ನಿನ್ನೆ ನಾನು ಬಲೆ ಬೀಸಿದಾಗ ಮೀನ್ ಸಿಕ್ತು ಅಂತ ಹೇಳ್ಕೊಂಡು ಇವತ್ತು ನಾನು ಬೀಸೋದಲ್ಲ. ഞാൻ പലയിടത്തും പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. ನಾನು ಹಲವು ಕಡೆ ಹೇಳುವ ಒಂದು ಉದಾಹರಣೆ ಇದೆ. നമ്മൾ സ്കൂളിൽ അസംബ്ലിക്ക് ലൈനായിട്ട് നിൽക്കാറുണ്ട്. ನಾವು ಸ್ಕೂಲಿನಲ್ಲಿ ಅಸೆಂಬ್ಲಿಗೆ ನಾವು ಸ್ಟ್ರೈಟ್ ಲೈನ್ ಅಲ್ಲಿ ನಿಂತ್ಕೊಳ್ತೀವಿ. ഈശ്വര പ്രാർത്ഥന എല്ലാം കഴിഞ്ഞതിന് ശേഷം ನಾವು ಅಲ್ಲಿ ಭಕ್ತಿ ಪ್ರಾರ್ಥನೆ ನಂತರ അല്ലെങ്കിൽ അതിന് മുൻപോ ಅದಕ್ಕೂ ಮುಂಚೆಯೋ ലീഡർ വന്ന് ആ ഫ്രണ്ടിൽ നിൽക്കാറുണ്ട്. ಲೀಡರ್ ಬಂದು ನಮ್ಮ ಮುಂದೆ ನಿಂತ್ಕೊಳ್ತಾರೆ. അദ്ദേഹം പറയും അറ്റൻഷൻ. ಆತನ ಹೇಳ್ತಾನೆ ಅಟೆನ್ಷನ್, ಸ್ಟ್ಯಾಂಡರ್ಡೀಸ್. ഇത് പല അസംബ്ലിക്കും അദ്ദേഹം പറയാറുണ്ട്. ಈ ತರ ಅನೇಕ ಅಸೆಂಬ್ಲಿಗಳಲ್ಲಿ ಆತನು ಹೇಳುತ್ತಾನೆ. ലീഡർ പറയുന്ന സമയത്ത് എല്ലാവരും അതുപോലെ തന്നെ ചെയ്യാറുണ്ട്. ಆ ಲೀಡರ್ ಆ ರೀತಿಯಲ್ಲಿ ಹೇಳುವಾಗ ಎಲ್ಲರೂ ಅದನ್ನು ಫಾಲೋ ಮಾಡ್ತಾರೆ. ഒരിക്കൽ ഈ ലീഡറിനോട് ഒരു അല്പം ദേഷ്യമുള്ള ഒരു പയ്യൻ പറഞ്ഞു, ಒಂದು ದಿವಸ ಈ ಲೀಡರ್ನ ಮೇಲೆ ಸ್ವಲ್ಪ ಸಿಟ್ಟಿರುವ ಒಬ್ಬ ಹುಡುಗ ಹೇಳ್ತಾನೆ, ഇനി നീ പറയണ്ട, ನೀನ್ ನಿನ್ ಮೇಲೆ ಹೇಳ್ಬೇಡ, നീ പറയാതെ തന്നെ എനിക്ക് ചെയ്യാൻ അറിയാം. ನೀನ್ ಹೇಳ್ದಿಲ್ದಂಗೆ ನನಗೆ ಮಾಡಕ್ ಗೊತ್ತು. ഈ ലീഡർ പറയാതെ ഇവൻ ഇവിടെ കടന്നുകൊണ്ട് ഈ പണി കാണിച്ചാൽ അത് ಈ ಲೀಡರ್ ಸ್ಟ್ಯಾಂಡರ್ಡೀಸ್ ಅಟೆನ್ಷನ್ ಅಂತ ಹೇಳ್ದಿಲ್ದಂಗೆ ಇವನು ಸುಮ್ಮನೆ ನಿಂತ್ಕೊಂಡು ಹಿಂಗೆ ಮಾಡಿದರೆ പടക്കം പൊട്ടുന്ന പോലെ കിട്ടും അടി. ಆಮೇಲೆ ಜೋರಾಗಿ ಓದೇ ಸಿಗುತ್ತೆ ಅವನಿಗೆ. ഇത് തന്നെയാണ് നമ്മൾ കാണിക്കുന്നത്. ಇದೇ ರೀತಿಯೇ ನಾವು ಮಾಡೋದು. എനിക്കറിയാം, ನನಗೆ ಗೊತ್ತು, നീ പറയണ്ട, ನೀನ್ ಹೇಳ್ಬೇಡ. എത്ര പേർക്ക് കാര്യം മനസ്സിലാവുന്നു? ಜನರಿಗೆ ಅರ್ಥ ಆಗ್ತಿದೆ.
ആമേൻ പറയാൻ തയ്യാറാണോ? ಆಮೇಲೆ ಹೇಳಲಿಕ್ಕೆ ಸಿದ್ಧರಾಗಿದ್ದೀರಾ? നമ്മുടെ പരാജയത്തിന്റെ കാരണങ്ങളെ വചനത്തിലൂടെ ദൈവാത്മ പൊളിക്കുക. ನಮ್ಮ ಸೋಲುಗಳಿಗೆ ಕಾರಣವಾದದನ್ನು ವಚನದಿಂದ ಕರ್ತನು ಇಂದು ತಿಳಿದುಪಡಿಸುತ್ತಿದ್ದಾನೆ. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. ಸ್ವಬುದ್ಧಿಯನ್ನು ಆಧಾರ ಮಾಡಿಕೊಳ್ಳಬಾರದು. വിവേകം നല്ലതാണ്, പക്ഷെ സ്വന്തം വിവേകത്തിൽ ആശ്രയിപ്പാൻ അനുവാദമില്ല. ಬುದ್ಧಿಯು ಬಹಳವಾಗಿ ಅಮೂಲ್ಯವಾದದ್ದು, ಆದರೆ ಸ್ವಬುದ್ಧಿಯನ್ನು ನಾವು ಆಧಾರ ಮಾಡಿಕೊಳ್ಳಬಾರದು. അപ്പോൾ ഇതിന്റെ കറക്റ്റ് പോയിന്റിലേക്ക് നമ്മൾ എത്തും. അപ്പോഴേ കുറെ കൂടെ കാര്യം മനസ്സിലാവുള്ളൂ. ಇದರ ಕರೆಕ್ಟ್ ಆಗಿರುವ ಒಂದು ಪಾಯಿಂಟ್ ಅಲ್ಲಿ ಬಂದು ನಾವು ನಿಲ್ಲುತ್ತೇವೆ, ಆಗ ನಿಮಗೆ ಇನ್ನೂ ಹೆಚ್ಚಾಗಿ ಪ್ರಕಟವಾಗುತ್ತದೆ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ ഒന്ന് പഠിക്കുക. ನಾವು ನಮ್ಮ ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನನ್ನು ಕಲಿಯೋಣ. യേശു ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ಯೇಸು ಸ್ವಾಮಿ ಭೂಮಿಯಲ್ಲಿದ್ದಾಗ ಹೇಳಿದ ಒಂದು ಕಾರ್ಯವಿದೆ. യോഹന്നാൻ 12 അധ്യായം ಯೋಹನಾನನು 12ನೇ ಅಧ್ಯಾಯ, അതിന് 49, 50 ವಾಕ್ಯങ്ങൾ. ಅದರ 49, 50ನೇ ವಾಕ್ಯ. ಯಾಕೆಂದ್ರೆ ನನ್ನಷ್ಟಕ್ಕೆ ನಾನೇ ಮಾತಾಡುವನಲ್ಲ, ನನ್ನನ್ನು ಕಳುಹಿಸಿಕೊಟ್ಟ ತಂದೆಯೇ ನೀನು ಇಂದಿನವನೊಂದು ಹೇಳಬೇಕು, ಹೀಗೆ ಮಾತಾಡಬೇಕು ಎಂಬುದಾಗಿ ನನಗೆ ಆಜ್ಞೆ ಕೊಟ್ಟಿದ್ದಾನೆ. ಆತನ ಆಜ್ಞೆ ನಿತ್ಯ ಜೀವವಾಗಿದೆ ಎಂದು ಬಲ್ಲೆನು. ಆದದ್ರಿಂದ ನಾನು ಮಾತಾಡುವುದೆಲ್ಲ ತಂದೆ ನನಗೆ ಹೇಳಿದ ಮೇರೆಗೆ ಮಾತಾಡುತ್ತೇನೆ ಅಂದನು. മതി. നമ്മുടെ യേശു കർത്താവ് ദൈവപുത്രനാണ്, ദൈവമാണ്. പിതാവിന്റെ ആ തനിമ അതുപോലെ വെളിപ്പെടുത്താൻ ഭൂമിയിൽ വന്ന ആളാണ്. ನಮ್ಮ ಯೇಸು ಕ್ರಿಸ್ತನು ದೇವಪುತ್ರನಾಗಿದ್ದಾನೆ, ಆತನು ದೇವರಾಗಿದ್ದಾನೆ. ತಂದೆಯ ಅದೇ ರೀತಿಯಾಗಿ ಭೂಲೋಕದಲ್ಲಿ ಪ್ರಕಟಪಡಿಸಲು ಆತನು ಭೂಲೋಕಕ್ಕೆ ಬಂದಿದ್ದಾನೆ. പിതാവായ ദൈവം സകലത്തെ ഇവന്റെ കാൽ കീഴാക്കി കൊടുത്തിരിക്കുന്നു. ತಂದೆಯಾದ ದೇವರು ಎಲ್ಲವನ್ನು ಆತನ ಪಾದಪೀಠ ಕೆಳಗೆ ಮಾಡಿಕೊಟ್ಟಿದ್ದಾರೆ. സകലത്തിന്റെ മേലും ಈ പുത്രന് അധികാരം കൊടുത്തിരിക്കുന്നു. ಎಲ್ಲದರ ಮೇಲೆಯೂ ಈ ಪುತ್ರನಿಗೆ ಅಧಿಕಾರವನ್ನು ಕೊಟ್ಟಿದ್ದಾನೆ. വിളിക്കപ്പെടുന്ന സകല നാമത്തിലും മേലായ നാമം ഇവന് നൽകിയിരിക്കുന്നു. ಎಲ್ಲ ನಾಮಕ್ಕಿಂತಲೂ ಮೇಲಾದ ನಾಮವನ್ನಾಗಿ ಮಾಡಿಕೊಟ್ಟಿದ್ದಾನೆ. ആ കർത്താവ് ഭൂമിയിൽ നിന്നുകൊണ്ട് പറയാ, ഞാൻ സ്വയമായിട്ടൊന്നും സംസാരിക്കത്തില്ല. ಆ ಕರ್ತನು ಭೂಮಿಯ ಮೇಲೆ ನಿಂತುಕೊಂಡು ಹೇಳುತ್ತಿದ್ದಾನೆ, ನಾನು ಸ್ವಂತವಾಗಿ ಏನು ಮಾಡುತ್ತಿಲ್ಲ ಎಂಬುದಾಗಿ. എന്താ? കഴിവില്ലാഞ്ഞിട്ടാ? ಕರ್ತನಿಗೆ ಯೋಗ್ಯತೆ ಇಲ್ಲದ ಕಾರಣವಾ? അറിവില്ലാഞ്ഞിട്ടാ? ಆತನಿಗೆ ಬುದ್ಧಿ ಇಲ್ಲದ ಕಾರಣವಾ? അധികാരമില്ലാത്തതുകൊണ്ടാണോ? ಆತನಿಗೆ ಅಧಿಕಾರವಿಲ್ಲದ ಕಾರಣವಾ? തൻ്റെ സ്വയത്തിൽ, സ്വന്തം വിവേകത്തിൽ, സ്വന്തം കഴിവിൽ, സ്വന്തം അറിവിൽ യേശു കർത്താവ് ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല. ತನ್ನ ಸ್ವಯಂನಲ್ಲಿ, ತನ್ನ ಸ್ವಯಂ ಬುದ್ಧಿಯಲ್ಲಿ, ತನ್ನ ಸ್ವಂತ ಅರಿವಿನಲ್ಲಿ ಆತನು ಎಂದಿಗೂ ಡಿಪೆಂಡೆಂಟ್ ಆಗಿರಲಿಲ್ಲ. ഇനി യേശു പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്ന കേൾക്ക്. ಇನ್ನು ಯೇಸು ಸ್ವಾಮಿ ಪವಿತ್ರಾತ್ಮನ ಕುರಿತಾಗಿ ಹೇಳುವುದನ್ನು ನೋಡಿ. 16 അധ്യായം 13 വാക്യം. യോഹന്നാൻ 16:13. ಯೋಹಾನನು 16ನೇ ಅಧ್ಯಾಯ 13ನೇ ವಾಕ್ಯ. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ಸತ್ಯದ ಆತ್ಮನು ಬಂದಾಗ ಆತನು ನಿಮಗೆ ನಡೆಸಿಕೊಂಡು ಹೋಗಿ ಸಕಲ ವಿಷಯದಲ್ಲಿಯೂ ಸತ್ಯಕ್ಕೆ ಸೇರಿಸುವನು. അടുത്ത ലൈൻ നോക്കിക്കേ. ಆತನು ತನ್ನಷ್ಟಕ್ಕೆ ತಾನೇ ಮಾತಾಡದೆ ಹೇಳಿದ ಮಾತುಗಳನ್ನೇ ಆಡುವನು ಮತ್ತು ಮುಂದಾಗುವ ಸಂಗತಿಗಳನ್ನು ನಿಮಗೆ. പരിശുദ്ധാത്മാവ് ദൈവമാണ്, പക്ഷേ താൻ സ്വയമായി സംസാരിക്കുന്നില്ല. ಪವಿತ್ರಾತ್ಮನು ದೇವರಾಗಿದ್ದಾನೆ, ಆದರೆ ತನ್ನಿಷ್ಟಕ್ಕೆ ತಾನು ಮಾತಾಡುವುದಲ್ಲ. നമ്മൾ അതിനേക്കാളൊക്കെ വലിയ പുള്ളികളാണ്. ನಾವು ಇದಕ್ಕಿಂತ ಎಲ್ಲ ದೊಡ್ಡ ವ್ಯಕ್ತಿಗಳಾಗಿದ್ದೇವೆ. എനിക്കറിയാം. ನನಗೆ ಗೊತ್ತು. ഞാനൊന്ന് ആലോചിക്കട്ടെ. ನಾನು ಯೋಚನೆ ಮಾಡ್ತೀನಿ. ഞാൻ ആലോചിച്ചിട്ട് നാളെ പറയാം. ನಾನು ಯೋಚನೆ ಮಾಡಿ ನಾಳೆ ಹೇಳ್ತೀನಿ. ഇതെന്താ യേശുവിനെ ആലോചിക്കാൻ സമയമില്ലേ? ಯಾಕೆ ಯೇಸು ಸ್ವಾಮಿಗೆ ಆಲೋಚನೆ ಮಾಡಲು ಸಮಯ ಇಲ್ವಾ? എന്താ പരിശുദ്ധാത്മാവിനെ ആലോചിച്ച എന്താ തെറ്റാണോ? ಪರಿಶುದ್ಧಾತ್ಮನ ಆಲೋಚನೆ ಮಾಡಿದ್ರೆ ತಪ್ಪ? അപ്പൊ നമ്മൾ യേശുവിനേക്കാളും പരിശുദ്ധാത്മാവിനേക്കാളും വലിയ കുട്ടി ദൈവങ്ങളാ. ಇಲ್ಲಿ ನಾವು ನೋಡಬಹುದು ಏನೆಂದರೆ, ನಾವು ಯೇಸು ಸ್ವಾಮಿಗಿಂತಲೂ ಪವಿತ್ರಾತ್ಮನಿಗಿಂತಲೂ ದೊಡ್ಡ ಒಂದು ದೇವರಾಗಿ ಕೂತ್ಕೊಂಡಿದ್ದೇವೆ. പുറപ്പാട് 20 അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുതെന്ന്. ವಿಮೋಚನೆ ಕಾಂಡ 20ನೇ ವಾಕ್ಯದಲ್ಲಿ 20ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ನಾವು ಓದುತ್ತೇವೆ, ನಾನಲ್ಲದೆ ಬೇರೆ ದೇವರು ನಿಮ್ಗೆ ಇರಬಾರದು ಎಂಬುದಾಗಿ. പുറപ്പാട് 20:1 നമ്മളത് വായിക്കുന്നുണ്ട്. ವಿಮೋಚನೆ ಕಾಂಡ 20ನೇ ಅಧ್ಯಾಯ 1ನೇ ವಾಕ್ಯದಲ್ಲಿ ನಾವು ಓದುತ್ತೇವೆ. നമ്മൾ പിന്നെ അതുകൊണ്ട് ജാതികളുടെ ദൈവങ്ങളുടെ പുറകെ പോകുന്നില്ല, ആശ്രയിക്കുന്നില്ല, നേർച്ചയിടുന്നില്ല. ನಾವು ಆದ್ದರಿಂದ ಬೇರೆ ಜಾತಿಗಳ ದೇವರ ಮುಂದೆ ಹೋಗುವುದಿಲ್ಲ, ಅದಕ್ಕೆ ಕಾಣಿಕೆ ಹಾಕೋದಿಲ್ಲ, ಅದರ ಮುಂದೆ ನಾವು ಬೀಳೋದಿಲ್ಲ. ദൈവം പറഞ്ഞ അന്യ ദൈവം ഉണ്ടാകരുതെന്ന് ದೇವರು ಹೇಳಿದ್ದಾರೆ, ಬೇರೆ ದೇವರು ಇರಬಾರದು ಎಂಬುದಾಗಿ. അതുകൊണ്ട് വേറെ ദേവന്മാരുടെ പുറകെ പോകുന്നില്ല. ನಾವು ಆದ್ದರಿಂದ ಇತರ ದೇವರುಗಳ ಮುಂದೆ ಹೋಗೋದಿಲ್ಲ, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ನಾವು ಅದ್ರ ಮೇಲೆ ಡಿಪೆಂಡ್ ಆಗಿಲ್ಲ, അവരോട് പ്രാർത്ഥിക്കുന്നില്ല. ನಾನು ಆ ದೇವರುಗಳಲ್ಲಿ ಪ್ರಾರ್ಥನೆ അവരുടെ ಮಾಡಿಲ್ಲ. ബലം എനിക്ക് വേണ്ട, ಅವರ ಶಕ್ತಿ ನನಗೆ ಬೇಡ, ആ നാമങ്ങളെ എനിക്ക് വേണ്ട. ಆ ನಾಮಗಳು ನನಗೆ ಬೇಡ. എന്നിട്ട് ഇങ്ങോട്ട് മാറിയിട്ട് തന്നെത്താനങ്ങ് ദൈവമാവും. ಆದ್ರೆ ಈ ಕಡೆ ನಾವು ಬರ್ತೀವಿ, ಆಮೇಲೆ ನಾವೇ ದೇವರಾಗ್ತೀವಿ.
ഞാൻ നോക്കട്ടെ, ನಾನು ನೋಡ್ತೀನಿ. എൻ്റെ അടുത്ത കളി. ನನ್ನ ಹತ್ರ ಆಟ ಆಡ್ತಿದ್ಯಾ? ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം. ನಾನು ಯಾರಂತ ತೋರಿಸ್ತೀನಿ ನಿನಗೆ. എന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല. ನಾನು ಯಾರಂತ ಇವನಿಗೆ ಗೊತ್ತಿಲ್ಲ. ഞാനല്ലാതെ വേറൊരു ദൈവം ഉണ്ടാകരുതെന്നാ ദൈവം പറഞ്ഞത്. ದೇವರು ಹೇಳಿದ್ದಾರೆ, ನಾನಲ್ಲದೆ ಬೇರೆ ದೇವರು ಇರಬಾರದೆಂಬುದಾಗಿ. അപ്പം നമ്മൾ തന്നെ നമ്മുടെ അകത്ത് വേറൊരു ദൈവത്തെ ഉണ്ടാക്കുക. ಆದ್ರೆ ನಾವೇ ನಮ್ಮ ಒಳಗಡೆ ಬೇರೆ ದೇವರನ್ನು ಮಾಡ್ತಾ ಇದೀವಿ. യേശു പറഞ്ഞു, ഞാൻ സ്വയമായിട്ടൊന്നും സംസാരിക്കത്തില്ല. ಯೇಸು ಹೇಳಿದ್ದಾರೆ, ನಾನು ಸ್ವಯಂವಾಗಿ ನಾನು ಏನು ಮಾತಾಡೋದಿಲ್ಲ. പരിശുദ്ധാത്മാവ് സ്വയമായി സംസാരിക്കുന്നില്ല. ಪವಿತ್ರಾತ್ಮನು ತಾನು ಸ್ವಯಂವಾಗಿ ಏನು ಮಾತಾಡುತ್ತಿಲ್ಲ. എന്താണോ കേൾക്കുന്നത് അത് മാത്രമാണ് നമ്മളോട് പറയുന്നത്. ಅವರು ಏನು ಕೇಳುತ್ತಾರೋ ಅದನ್ನು ಮಾತ್ರವೇ ಅವರು ಮಾತಾಡುವುದು. പിതാവേ, എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം മാത്രം നിറവേറപ്പെടണം. ತಂದೆಯೇ, ನನ್ನ ಇಷ್ಟವಲ್ಲ ನಿನ್ನ ಇಷ್ಟ ಮಾತ್ರ ನೆರವೇರಲಿ. ഇങ്ങനെ ഒരു വ്യക്തി ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചാൽ അവനെ പരാജയപ്പെടുത്താൻ ഒരു സാത്താനും സാധ്യമല്ല. ಇದೇ ರೀತಿಯಲ್ಲಿ ಒಂದು ವ್ಯಕ್ತಿ ದೇವರ ಮುಂದೆ ಸಮರ್ಪಣೆ ಮಾಡಿದರೆ ಆಮೇಲೆ ಅವನನ್ನು ಸೋಲಿಸಲು ಯಾವ ಸೈತಾನನಿಗೂ ಆಗೋದಿಲ್ಲ. അവന് വേണ്ടി ദൈവം തുറന്ന വഴി അടയ്ക്കാൻ ഒരു ദുർഭൂതത്തിനും സാധ്യമല്ല. ಅವನಿಗೋಸ್ಕರ ದೇವರು ತೆರೆದ ದಾರಿಯನ್ನು ಮುಚ್ಚಲು ಯಾವ ಸೈತಾನನಿಗೂ ಸಾಧ್ಯವಲ್ಲ. അവനിലൂടെ ദൈവം എന്താണോ പ്ലാൻ ചെയ്തത് അതിനെ തളയ്ക്കാൻ ഒരു അധികാരത്തിനും സാധ്യമല്ല. ಅವನಿಗೋಸ್ಕರ ದೇವರು ಏನನ್ನು ಪ್ಲಾನ್ ಮಾಡಿದ್ದಾನೆ ಅದನ್ನು ತಡೆಯಲು ಯಾವ ಸೈತಾನನಿಗೂ ಅಧಿಕಾರವಿಲ್ಲ. അവനിലൂടെയുള്ള ദൈവപ്രവൃത്തിയെ പൂട്ടാൻ ഒരു ഗവൺമെന്റിനും സാധ്യമല്ല. ಅವನಿಂದ ಆಗಬೇಕಾದ ದೇವರ ಕಾರ್ಯಗಳನ್ನು ಮುಚ್ಚಲು ಯಾವ ಸರ್ಕಾರಕ್ಕೂ ಆಗೋದಿಲ್ಲ. ഒരു ജാതീയ ശക്തിക്കും സാധ്യമല്ല. ಯಾವ ಜಾತಿಯ ಶಕ್ತಿಗಳಿಗೂ ಸಾಧ್ಯವಲ್ಲ. ഒരു ദുർമന്ത്രവാദിക്കും സാധ്യമല്ല. ಯಾವ ದುರ್ಮಂತ್ರವಾದಿಗಳಿಗೂ ಸಾಧ್ಯವಲ್ಲ. ഒരു ആഭിചാരത്തിനും സാധ്യമല്ല. ಯಾವ ಆಭಿಚಾರಕ್ಕೂ ಸಾಧ್ಯವಲ್ಲ. ഒരു ഇരുളിന്റെ അധികാരത്തിനും സാധ്യമല്ല. ಯಾವ ಕತ್ತಲಿನ ಆತ್ಮಕ್ಕೂ ಸಾಧ್ಯವಲ್ಲ. ഈ പകൽ നീ ദൈവത്തിന് സറണ്ടർ ആകുക. ಈ ಬೆಳಗಿನ ಜಾವದಲ್ಲಿ ನೀವು ನಿಮ್ಮನ್ನು ಸಮರ್ಪಿಸಿ ಕರ್ತನ ಮುಂದೆ. ദൈവ ശബ്ദം കേട്ടല്ലാതെ ഞാൻ ചലിക്കത്തില്ലെന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? ದೇವರ ಶಬ್ದವನ್ನು ಕೇಳಾದೆ ನಾನು ಏನು ಮಾಡುವುದಿಲ್ಲ ಎಂಬುದಕ್ಕೆ ಎಷ್ಟು ಜನ ತೀರ್ಮಾನ ಮಾಡ್ತೀರಾ? ഈ വിഷയത്തിൽ എനിക്കൊരു വെളിപ്പാട് തരാതെ ഞാൻ ഇറങ്ങത്തില്ലെന്ന് പറയണം. ಈ ವಿಷಯಕ್ಕೆ ನನಗೆ ಒಂದು ಪ್ರಕಟಣೆ ಕೊಡಾದೆ ನಾನು ಇಲ್ಲಿಂದ ಹೋಗೋದಿಲ್ಲ ಎಂಬುದಾಗಿ. അങ്ങ് എന്നോട് ഡേറ്റ് പറയാതെ ഞാൻ തുടങ്ങത്തില്ലെന്ന് പറയണം. ನೀನು ನನ್ನ ಜೊತೆ ನೀನು ತಾರೀಕು ಕೊಡಾದೆ ನಾನು ಪ್ರಾರಂಭ ಮಾಡುವುದಿಲ್ಲ ಎಂಬುದಾಗಿ. സമയവും പ്ലേസും പറഞ്ഞല്ലാതെ ഞാൻ ആരംഭിക്കത്തില്ലെന്ന് പറയണം. ನನಗೆ ಸಮಯವನ್ನು ಸ್ಥಳವನ್ನು ತೋರಿಸಾದೆ ನಾನು ಆರಂಭ ಮಾಡುವುದಿಲ್ಲ ಎಂಬುದಾಗಿ. അടുത്ത സെക്കൻഡ് ഞാൻ ഒരു കാൽച്ചൂട് വെക്കണമെങ്കിൽ അവിടുത്തെ ആത്മാവ് എന്നോട് സംസാരിക്കണമെന്ന് പറയണം. ನಾನು ನೆಕ್ಸ್ಟ್ ಸೆಕೆಂಡಿನಲ್ಲಿ ಒಂದು ಹೆಜ್ಜೆ ಇಡಬೇಕಾದರೆ ನೀನು ನನ್ನ ಸಂಗಡ ಮಾತಾಡಬೇಕೆಂಬುದಾಗಿ. ദൈവം പറഞ്ഞിട്ടാണ് നീ ചെയ്യുന്നതെങ്കിൽ നിന്നെ തടയാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ದೇವರು ಹೇಳಿ ನೀನು ಮಾಡುವುದಾದರೆ ನಿನ್ನನ್ನು ತಡೆಯಲು ಯಾವ ಶಕ್ತಿಗೂ ಆಗೋದಿಲ್ಲ. ദൈവ ശബ്ദം കേട്ടിട്ടാണ് നീ തുടരുന്നതെങ്കിൽ നിന്നെ പൂട്ടാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ದೇವರ ಶಬ್ದವನ್ನು ಕೇಳಿ ನೀನು ಪ್ರಾರಂಭ ಮಾಡುವುದಾದರೆ ಯಾವ ಸೈತಾನನಿಗೂ ನಿನ್ನನ್ನು ಮುಚ್ಚಿಡಲು ಸಾಧ್ಯವಲ್ಲ. ദൈവമാണ് അത് തുറന്നതെങ്കിൽ അതിനെ അടയ്ക്കാൻ സാധ്യമല്ല. ದೇವರು ನಿನಗಾಗಿ ತೆರೆದರೆ ಅದನ್ನು ಮುಚ್ಚಲಿಕ್ಕೆ ಸಾಧ್ಯವಲ್ಲ. ദൈവാത്മാവ് ഇന്ന് പകൽ ഇങ്ങനെ ഇടപെടുന്നു. ದೇವರ ಆತ್ಮನು ಇಂದು ಬೆಳಗ್ಗೆ ನನ್ನ ಹತ್ರ ಈ ರೀತಿಯಲ್ಲಿ ಹೇಳುತ್ತಿದ್ದಾನೆ. ജനം എനിക്ക് കീഴടങ്ങുമെങ്കിൽ, ಜನರು ನನಗೆ ಅಧೀನವಾದರೆ, ജനം എന്റെ ഇഷ്ടത്തിന് കീഴടങ്ങുമെങ്കിൽ, ಜನರು ನನ್ನ ಇಷ್ಟಕ್ಕೆ ಸಮರ್ಪಿಸಿದರೆ ഞാൻ ഈ ജനത്തെ ജയോത്സവമായി നടത്തി കാണിക്കാമെന്ന്, ನಾನು ಈ ಜನರನ್ನು ಜಯೋತ್ಸವದಲ್ಲಿ ನಡೆಸಿ ತೋರಿಸುತ್ತೇನೆ ಎಂಬುದಾಗಿ. അവരുടെ മുമ്പിൽ സാത്താൻ കൊട്ടി അടച്ചത് ഞാൻ തുറന്നു കൊടുക്കാമെന്ന്, ಅವರ ಮುಂದಾಗದಲ್ಲಿ ಸೈತಾನನು ಅವರಿಗೋಸ್ಕರ ಮುಚ್ಚಿಟ್ಟ ಕಾರ್ಯಗಳನ್ನು ನಾನಿಂದು ತೆರೆಯುತ್ತಿದ್ದಾನೆ ಎಂದು. സ്വന്തം ವಿವೇകത്തിൽ ഈ ജനം ഊന്നരുത് എന്ന് ദൈവാത്മാവ് ഇടപെടും. ಸ್ವಬುದ್ಧಿಯಲ್ಲಿ ಈ ಜನರು ನೀವು ನಡೆಯಬಾರದು ಎಂದು ದೇವರಾತ್ಮನು ಹೇಳುತ್ತಿದ್ದಾನೆ. എത്ര പേർക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്? ಅರ್ಥ ಆಗ್ತಿದೆ? ഇല്ലെങ്കിൽ നിങ്ങളുടെ അറിവ് നിങ്ങളെ പരാജയപ്പെടുത്തും. ಇಲ್ಲ ಅಂದರೆ ನಿಮ್ಮ ಸ್ವಬುದ್ಧಿ ನಿಮ್ಮನ್ನು ಸೋಲು ಪಡಿಸುತ್ತದೆ. ആത്മാവിന്റെ നിറവിൽ നിയോഗം നിങ്ങളെ ജയത്തോടെ നടത്തും. ಆತ್ಮನ ಮುಖಾಂತರವಾಗಿ ಆತ್ಮನ ನಿಯೋಗ ನಿಮಗೆ ಜಯವನ್ನು ಕೊಡುತ್ತದೆ. ഏതാ വേണ്ടത്? ನಿಮಗೆ ಏನು ಬೇಕು? നമ്മളെ പരാജയപ്പെടുത്തുന്ന സ്വന്തം അറിവ് മതിയോ അതോ ദൈവാത്മാവിന്റെ നിയോഗമുള്ള നിറവ് മതിയോ? ನಮ್ಮನ್ನು ಸೋಲಿಸುವ ನಮ್ಮ ಸ್ವಬುದ್ಧಿ ಸಾಕ ಅಥವಾ ನಮ್ಮನ್ನು ಜಯಶಾಲಿಯಾಗಿ ನಡೆಸುವ ದೇವರ ಆತ್ಮನ ಆದೇಶ ಸಾಕ? അതിന്ന് പകൽ ഇവിടെ സംഭവിക്കണം. ಅದು ಇಂದು ಬೆಳಗಿನ ಜಾವದಲ್ಲಿ ಇಲ್ಲಿ ನಡೆಯುತ್ತದೆ. ഈ വെള്ളി ശനി ഞായർ ദിവസങ്ങളിലെ മീറ്റിംഗ് ഉണ്ട്, അതിവിടെ സംഭവിക്കണം. ಈ ಶುಕ್ರವಾರ ಶನಿವಾರ ಭಾನುವಾರದ ಮೀಟಿಂಗ್ ನ ಮುಖಾಂತರವಾಗಿ ಅದು ಇಲ್ಲಿ ನಡೆಯಬೇಕು. കോട്ടകൾ പൊളിയുമെന്ന് ദൈവാത്മാവ് എന്നോട് പറയും. ಕೋಟೆಗಳು ಬಿಚ್ಚಲ್ಪಡುತ್ತದೆ ಎಂದು ದೇವರಾತ್ಮನು ಹೇಳುತ್ತಿದ್ದಾನೆ. ശത്രു അതിര് മാന്തുന്നത് പോലെ കയറ്റി കയറ്റി കെട്ടിയ ചിലത് പൊളിയുന്നതായി ദൈവാത്മാവിന്റെ വെളിപ്പാട് കാണിക്കുന്നു. ಆಮೇಲೆ ಶತ್ರುಗಳು ನಿಮ್ಮನ್ನು ಹಾಗೆ ಮಾಡಿಕೊಂಡು ನಿಮ್ಮ ಸ್ವಾಸ್ಥ್ಯವನ್ನು ಪಡೆದುಕೊಳ್ಳಲು ಹೆಚ್ಚಾಗಿ ತೋಡಿದುಗಳನ್ನು ಕರ್ತನು ಅದನ್ನು ತೆಗೆದುಹಾಕುತ್ತಿದ್ದಾನೆ.
കെട്ടി കെട്ടി അകത്ത് വരെ കോട്ട കെട്ടിക്കളഞ്ഞിരിക്കുന്നു. ಸೈತಾನನು ಕೋಟೆಗಳನ್ನು ಕಟ್ಟಿ 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 ಒಳಗಡೆ ಬರ ಕಟ್ಟಿದ್ದಾನೆ. ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എർത്ത് ഷെയ്ക്ക് പോലെ അതിനെ ഇളക്കം തട്ടിയിട്ടുണ്ട്. ಆಮೇಲೆ ಈ ವಚನ ಇಲ್ಲಿ ಪ್ರಸಂಗ ಮಾಡುವಾಗಲೇ ಆ ಕೋಟೆಗಳಿಗೊಂದು ಶೇಕ್ ಆಗಿದೆ. ഭൂമി സംബന്ധമായി കയറ്റി കെട്ടിയ ആ പൈശാചിക ആധിപത്യത്തെ ദൈവാത്മാ തൊടുന്നുണ്ട്. ಭೂಮಿ ಸಂಬಂಧವಾಗಿ ನಿಮ್ಮ ಭೂಮಿಯನ್ನು ಸೈತಾನನು ಅಧೀನ ಮಾಡಿಕೊಂಡದನ್ನು ಕೆಲವು ವಿಷಯಗಳಿದೆ. ಆ ವಿಷಯಗಳನ್ನು ಕರ್ತನಿದು ಬಿಚ್ಚುತ್ತಾ ಇದ್ದಾನೆ. പ്രോപ്പർട്ടി സംബന്ധമായുള്ള മേഖലകൾക്കകത്തുനിന്ന് പിശാചിന്റെ കുറെ കറുത്ത കൈകൾ ನಿಮ್ಮ ಜೀವಿತದಲ್ಲಿ ಕೆಲವು ಪ್ರಾಪರ್ಟಿಗಳಿದೆ. ಆ ಪ್ರಾಪರ್ಟಿಗಳಿಗೆ ಸಂಬಂಧವಾಗಿ ಸೈತಾನನು ಆಳ್ವಿಕೆ ಮಾಡುವ ಕೆಲವು ವಿಷಯಗಳನ್ನು ಕರ್ತನು ಬಿಚ್ಚುತ್ತಾ ಇದ್ದಾನೆ. ദൈവമക്കൾ നന്നായി പ്രാർത്ഥിക്കണമേ. ದೇವರ ಮಕ್ಕಳೇ, ನೀವು ಹೆಚ್ಚಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿ. ഈ വെള്ളി ശനി ഞായർ ദിവസങ്ങളിലെ ശുശ്രൂഷ, ಈ ಶುಕ್ರವಾರ ಶನಿವಾರ ಭಾನುವಾರ ದಿವಸದಲ್ಲಿ ಇರುವ ಸೇವೆಗಳು ഈ സ്റ്റേറ്റിനെ കൂടെ ദൈവാത്മാവ് തൊടുന്ന വിധത്തിലായിരിക്കും. ಈ ರಾಜ್ಯವನ್ನು ಕೂಡ ದೇವರು ಮುಟ್ಟಲಿಕ್ಕೆ ಹೋಗುತ್ತಿದ್ದಾನೆ. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, ನೀವು ನಂಬಿದರೂ ಇಲ್ಲದಿದ್ದರೂ, എന്നോട് പറഞ്ഞത് ദൈവം ചെയ്തിട്ടുണ്ട്, ഞാൻ അതിൽ വിശ്വസിക്കുന്നു. ನನ್ನ ಹತ್ರ ದೇವರು ಹೇಳಿದ್ದು ಅದನ್ನು ಮಾಡಿದ್ದಾನೆ, ಅದನ್ನು ನಾನು ನಂಬ್ತೀನಿ. പരസ്യം ചെയ്യാൻ പാടില്ലാത്ത വിഷയമാണ്. ಇದೆಲ್ಲ ಹೊರಗಡೆ ಹೇಳಬಾರದ ವಿಷಯಗಳು കേരളത്തിൽ നടന്നിട്ടുള്ള സംഭവങ്ങളാണ്. ಕೇರಳದಲ್ಲಿ ನಡೆದ ಸಂಗತಿಗಳಾಗಿದೆ. ಇದು മെയിൻ മേഖലകളെ തന്നെ തൊടത്തക്ക വിധത്തിൽ കർത്താവ് കരങ്ങളിൽ എടുത്തിട്ടുണ്ട്. മെയിൻ മേഖലകളെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ ಮೇನ್ ಆಗಿರುವ ಮೇಘಲುಗಳನ್ನು ಅದನ್ನು ಯಾರು ಮುಟ್ಟೋದಿಲ್ಲ ಅಂತ ವಿಷಯಗಳನ್ನು ಕೂಡ ದೇವರ ಆತ್ಮನ ಮುಖಾಂತರವಾಗಿ ಮುಟ್ಟಿದ್ದಾನೆ. അതുകൊണ്ട് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ಆದ್ರಿಂದ ನಾನು ಬಹಳವಾಗಿ ಸ್ಥಿರಗೊಳ್ಳವನಾಗಿದ್ದೇನೆ. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഇന്ത്യ, കർണാടക, ബാംഗ്ലൂർ, ഈ മൂന്ന് മേഖലകളെ സെപ്പറേറ്റ് ഒന്ന് തൊടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ನಾನು ಆದ್ದರಿಂದ ದೇವರಲ್ಲಿ ನಂಬಿಕೆ ಇಟ್ಟು ಇಂದು ಪ್ರಾರ್ಥನೆ ಮಾಡಿದೆ. ದೇವರ ಈ ಭಾರತ ದೇಶ, ಕರ್ನಾಟಕ ರಾಜ್ಯ, ಈ ಬಾಂಗ್ಲೂರ್ ಪ್ರಾಂತ್ಯಗಳಿಗೋಸ್ಕರ ನಾನು ಪ್ರಾರ್ಥನೆ ಮಾಡಿದೆ. തൊടുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ಆದ್ರಿಂದ ದೇವರು ಇದನ್ನು ಮುಟ್ಟುತ್ತಾನೆ ಎಂದು ನಾನು ಬಹಳವಾಗಿ ನಂಬುತ್ತೇನೆ. ചിലപ്പോൾ ഞാൻ പറഞ്ഞതിന് അപ്പുറം ചിലപ്പോൾ തൊട്ടെന്നിരിക്കും. ಒಂದು ವೇಳೆ ನಾನು ಹೇಳಿದಕ್ಕಿಂತಲೂ ಹೆಚ್ಚಾಗಿ ಕರ್ತನು ಕಾರ್ಯ ಮಾಡುತ್ತಾನೆ. എന്തായാലും ഞാൻ പറഞ്ഞതിന് താഴേക്ക് എന്തായാലും വരില്ല. ನಾನು ಹೇಳಿದಷ್ಟು ವಿಷಯಗಳು ಬರೋದಿಲ್ಲ. കാരണം എൻ്റെ മേൽ പകരപ്പെട്ട അഭിഷേകത്തിന്റെ റേഞ്ച് എനിക്കറിയാം. ನನ್ನ ಮೇಲೆ ಇರುವ ದೇವರ ಅಭಿಷೇಕ ನನಗೆ ಗೊತ್ತು. അതുകൊണ്ട് ഈ കൂട്ടം ചെറുതെന്നുള്ളതല്ല വിഷയം, ദൈവം വലിയതെന്നുള്ളതാണ് വിഷയം. ಆದ್ದರಿಂದ ಕೂಟ ಚಿಕ್ಕದೆಂಬುದಾಗಿ ಅಲ್ಲ, ದೇವರು ದೊಡ್ಡವನೆಂಬುದಾಗಿ ಇರುವುದೇ ದೊಡ್ಡ ಕಾರ್ಯವಾಗಿದೆ. ഞാൻ ആരാണെന്നുള്ളതല്ല വിഷയം, എൻ്റെ ദൈവം വലിയവനാണെന്നുള്ളതാണ് വിഷയം. ನಾನು ಯಾರು ಎಂಬುದಾಗಿ ಇರುವುದೇ ದೊಡ್ಡ ಕಾರ್ಯ, ನನ್ನ ದೇವರು ದೊಡ್ಡವನು ಎಂಬುದಾಗಿ ಇರುವುದೇ ದೊಡ್ಡ ಕಾರ್ಯ. ഒരു പ്രസംഗം അങ്ങ് നടത്തി പോകുക എന്നുള്ളതല്ല എന്നെ ഏൽപ്പിച്ച ഡ്യൂട്ടി എന്ന് പറയുന്നത്. ಒಂದು ಪ್ರಸಂಗ ಮಾಡಿ ಹೋಗು ಎಂಬುದಾಗಿ ಇರುವುದಲ್ಲ ಕರ್ತನು ನನಗೆ ಕೊಟ್ಟಿರುವ ಒಂದು ಕಾರ್ಯ. മെസ്സേജ് തീർക്കുക എന്നുള്ളതല്ല വിഷയം, ಮೆಸೇಜ್ ಮುಗಿಸುವುದು ಎಂಬುದಾಗಿ ಇರುವುದಲ್ಲ ವಿಷಯ. ഇതുവരെ ആർക്കും തൊടാൻ പറ്റാത്ത മേഖലകളിൽ ഒരു മിസൈൽ പൊട്ടിക്കുക എന്നുള്ളതാണ് വിഷയം. ಇದುವರೆಗೂ ಯಾರು ಎಲ್ಲಿ ಹೋಗಾതെ ಇರುವ ಕಾರ್ಯಗಳನ್ನು ಮಾಡಾതെ ಇರುವ ಕಾರ್ಯಗಳನ್ನು ಮಾಡಬೇಕೆಂಬುದಾಗಿ ಇರುವುದೇ ಕರ್ತನು ನನಗೆ ಕೊಟ್ಟಿರುವ ಕೆಲಸ. ചില സ്ഥലങ്ങളിൽ വെച്ച് ദൈവം അതിന് നിയോഗം തരാറുണ്ട്. ಕೆಲವು ಸ್ಥಳಗಳಲ್ಲಿ ದೇವರು ನನಗೆ ಅದಕ್ಕಿರುವ ನಿಯೋಗವನ್ನು ಕೊಟ್ಟುತ್ತಾರೆ. എല്ലായിടത്തും അത് സംഭവിക്കാറില്ല. ಎಲ್ಲ ಕಡೆ ಅದು ಆಗೋದಿಲ್ಲ. പക്ഷെ ഇവിടെ അതിന് എനിക്ക് അവസരം ദൈവം അനുവദിച്ചിട്ടുണ്ട്. ಆದರೆ ಇಲ್ಲಿ ಅದನ್ನು ಮಾಡಲಿಕ್ಕೆ ದೇವರು ನನಗೆ ಅನುಮತಿ ಕೊಟ್ಟಿದ್ದಾರೆ. ഇതൊന്ന് സൗണ്ട് ഒന്ന് ഇത് പോസ്റ്റ് ചെയ്യാമോ? ഒരു ദൂത് പറയാം. ಆಧಾರ ಮಾಡಿಕೊಳ್ಳಬಾರದು. യേശു കർത്താവ് സ്വന്തം വിവേകത്തിൽ ആശ്രയിച്ചിട്ടില്ല. ಯೇಸು ಕರ್ತನು ತನ್ನ ಸೊಬೂತಿಯನ್ನು ಆಧಾರ ಮಾಡಿಕೊಂಡಿಲ್ಲ. പരിശുദ്ധാത്മാവ് സ്വന്തം വിവേകത്തിൽ ആശ്രയിച്ചിട്ടില്ല. ಪವಿತ್ರಾತ್ಮನು ಕೂಡ ಸ್ವಂತ ಸೊಬೂತಿಯನ್ನು ಆಧಾರ ಮಾಡಿಕೊಂಡಿಲ್ಲ. സ്വന്തം വിവേകത്തിൽ ആശ്രയിക്കുന്നത് മരണമാണ്. ಸೊಬೂತಿಯನ್ನು ಆಶ್ರಯಿಸುವುದು ಮರಣವೇ. ഞാൻ തന്നെ നമ്മുടെ ദൈവമാകുന്നത് മരണമാണ്. ನಾನಾಗಿರುವ ದೇವರು ಮರಣವನ್ನು ಹೊಂದುವುದಕ್ಕಾಗಿ ನಾವು ಸೊಬೂತಿಯನ್ನು ನಾವು ಆಶ್ರಯಿಸುತ್ತೇವೆ. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 9-10. ಕೊಲೋಸಿಯ 3ನೇ ಅಧ್ಯಾಯ ಅದರ 9-10. ಒಬ್ಬರಿಗೊಬ್ಬರು ಸುಳ್ಳಾಡಬೇಡಿರಿ. ನೀವು ಪೂರ್ವ ಸ್ವಭಾವವನ್ನು ಅದರ ಕೃತ್ಯಗಳನ್ನು ಕೂಡ ತೆಗೆದಿಟ್ಟು ನೂತನ ಸ್ವಭಾವವನ್ನು ತರಿಸಿಕೊಂಡಿದ್ದೀರಲ್ಲವೇ? ಈ ಸ್ವಭಾವವು ಅದನ್ನು ಸೃಷ್ಟಿಸಿದ ಆತನ ಹೋಲಿಕೆಯ ಮೇರೆಗೆ ದಿನ ದಿನ ನೂತನವಾಗುತ್ತಾ ಪೂರ್ಣ ಜ್ಞಾನವನ್ನು ಉಂಟು ಮಾಡುತ್ತದೆ.
ಇದನ್ನು ತರಿಸಿಕೊಂಡಿರುವುದರಲ್ಲಿ ಗ್ರೇಕನು ಯಹೂದಿನಿ ಎಂಬ ಭೇದವಿಲ್ಲ, ಸುನ್ನತಿ ಮಾಡಿಸಿಕೊಂಡವನು ಸುನ್ನತಿ ಮಾಡಿಸಿಕೊಳ್ಳಾದವನು ಎಂಬ ಭೇದವಿಲ್ಲ, ಮೆಚ್ಚಿಕೆ ಗುಣ ಎಂಬ ಹೆಸರುಗಳಿಲ್ಲ, ಆಳು ಒಡೆಯ ಎಂಬ ಭೇದವಿಲ್ಲ, ಆದರೆ ಕ್ರಿಸ್ತನೇ ಸಮಸ್ತರಲ್ಲಿಯೋ ಸಮಸ್ತವೂ ಆಗಿರುವುದು. ആമേൻ. ಆಮೆನ್. അപ്പോൾ യഹൂദനെന്നോ യവനനെന്നോ ബർബരനെന്നോ ദാസനെന്നോ ശകനെന്നോ അങ്ങനെയുള്ള ഒരു വ്യത്യാസവുമില്ല. ಆದ್ದರಿಂದ ಯೂದನೆಂಬುದಾಗಿ ಗ್ರೀಕನೆಂಬುದಾಗಿ ದಾಸನೆಂಬುದಾಗಿ ಯಾವ ಒಂದು ವ್ಯತ್ಯಾಸವೂ ಕರ್ತನಲ್ಲಿ ಇಲ್ಲ. ക്രിസ്തുവിൽ എല്ലാവരും പുതിയ സൃഷ്ടിയാകണമെന്ന്. ಕ್ರಿಸ್ತನಲ್ಲಿ ಎಲ್ಲರೂ ನೂತನ ಸೃಷ್ಟಿಯಾಗಿರಬೇಕು. എന്താണ് പുതിയ സൃഷ്ടി എന്ന് പറയുന്നത്? ಏನಿದು ನೂತನ ಸೃಷ್ಟಿ? നമ്മൾ ചിന്തിക്കുമ്പോൾ ബോണഗൈനാണ്, വീണ്ടും ജനനമാണ് പുതിയ സൃഷ്ടി എന്ന് പറയുന്നത്. ನಾವು ಅನ್ಕೊಳ್ತೀವಿ ನಾವು ಮತ್ತೆ ಮಾನಸಾಂತರ ಹೊಂದುವುದಿಲ್ಲ ಅಂದ್ರೆ ನಾವು ಮತ್ತೆ ದೀಕ್ಷಾಸ್ನಾನ ಹೊಂದುವುದು ಎಂಬುದಾಗಿ. എന്താണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്? ಏನು ಪುನರ್ ಜೀವನ ಎಂಬುದಾಗಿ ಹೇಳುವುದಾದರೆ നമുക്കറിയാം റോമർ 10:9-10 ವಾಕ್ಯത്തിൽ ರೋಮ 10ನೇ ಅಧ್ಯಾಯ ಅದರ 9-10 ನೋಡುವಾಗ യേശുവിനെ രക്ഷിതാകർത്താവായി സ്വീകരിക്കുക, ಯೇಸುವನ್ನು ರಕ್ಷಕನಾಗಿಯೂ ಕರ್ತನಾಗಿಯೂ ಸ್ವೀಕರಿಸಿದರೆ ഹൃദയം ಸಾಕು. കൊണ്ട് വിശ്വസിച്ച് വായി കൊണ്ട് ഏറ്റു പറയുന്നു, ಹೃದಯದಿಂದ ನಂಬಿ ಬಾಯಿಂದ ಅರಿಕೆ ಮಾಡಿ, അപ്പോൾ നാം രക്ഷിക്കപ്പെടുന്നു. ಆಗ ನಾವು ರಕ್ಷಣೆ ಹೊಂದುತ್ತೇವೆ. ഇതിനാണ് വീണ്ടും ജനനം എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ಇದಕ್ಕೆ ನಾವು ಮಾನಸಾಂತರ ಎಂದು ಹೇಳುತ್ತೇವೆ. സത്യത്തിൽ വീണ്ടും ജനനം എന്താണ്? ನಿಜ ಹೇಳಬೇಕಾದ್ರೆ ಮತ್ತೆ ಮಾನಸಾಂತರ ಅಂದ್ರೆ ಏನು? നാം മരിച്ചവരായിരുന്നു എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ನಾವು ಸತ್ತವರಾಗಿದ್ದೆವು ಎಂಬುದಾಗಿರುವ ಒಂದು ಬೋಧನೆ ನಮಗಿರಬೇಕು. ആദമിൽ എല്ലാവരും പാപികളാണ്. ಆದಮಿನಿಂದ ಎಲ್ಲರೂ ಪಾಪಿಗಳಾಗಿದ್ದೇವೆ. ഒന്നാം മനുഷ്യനായ ആദമിൽ എല്ലാവരും മരിക്കുന്നു. ಆದಮಿನಲ್ಲಿ ಹುಟ್ಟಿರುವುದರಿಂದ ನಾವೆಲ್ಲರೂ ಮರಣವನ್ನು ಹೊಂದುತ್ತೇವೆ. റോമലേഖനം 5:11 മുതൽ നാം അത് വായിക്കുന്നുണ്ട്. ರೋಮಾಪುರದವರಿಗೆ 5ನೇ ಅಧ್ಯಾಯ ಅದರ 11ನೇ ವಾಕ್ಯ ನಾವು ಇದನ್ನು ಓದುತ್ತೇವೆ. പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ಆಮೇಲೆ ಒಬ್ಬನಿಂದ ಪಾಪದ ಮರಣವು ಈ ಲೋಕದಲ್ಲಿ ಬಂತು. എന്താണ് ആ പാപം? ಏನದು ಆ ಪಾಪ? നാം ചിന്തിച്ചു 10 കൽപ്പനയായിരിക്കുമെന്ന്. ನಾವು ಅನ್ಕೊಳ್ತೀವಿ 10 ಕಟ್ಟಳೆಗಳು ಎಂಬುದಾಗಿ. 10 കൽപ്പനയല്ല ആ പാപം എന്ന് പറയുന്നത്. 10 ಕಟ್ಟಳೆಗಳಲ್ಲ ಆ ಪಾಪ ಎಂಬುದೆಂದರೆ ഉൽപ്പത്തി 2:17 വായിക്കുന്നത്. ಆದಿಕಾಂಡ 10ನೇ ಅಧ್ಯಾಯ 2:17 ಉಲ್ಪತ್ತಿ 2:17 ಆದಿಕಾಂಡ 2:17ನೇ ವಾಕ್ಯ. അവിടെ നാം വായിക്കുന്നത് ಅಲ್ಲಿ ನಾವು ಓದೋದು ಈ ರೀತಿಯಲ್ಲಿ, ಒಳ್ಳೆದರ ಕೆಟ್ಟದರ ಅರುಗನ್ನು ಹುಟ್ಟಿಸುವ ಮರದ ಹಣ್ಣನ್ನು ಮಾತ್ರ ತಿನ್ನಬಾರದು. ಒಳ್ಳೆಯದನ್ನು ಕೆಟ್ಟದನ್ನು ಅರಿವನ್ನು ಉಂಟು ಮಾಡುವ ವೃಕ್ಷವಾದ ಹಣ್ಣನ್ನು ತಿನ್ನಬಾರದು. ಅದನ್ನು ತಿನ್ನುವ ದಿನದಲ್ಲಿ ನೀನು ಸಾಯುತ್ತೀಯ. ಯಾವುದು ಆ ಮರಣ? ಆತ್ಮಿಕ ಮರಣ. ಅವನ ಆತ್ಮವು ಸತ್ತಿಲ್ಲ, ಅವನ ಜೀವವು ಅವನ ಶರೀರದಿಂದ ಹೋಗಿಲ್ಲ, ಅವನ ಶರೀರಕ್ಕೂ ಯಾವ ತೊಂದರೆ ಆಗಿಲ್ಲ. ಏನು ಆ ಆತ್ಮಿಕ ಮರಣ? തേജസ് നഷ്ടപ്പെട്ടതാണ്. ಅನೇಕರು ಹೇಳುತ್ತಾರೆ ಆ ತೇಜಸ್ಸು ನಷ್ಟವಾದದೇ ಆ ಮರಣ ಎಂಬುದಾಗಿ. അനുസരണക്കേടാണ്, ಆ ಅನುಸರಣೆ ಇಲ್ಲದೆ ಹೋಗಿದ್ದು ಎಂಬುದಾಗಿ. ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടതാണ്, ದೇವರ ಸಾನ್ನಿಧ್ಯ ನಷ್ಟವಾದದ್ದು ಎಂಬುದಾಗಿ. ദൈവത്തെ അവിശ്വസിച്ചതാണ്, ದೇವರನ್ನು ನಂಬಾದೆ ಹೋಗಿದ್ದು ಎಂಬುದಾಗಿ. എന്താണ് ആത്മീക മരണം? ಏನು ಆತ್ಮಿಕ ಮರಣ? അനേക ദൈവദാസന്മാരോട് ചോദിച്ചു, ಅನೇಕ ದೇವದಾಸರಲ್ಲಿ ನಾನು ಕೇಳಿದೆ, ബൈബിൾ കോളേജ് അധ്യാപകരോട് ചോദിച്ചു, ಬೈಬಲ್ ಕಾಲೇಜಿನ ಅಧ್ಯಾಪಕರ ಹತ್ರ ನಾನು കൺവെൻഷൻ ಕೇಳಿದೆ, ടീച്ചേഴ്സിനോട് ചോദിച്ചു, ಕನ್ವೆನ್ಷನ್ ಗಳಲ್ಲಿ ಪ್ರಚಾರ ಮಾಡುವವರ ಹತ್ರ ಕೇಳಿದೆ. കൃത്യമായി പോയിന്റ് ഔട്ട് ചെയ്ത ഒരു മറുപടി അവരാരും തരുന്നില്ല. ಆದ್ರೆ ಸರಿಯಾದ ಒಂದು ಉತ್ತರ ಅವರು ಯಾರು ಕೊಟ್ಟಿಲ್ಲ. സകല ചോദ്യങ്ങൾക്ക് ഉത്തരമായ ദൈവത്തോട് തന്നെ ചോദിക്കാൻ മുട്ടുമടക്കി. ಸಕಲ ಪ್ರಶ್ನೆಗಳಿಗೂ ಉತ್ತರ ಕೊಡುವ ದೇವರ ಹತ್ರನೇ ನಾನು ಕೇಳಿದೆ. ദൈവം എന്നോട് പറഞ്ഞു, ದೇವರು ನನ್ನ ಹತ್ರ ಹೇಳಿದರು, നീ നിന്നെ തന്നെ ഭരിക്കുന്നതാണ് മരണം. ನೀನು ನಿನ್ನನ್ನೇ ಆಳ್ವಿಕೆ ಮಾಡುವುದೇ ಮರಣ. നീ നിന്നെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതാണ് മരണം. ನೀನು ನಿನ್ನನ್ನು ಕಂಟ್ರೋಲ್ ಮಾಡಲಿಕ್ಕೆ ಪ್ರಯತ್ನ ಪಡುವುದೇ ಮರಣ. ഞാൻ നിന്നെ ഭരിക്കുന്ന ആ ഒരു ലെവൽ വിട്ടിട്ട്, ನಾನು ನಿನ್ನನ್ನು ಆಳ್ವಿಕೆ ಮಾಡುವ ಲೆವೆಲ್ ಅನ್ನು ಬಿಟ್ಟು, നിനക്ക് അറിവ് ലഭിച്ചിട്ട് നീ നിന്നെ തന്നെ ഭരിക്കുന്നതാണ് മരണം. ನನಗೆ ಅರಿವು ಸಿಕ್ಕ ನಂತರವಾಗಿ ನಾನು ನನ್ನನ್ನೇ ಆಳ್ವಿಕೆ ಮಾಡುವುದೇ ಮರಣ. ഞാൻ നിന്നെ നടത്തുന്ന നടത്തിപ്പ് വിട്ടിട്ട്, ನಾನು ನಿನ್ನನ್ನು ನಡೆಸುತ್ತೇನೆ ಎಂಬುದಾಗಿ ಬಿಟ್ಟು, എന്റെ നിയോഗത്തിന് കീഴ്പ്പെടാതെ ನನ್ನ ನಿಯೋಗಕ್ಕೆ ಅಧೀನನಾಗಾದೆ സ്വന്തം വിവേകത്തിൽ ആശ്രയിക്കുന്നതാണ് മരണം. ಸಬ್ಬೂದಿಯನ್ನು ಆಧಾರ ಮಾಡಿಕೊಳ್ಳುವುದೇ ಮರಣ. ലൂക്കോസ് 15-ാം അധ്യായം ಲೂಕನು 15ನೇ ಅಧ್ಯಾಯ അതിന്റെ 24-ാമത്തെ വാക്യം. ಅದರ 24ನೇ ವಾಕ್ಯ. അപ്പൻ തന്റെ രണ്ടാമത്തെ മകനെ കുറിച്ച് പറയുക, ಈ ನನ್ನ ಮಗನು ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു, ತಿರುಗಿ ಬದುಕಿ ಬಂದನು, ഇതാ അവൻ ജീവനിലേക്ക് തിരികെ വന്നിരിക്കുന്നു. ಆಮೇಲೆ ಈ ನನ್ನ ಮಗನು ಸತ್ತೋಗಿದ್ದನು, ಆತನು ಮತ್ತೆ ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു, ಈ ನನ್ನ ಮಗನು ತೀರಿ ಹೋಗಿದ್ದನು, ഇപ്പോൾ അവൻ ജീവിച്ചിരിക്കുന്നു. ಆದ್ರೆ ಈಗ ಅವನು ಜೀವನಾಗಿದ್ದಾನೆ. അവന്റെ ആത്മാവ് നഷ്ടപ്പെട്ടിട്ടില്ല, ಅವನ ಆತ್ಮವು ನಷ್ಟವಾಗಿಲ್ಲ, അവന്റെ ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല. ಅವನ ಜೀವ ನಷ್ಟ ಆಗಿಲ್ಲ. അവൻ പിതാവിൽ നിന്ന് വാങ്ങിയ പണം മുഴുവൻ, സമ്പത്ത് മുഴുവനാണ് നശിപ്പിച്ചത്. ಅವನು ತಂದೆಯಿಂದ ಪಡೆದುಕೊಂಡ ಎಲ್ಲ ಸಂಪತ್ತು ನಷ್ಟವಾಯಿತು. എന്താണ് ആത്മീക മരണം? ಏನು ಈ ಆತ್ಮಿಕ ಮರಣ? അപ്പന്റെ കൂടെ, ಅಪ್ಪನ ಜೊತೆಯಲ್ಲಿ, അപ്പന്റെ ഭവനത്തിൽ, ಅಪ್ಪನ ಮನೆ, അപ്പൻ പറയുന്നതനുസരിച്ച് ಅಪ್ಪನು ಹೇಳಿದನು ಕೇಳಿ ജീവിക്കുന്ന ജീവിത രീതിയിൽ അവന് ജീവൻ ഉണ്ടായിരുന്നു. ಅಪ್ಪನು ಹೇಳಿದ ಮಾತುಗಳನ್ನು ಕೇಳಿ ಜೀವಿಸುವ ಜೀವಿತದಲ್ಲಿ ಅವನಿಗೆ ಜೀವ ಉಂಟು. അവൻ വളർന്നു, ಅವನು ಬೆಳೆದನು. അവൻ പറഞ്ഞു, ഇത്ര നാൾ എന്നെ പഠിപ്പിച്ചത് വെച്ച് എനിക്കിനി അറിയാം,
ನೀನು ಇಷ್ಟು ದಿನ ಹೇಳಿಕೊಟ್ಟಿದ್ದರಿಂದ ನನಗೆ ಇವಾಗ ಎಲ್ಲ ಗೊತ್ತಾಗಿದೆ. നീ ഇത്രയും നാളും എന്നെ കൺട്രോൾ ചെയ്തു, ನೀನು ಇಷ್ಟು ದಿನ ನನ್ನ ಕಂಟ್ರೋಲ್ ಮಾಡಿದೆ, ഞാനതെല്ലാം ബൈഹാർട്ടാക്കി, ನಾನು ಅದೆಲ್ಲ ನನಗೆ ಇವಾಗ ಗೊತ್ತು, എനിക്ക് പ്രായമായി, ನನಗೆ ಏಜ್ ಆಯ್ತು, ഇനിയിപ്പോ എനിക്ക് എന്നെ തന്നെ നടത്തണം. ಇನ್ ಮುಂದೆ ನಾನೇ ನನ್ನನ್ನು ನಡೆಸುತ್ತೇನೆ. നീ നടത്തിയില്ലെങ്കിലും കുഴപ്പമില്ല, ನೀನು ನನ್ನನ್ನು ನಡೆಸಿಲ್ಲ ಅಂದ್ರೆ എനിക്ക് എന്നെ നടത്താൻ അറിയാം. ನನಗೆ ನನ್ನನ್ನು ನಡೆಸಲಿಕ್ಕೆ ಗೊತ್ತು. എനിക്ക് എന്നെ നടത്താനുള്ള സ്വാതന്ത്ര്യം വേണം. ನನ್ನನ್ನು ನಾನೇ ನಡೆಸಲಿಕ್ಕಿರುವ ಒಂದು ಸ್ವಾತಂತ್ರ್ಯ ಬೇಕು. ഇതാണ് മരണം. ಇದೇ ಮರಣ. അവൻ അവനെ തന്നെ നടത്തി, ಅವನನ್ನೇ ನಡೆಸಿದನು, സകലതും നശിപ്പിച്ചു. ಸಕಲವನ್ನು ನಾಶ ಮಾಡಿದನು. അവൻ സുബോധം വന്നു, ಅವನಿಗೆ ಸುಬೋಧ അവൻ ಉಂಟಾಯಿತು, മടങ്ങി വന്നു, ಅವನು ಮತ್ತೆ ಬಂದನು, അപ്പന് സറണ്ടർ ആയി. ತಂದೆಗೆ ಅಧೀನನಾದನು. ഇതാണ് ജീവൻ. ಇದೇ ಜೀವವು. ഏദനിൽ സംഭവിച്ചത്, ಏದೇನ್ ತೋಟದಲ್ಲಿ ನಡೆದದ್ದು, നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവ് ആദമന് ലഭിച്ചു. ಅವನ ಜ್ಞಾನ ಉಂಟು ಮಾಡುವ ಅರಿವು ಆದವನಿಗೆ ಉಂಟಾಯಿತು. അത്യാവശ്യം അവനെ നടത്താനുള്ള കാര്യം അവന്റെ അകത്തായി. ಅವನನ್ನು ನಡೆಸಲಿಕ್ಕಿರುವ ಬುದ್ಧಿ ಅವನ ಒಳಗಡೆ ಬಂತು. നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവ് അവൻ കഴിച്ചു, അത് അവന്റെ തലയ്ക്കകത്ത് കയറി. ಅವನ ಜ್ಞಾನವು ಅವನಲ್ಲಿ ಒಳಗಡೆ ಬಂತು, ಆಗ ಅವನಿಗೆ ಅರಿವುಂಟಾಯಿತು. അവൻ നഗ്നനായി. ಅವನು ಬೆತ್ತಲೆಯಾದನು. അതെങ്ങനെ പരിഹരിക്കണമെന്ന് അവൻ അറിയാം. ಆದರೆ ಅದನ್ನು ಹೇಗೆ ಪರಿಹಾರ ಮಾಡಬೇಕೆಂಬುದಾಗಿ ಅವನಿಗೆ ಗೊತ್ತು. കാരണം നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവ് അവന്റെ അകത്തായി. ಅವನ ಸರಿ ತಪ್ಪುಗಳನ್ನು ತಿಳಿಸುವ ಬುದ್ಧಿ ಅವನ ಒಳಗಡೆ ಬಂದಿದೆ. അവൻ അത്തിയില കൂട്ടിത്തുണ്ടി. ಅವನು ಎಲೆಗಳನ್ನು ಹತ್ತಿದನು. തൽക്കാലത്തേക്ക് അവന്റെ നഗ്നത മറച്ചു. ಅವನು ಟೆಂಪರರಿಯಾಗಿ ಅವನ ಬೆತ್ತಲೆಯನ್ನು ಮುಚ್ಚಿದನು. ഇതാണ് മരണം. ಇದೇ ಮರಣ. എന്തു പ്രശ്നം നേരിട്ടാലും, ಯಾವ ಸಮಸ್ಯೆ ಎದುರು ಮಾಡಿದರೂ എനിക്കറിയാം അത് പരിഹരിക്കാൻ. ನನಗೆ ಗೊತ್ತು ಅದನ್ನು ಪರಿಹಾರ ಮಾಡಲು. ഇതാണ് മരണം. ಇದೇ ಮರಣ. എനിക്കിപ്പോ ദൈവത്തിന്റെ ആവശ്യമില്ല, ನನಗೆ ಈಗ ದೇವರ ಅವಶ್ಯಕತೆ ಇಲ್ಲ. എനിക്കറിയാം ನನಗೆ ಗೊತ್ತು എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ನನಗೆ ಗೊತ್ತು ನಾನು ಏನ್ ಮಾಡ್ಬೇಕೆಂಬುದಾಗಿ. നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവ് എന്റെ അകത്ത് കയറി. ಸರಿ ಏನು ತಪ್ಪು ಏನು ಎಂಬುದಾಗಿರುವ ಅರಿವು ನನ್ನ ಒಳಗಡೆ ಇದೆ. എന്റെ ബുദ്ധി സജീവമായി, ನನ್ನ ಬುದ್ಧಿ ಸಜೀವವಾಗಿದೆ, എന്റെ ജ്ഞാനം ബലമായി. ನನ್ನ ಜ್ಞಾನ ಜಾಸ್ತಿ ಆಗಿದೆ. എനിക്കിപ്പോ ദൈവം ഇല്ലെങ്കിലും ജീവിക്കാം. ದೇವ್ರು ಇಲ್ಲ ಅಂದ್ರೂ ನಾನು ಜೀವನ ಮಾಡ್ತೇನೆ. അത്യാവശ്യം കാര്യങ്ങൾ എനിക്കറിയാം. ನನಗೆ ಕೆಲವು ಬುದ್ಧಿ ಜ್ಞಾನವಿದೆ. ഞാൻ നോക്കട്ടെ എന്റെ കാര്യം. ನಾನು ನನ್ನ ವಿಷಯ ನೋಡ್ಕೊಳ್ತೀನಿ. ഇതാണ് ആത്മീക മരണം. ಇದೇ ಆತ್ಮಿಕ ಮರಣ. പെന്തിക്കോസ്തുകാർ രക്ഷപ്പെടാത്തതിന്റെ കാര്യം മനസ്സിലായോ? ಇದರಿಂದಲೇ ಬೆಂದಕೋಸ್ತರವರಿಗೆ ಜಯ ಉಂಟಾಗುತ್ತಾ ಇಲ್ಲ. ഏദനിൽ നിന്ന് വിഴുങ്ങിയ പഴം ഇതുവരെ നമ്മൾ ഛർദ്ദിച്ചിട്ടില്ല. ಏದೇನಿನಲ್ಲಿ ತಿಂದ ಆ ಫಲವು ಇದುವರೆಗೂ ನಾವು ಕಕ್ಕಿ ಹಾಕಿಲ್ಲ ಹೊರಗೆ. അതിപ്പോഴും വർക്കൗട്ട് ആകുന്നുണ്ട്. ಅದು ಈಗಲೂ ಒಳಗಡೆ ಕೆಲಸ ಮಾಡ್ತಾ ಇದೆ. രാവിലെ നമ്മൾ അതിന്റെ ഒരു ഗ്ലാസ് ജ്യൂസ് അടിക്കും. ನಾವು ಬೆಳಗ್ಗೆ ಅದರ ಆ ಫ್ರೂಟಿನ ಒಂದು ಜ್ಯೂಸ್ ಮಾಡ್ತೀವಿ. കസേരയിലിരിക്കും, ಚೇರಲ್ಲಿ ಕೂತ್ಕೊಳ್ತೀವಿ. ഇന്ന് എന്ത് ചെയ്യണം, ಇವತ್ತು ಬೆಳಿಗ್ಗೆ ನಾನು ಏನ್ ಮಾಡ್ಬೇಕು, എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം, ಯಾವ ರೀತಿಯಲ್ಲಿ ಕೆಲಸಗಳನ್ನು ಮಾಡಿ ಮುಗಿಸಬೇಕು, ആ പഴത്തിന്റെ ബലത്തിൽ നമ്മൾ ഇങ്ങനെ നന്നായിട്ട് ധ്യാനിക്കുക. ನಾವು ಆ ಬುದ್ಧಿಯು ಜ್ಞಾನ ಕೊಡುವ ಆ ಫಲದ ಬುದ್ಧಿಯಿಂದ ನಾವು ಯೋಚನೆ ಮಾಡ್ತೀವಿ. കസേരയിൽ ഇരുന്ന് ഇങ്ങനെ ധ്യാനിക്കുന്നതിന് ദൈവം വേണ്ടല്ലോ. ಈ ಚೇರಲ್ಲಿ ಕೂತ್ಕೊಂಡು ಧ್ಯಾನ ಮಾಡೋವನಿಗೆ ದೇವ್ರು ಬೇಡವಲ್ಲ. അവിടെ വെളിപ്പാടോ ദൈവശബ്ദം ഒന്നും വേണ്ട. ಅಲ್ಲಿ ಪ್ರಕಟಣೆ ಬೇಡ, ದೇವರ ಶಬ್ದ ಬೇಡ. എനിക്കറിയാം, 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 ನನಗೊತ್ತು, ನನಗೊತ್ತು, ನನಗೊತ್ತು. ഇത് ആത്മീക മരണമാണ്. ಇದೇ ಆತ್ಮಿಕ ಮರಣವಾಗಿದೆ. ഈ പഴയ മനുഷ്യനെ, ಈ ಹಳೆಯ ಮನುಷ್ಯನನ್ನು അവന്റെ പ്രവർത്തികളോടുകൂടെ ಅವನ ಕೃತ್ಯಗಳ ಜೊತೆಗೆ നാം ഉരിഞ്ഞു കളയണം. ನಾವು ಬಿಚ್ಚಿ ಹಾಕಬೇಕು. എന്നിട്ട് ക്രിസ്തുവിൽ പുതിയൊരു മനുഷ്യനെ ധരിക്കണം. ಮತ್ತೆ ಕ್ರಿಸ್ತನಲ್ಲಿ ಹೊಸ ಮನುಷ್ಯನಾಗಿ ಧರಿಸಿಕೊಳ್ಳಬೇಕು. ക്രിസ്തുവിൽ പുതിയ മനുഷ്യനെ ധരിച്ചാൽ ಕ್ರಿಸ್ತನಲ್ಲಿ ಹೊಸ ಮನುಷ್ಯನನ್ನು ಧರಿಸಿಕೊಂಡರೆ സ്വന്തം വിവേകത്തിൽ നടക്കാൻ പാടില്ല. ಸ್ವಬುದ್ಧಿಯಲ್ಲಿ ನಾವು ನಡೆಯಬಾರದು. സാധ്യമല്ല. ಅದು ಸಾಧ್ಯವಲ್ಲ. കർത്താവ് പറയുന്നത് പോലെ മാത്രമേ, ಕರ್ತನು ಹೇಳುವ ಹಾಗೆ ಮಾತ್ರವೇ, കർത്താവിനെ പോലെ മാത്രമേ ಕರ್ತನ ಹಾಗೆ ಮಾತ್ರವೇ നമുക്ക് ജീവിക്കാൻ കഴിയൂ. ನಮಗೆ ಜೀವಿಸಲು ಸಾಧ್ಯ. ഈ ഒരു വെളിപ്പാട് ಈ ಒಂದು ಪ್ರಕಟಣೆ ഒരു ശതാധിപന് ലഭിച്ചു. ಒಂದು ಶತಾಧಿಪತಿಗೆ ಲಭಿಸಿತು. ലൂക്കോസ് 7-ാം അധ്യായം, ಲೂಕನು 7ನೇ ಅಧ್ಯಾಯ അതിന്റെ 7 മുതലുള്ള വാക്യങ്ങൾ. ಅದರ 7ನ ದಿಂದ ಇರುವ ವಾಕ್ಯಗಳು. ശതാധിപന്റെ ദാസന് ദീനം പിടിച്ചു കിടക്കുന്നു. ಶತಾಧಿಪತಿಯ ದಾಸನಿಗೆ ರೋಗವಾಗಿದೆ. ചില യഹൂദന്മാരെ യേശുവിന്റെ അരികിലേക്ക് അദ്ദേഹം അയച്ചു. ಕೆಲ ಯಹೂದ್ಯರನ್ನು ಯೇಸುವಿನ ಬಳಿಗೆ ಆತನು ಕಳಿಸಿದನು. ആ യഹൂദന്മാർ യേശുവിന്റെ അരികിൽ ചെന്നിട്ട് പറഞ്ഞു, ಆ ಯಹೂದ್ಯರು ಯೇಸುವಿನ ಹತ್ತಿರ ಬಂದು ಹೇಳಿದರು, ഈ പ്രശ്നം ഉള്ള ശതാധിപൻ നമുക്കൊരു വലിയ പള്ളി വെച്ച് തന്നിട്ടുണ്ട്. ಈ ತರ ಒಂದು ತೊಂದರೆ ಇರುವ ಒಂದು ಶತಾಧಿಪತಿ ನಮ್ಮ ಹತ್ರ ಬಂದಿದ್ದಾನೆ. അവൻ നമ്മുടെ ജനത്തെ നന്നായി സ്നേഹിക്കുന്നുണ്ട്. ಅವನು ನಮ್ಮ ಜನರನ್ನು ಜಾಸ್ತಿ ಪ್ರೀತಿ ಮಾಡ್ತಿದ್ದಾನೆ. ഈ ವಿಷയത്തിന് വിടുതൽ കൊടുക്കാൻ അവൻ യോഗ്യനാണ്. ಅವನಿಗೆ ಈ ವಿಷಯಕ್ಕೆ ಬಿಡುಗಡೆ ಕೊಡಲಿಕ್ಕೆ ಒಂದು ಯೋಗ್ಯತೆ ಇರುವ ವ್ಯಕ್ತಿಯಾಗಿದ್ದಾನೆ. അങ്ങനെ ഈ പരമയോഗ്യന്റെ അടുത്തേക്ക് പോകാൻ യേശു തീരുമാനിച്ചു. ಆದ್ದರಿಂದ ಕರ್ತನು ಈ ಯೋಗ್ಯನಾದ ಈ ಶತಾಧಿಪತಿ ಹತ್ರ ಹೋಗಲಿಕ್ಕೆ ಸಿದ್ಧ ಮಾಡಿಕೊಂಡನು. അങ്ങനെ ശിഷ്യന്മാരുമായി ശതാധിപന്റെ വീടിനോട് അടുക്കാറായപ്പോ ಅದೇ ರೀತಿಯಾಗಿ ಶಿಷ್ಯರ ಒಟ್ಟಿಗೆ ಈ ಶತಾಧಿಪತಿಯ ಮನೆ ಹತ್ತಿರ ಯೇಸು ಹೋಗುವಾಗ ശതാധിപൻ തന്റെ ദാസന്മാരെ പറഞ്ഞു വിട്ടു. ಶತಾಧಿಪತಿಯು ತನ್ನ ದಾಸರನ್ನು ಕಳಿಸಿದನು.
യേശുവിനോട് പറഞ്ഞു, ಯೇಸುವಿನ ಹತ್ರ ಹೇಳಿದ, എനിക്ക് അങ്ങോട്ട് വരാനുള്ള യോഗ്യത ഇല്ലായിരുന്നു, ನನಗೆ ನಿನ್ನ ಹತ್ರ ಬರಲಿಕ್ಕಿರುವ ಯಾವ ಯೋಗ್ಯತೆ ಇರಲಿಲ್ಲ, അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത്. ಆದ್ದರಿಂದ ನಾನು ನಿಮ್ಮ ಹತ್ರ ಬಂದಿಲ್ಲ. നിന്നെ എന്റെ വീട്ടിലേക്ക് ക്ഷണിക്കത്തക്ക യോഗ്യതയും എനിക്കില്ല. ನಿನ್ನನ್ನು ನನ್ನ ಮನೆಗೆ ಕ್ಷಣಿಸಲು ಇರುವ ಯೋಗ್ಯತೆ ನನಗೆ ಇಲ್ಲ. യേശുവേ, നീ ഇപ്പൊ എവിടെയാണോ എത്തി നിൽക്കുന്നത് അവിടെ നിന്ന് ഒരൊറ്റ വാക്ക് കൽപ്പിച്ചാൽ മതി, എന്റെ ദാസൻ സൗഖ്യമാകും. ಯೇಸುವೆ, ನೀನು ಇವಾಗ ಎಲ್ಲಿ ಬಂದಿದೀಯ ಅಲ್ಲಿ ನಿಂತುಕೊಂಡು ಒಂದು ಮಾತು ಹೇಳಿದರೆ ಸಾಕು, ನನ್ನ ದಾಸನು ಸೌಖ್ಯವಾಗುತ್ತಾನೆ. എന്നിട്ട് ആ ശതാധിപൻ യേശുവിനെ കുറിച്ച് പറയുന്ന ഒരു വെളിപ്പാട് ശ്രദ്ധിച്ചോണം. ಆಮೇಲೆ ಆ ಶತಾಧಿಪತಿಯು ಯೇಸುವಿನ ಕುರಿತಾಗಿ ಹೇಳುವ ಒಂದು ಪ್ರಕಟಣೆ ನೀವು ಗಮನಿಸಬೇಕು. ഞാനും അധികാരത്തിന്റെ കീഴിലുള്ളവനാണ്, ನಾನು ಅಧಿಕಾರದ ಕೆಳಗೆ ಇರುವವನು, എന്റെ കീഴിലും പടയാളികളുണ്ട്, ನನ್ನ ಕೆಳಗಡೆಯೂ ಸೇವಕರಿದ್ದಾರೆ. ഒരുത്തനോട് വരാൻ പറഞ്ഞ വരുന്നു, പോകാൻ പറഞ്ഞ പോകുന്നു. ಒಬ್ಬನಿಗೆ ಬಾ ಅಂದರೆ ಬರುತ್ತಾನೆ, ಹೋಗು ಅಂದ್ರೆ ಹೋಗುತ್ತಾನೆ. ശതാധിപൻ പറയാ, ഞാനും അധികാരത്തിന്റെ കീഴിലുള്ളവനാണ്. ಶತಾಧಿಪತಿಯು ಹೇಳುತ್ತಿದ್ದಾನೆ, ನಾನು ಅಧಿಕಾರದ ಕೆಳಗೆ ಇರುವವನು. യേശുവേ, നീ നിന്റെ ഇഷ്ടത്തിൽ ജീവിക്കുന്നവനല്ല, ಯೇಸುವೆ, ನೀನು ನಿನ್ನ ಇಷ್ಟದಂತೆ ಜೀವಿಸುವವನಲ್ಲ. ഞാൻ ഒരു അധികാരത്തിന്റെ കീഴിൽ എങ്ങനെയാണോ ആയിരിക്കുന്നത് അതുപോലെ നീ ഒരു അധികാരത്തിന്റെ കീഴിൽ ചലിക്കുന്നവനാണ്. ನಾನು ಒಂದು ಅಧಿಕಾರದ ಕೆಳಗೆ ಯಾವ ರೀತಿಯಲ್ಲಿ ಇದ್ದಾನೆ ಅದೇ ರೀತಿಯಲ್ಲಿ ನೀನು ಒಂದು ದೊಡ್ಡ ಅಧಿಕಾರದ ಕೆಳಗೆ ಇರುವ ವ್ಯಕ್ತಿ. ഇങ്ങനെയാണ് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത്. ಇದೇ ರೀತಿಯೇ ಯೇಸು ಕ್ರಿಸ್ತನನ್ನು ರಕ್ಷಕನಾಗಿಯೂ ಕರ್ತನಾಗಿಯೂ ಸ್ವೀಕರಿಸಿದ ಕ್ರಿಸ್ತನಲ್ಲಿ ಇರುವ ಒಬ್ಬ ವ್ಯಕ್ತಿ ಜೀವಿಸಬೇಕಾದದ್ದು. സ്വന്തം അറിവിലും വിവേകത്തിലും ആശ്രയിക്കാൻ നമുക്ക് അനുവാദമില്ല. ಸಬ್ಬೂತಿಯಲ್ಲಿಯೂ ಸ್ವಂತ ಅರಿವಿನಲ್ಲಿಯೂ ಆಶ್ರಯ ಮಾಡಿಕೊಳ್ಳಲು ನಮಗೆ ಅನುಮತಿ ಇಲ್ಲ. പിതാവായ ദൈവത്തിന്റെ അധികാരത്തിൽ മാത്രമാണ് പുത്രൻ ചലിക്കുന്നത്. ತಂದೆಯಾದ ದೇವರ ಅಧಿಕಾರದಲ್ಲಿ ಮಾತ್ರವೇ ಪುತ್ರನಾದ ಯೇಸು ಕ್ರಿಸ್ತನು ನಡೆಯುತ್ತಿರುವುದು. അങ്ങനെ മാത്രമേ നമുക്കും ചലിക്കാൻ അനുവാദമുള്ളൂ. ಆ ರೀತಿಯೇ ನಾವು ಚಲಿಸಲು ಅನುಮತಿ ಇರುವುದು. സ്വന്തം വിവേകത്തിൽ നമുക്ക് ആശ്രയിക്കാൻ അനുവാദമില്ല. ನಮ್ಮ ಸಬ್ಬೂತಿಯಲ್ಲಿ ನಾವು ಆಧಾರ ಮಾಡಿಕೊಳ್ಳಬಾರದು. പൗലോസ് വിചാരിച്ചതുപോലെ വിചാരിക്കാൻ നമുക്ക് അനുവാദമില്ല. ಪೌಲನು ಯೋಚನೆ ಮಾಡಿದ ಹಾಗೆ ಯೋಚನೆ ಮಾಡಲು ನಮಗೆ ಅನುಮತಿ ಇಲ್ಲ. പത്രോസ് സ്വന്തം എക്സ്പീരിയൻസിൽ ആശ്രയിച്ചതുപോലെ നമുക്ക് അനുവാദമില്ല. ಪೇತ್ರನು ಸ್ವಂತ ಎಕ್ಸ್ಪೀರಿಯನ್ಸ್ ನ ಮೇಲೆ ಆಧಾರ ಮಾಡಿಕೊಂಡ ಹಾಗೆ ನಾವು ಆಧಾರ ಮಾಡಿಕೊಳ್ಳಲು ನಮಗೆ ಅನುಮತಿ ಇಲ್ಲ. പത്രോസ്, എനിക്ക് എന്നെ അറിയാം, ഞാൻ നിന്നെ തള്ളി പറയത്തില്ല, അങ്ങനെ സ്വയത്തിൽ ഡിപ്പെൻഡ് ചെയ്യാൻ അനുവാദമില്ല. ಪೇತ್ರನು ನನಗೆ ನನ್ನ ಬಗ್ಗೆ ಚೆನ್ನಾಗಿ ಗೊತ್ತು, ನಾನು ನಿನ್ನನ್ನು ಎಂದಿಗೂ ತಳ್ಳಿ ಹೇಳುವುದಿಲ್ಲ ಎಂಬುದಾಗಿ ಹೇಳಿದ ಹಾಗೆ ಹೇಳಲಿಕ್ಕೆ ನಮಗೆ ಅನುಮತಿ ಇಲ್ಲ. പരിശുദ്ധാത്മാവ് പറയാത്ത ഒരു കാര്യവും ഒരു സ്ഥലത്തും പോകാനോ ചെയ്യാനോ നമുക്ക് അനുവാദമില്ല. ಪವಿತ್ರಾತ್ಮನು ಹೇಳಾದೆ ಒಂದು ಕಡೆ ಹೋಗಲು ಒಂದು ಮಾತು ಮಾತಾಡಲು ನಮಗೆ ಅನುಮತಿ ಇಲ್ಲ. നാം അപ്പന്റെ ശബ്ദം കേട്ട് അപ്പന്റെ ശബ്ദത്തിന് മാത്രമേ ചലിക്കാൻ നമുക്ക് അനുവാദം ദൈവം തന്നിട്ടുള്ളൂ. ನಾವು ನಮ್ಮ ತಂದೆಯ ಮಾತನ್ನು ಕೇಳಿ ತಂದೆಯ ಮಾತಿನ ಪರವಾಗಿ ಮಾತ್ರ ಚಲಿಸಲು ದೇವರು ಅನುಮತಿ ಕೊಟ್ಟಿರುವುದು. മുൻ അനുഭവമുള്ള കാര്യങ്ങളായിരിക്കും, പക്ഷെ പറയാതെ ചെയ്യാൻ പാടില്ല. ನಮಗೆ ಮುಂದೆ ಚೆನ್ನಾಗಿ ಪರಿಚಯವಿರುವ ಅನುಭವವಿರುವ ಕಾರ್ಯವಾಗಿರುತ್ತದೆ, ಆದರೆ ದೇವರ ಅನುಮತಿ ಇಲ್ಲದೆ ನಾವು ಅದನ್ನು ಮಾಡಬಾರದು. പ്രാർത്ഥിക്കാൻ നമുക്കറിയാം, ಪ್ರಾರ್ಥನೆ ಮಾಡಲು ನಿಮಗೆ ಚೆನ್ನಾಗಿ ಗೊತ್ತು, ആരാധിക്കാൻ നമുക്കറിയാം, ಆರಾಧನೆ ಮಾಡಲು ನಿಮಗೆ ಚೆನ್ನಾಗಿ ಗೊತ್ತು, ആത്മീയ കാര്യങ്ങൾ ചെയ്യാൻ നമുക്കറിയാം. ಆತ್ಮಿಕವಾದ ಕೆಲಸಗಳನ್ನು ಮಾಡಲು ನಮಗೆ ಚೆನ್ನಾಗಿ ಗೊತ್ತು. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ നിയോഗം ലഭിക്കാതെ അത് ചെയ്യാൻ നമുക്ക് അനുവാദമില്ലവേ ഇല്ല. ಆದರೆ ಪವಿತ್ರಾತ್ಮನ ಆಲೋಚನೆ ಇಲ್ಲದೆ ಅದನ್ನು ಮಾಡಲು ನಮಗೆ ಅನುಮತಿ ಇಲ್ಲ. പരിശുദ്ധാത്മാവ് നിയോഗം തരാതെ ഒരു വാക്ക് പോലും പറയാൻ ദൈവം നമുക്ക് അനുവാദം തന്നിട്ടില്ല. ಪವಿತ್ರಾತ್ಮನು ನಮಗೆ ಆಲೋಚನೆ ಇಲ್ಲದೆ ಒಂದು ಮಾತನ್ನು ಕೂಡ ಮಾತನಾಡಲು ದೇವರು ನಮಗೆ ಅನುಮತಿ ಕೊಟ್ಟಿಲ್ಲ. ഇന്ന് പകൽ എത്ര പേർ ദൈവത്തോട് പ്രാർത്ഥിക്കും? ಇಂದು ಬೆಳಗ್ಗೆ ಎಷ್ಟು ಜನರು ಪ್ರಾರ್ಥನೆ ಮಾಡುತ್ತೀರಾ? ദൈവപുത്രനായ യേശു എങ്ങനെയാണോ പിതാവിന്റെ മുൻപിൽ സറണ്ടറായി ചലിച്ചത്, അതുപോലെ മതിക്ക് എനിക്ക് ഈ ക്രിസ്തീയ ജീവിതം. ದೇವಪುತ್ರನಾಗಿರುವ ಯೇಸು ಕ್ರಿಸ್ತನು ಯಾವ ರೀತಿಯಲ್ಲಿ ತಂದೆಯ ಮುಂದೆ ಅಧೀನನಾಗಿ ತಂದೆಯ ಕಾರ್ಯಗಳನ್ನು ಮಾಡಿದನು ಅದೇ ರೀತಿ ನಾನು ಕೂಡ ಜೀವಿಸಬೇಕು. പരിശുദ്ധാത്മാവ് എങ്ങനെയാണോ ചലിച്ചത് അതുപോലെ ചലിച്ചാൽ മതി എന്ന് പറയാൻ എത്ര പേർ ഇന്ന് പകൽ തയ്യാറാ? ಪವಿತ್ರಾತ್ಮನು ಯಾವ ರೀತಿ ಚಲಿಸಿದನು ಅದೇ ರೀತಿ ನಾನು ಚಲಿಸಬೇಕೆಂಬುದಾಗಿ ಎಷ್ಟು ಜನರು ಇಂದು ಹೇಳುತ್ತೀರಾ? വിചാരങ്ങളെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വിചാരങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? ಈ ವಿಷಯಗಳನ್ನು ನಾವೇನು ಮಾಡಬೇಕು? 10ാം അധ്യായം 2 കൊരിന്ത്യർ 10ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 2 ಕೊರಿಂಥಿ 10ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ನಾವು ಬರುವಾಗ 3, 4, 5 വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. ಅದರ 3, 4, 5ನೇ ವಾಕ್ಯಗಳಲ್ಲಿ ನಾವು ಇದನ್ನು ಓದುತ್ತೇವೆ. ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ನಾವು ಜಡದಲ್ಲಿ ಸಂಚಾರ ಮಾಡುವವರಾಗಿದ್ದರೂ ನಾವು ಈ ಜಡದ ರೀತಿಯಲ್ಲಿ ನಡೆಯುವವರಲ್ಲ. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല. ನಾವು ಉಪಯೋಗಿಸುವ ಆಯುಧಗಳು ಲೋಕ ಸಂಬಂಧವಾದ ಆಯುಧಗಳಲ್ಲ. ನಾವು ಲೋಕದಲ್ಲಿ ಇದ್ದರೂ ಲೋಕ ಅನುಸಾರವಾಗಿ ಯುದ್ಧ ಮಾಡುವವನಲ್ಲ. ನಾವು ಉಪಯೋಗಿಸುವ ಆಯುಧಗಳು ಲೋಕ ಸಂಬಂಧವಾದ ಆಯುಧಗಳಲ್ಲ. ಅವು ದೇವರ ಎಣಿಕೆಯಲ್ಲಿ ಬಲವಾಗಿತ್ತು ಕೋಟೆಗಳನ್ನು ಕೆಡವಿ ಹಾಕುವಂತಗಳಾಗಿವೆ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളെയും ഇടിച്ചു കളഞ്ഞ് ഈ ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി ഏത് വിചാരത്തെയും പിടിച്ചടക്കി. ആ വാക്യങ്ങൾ 3 നമുക്ക് കിട്ടണം. 3, 4, 4, 5 വായിച്ചേ. ನಾವು ಉಪಯೋಗಿಸುವ ಆಯುಧಗಳ ಲೋಕ ಸಂಬಂಧವಾದ ಆಯುಧಗಳಲ್ಲ, ಅವು ದೇವರ ಎಣಿಕೆಯಲ್ಲಿ ಬಲವಾಗಿದ್ದ ಕೋಟೆಗಳನ್ನು ಕೆಡವಿ ಹಾಕುವಂತಗಳಾಗಿವೆ. ನಾವು
ವಿರ್ತಕಗಳನ್ನು ದೇವಾಜ್ಞೆಗಳನ್ನು ವಿರೋಧಿಸುವುದಕ್ಕೆ ಏರಿಸಲ್ಪಟ್ಟಿರುವ ಉನ್ನತವಾದ ಎಲ್ಲ ಕೊತ್ತಲಗಳನ್ನು ಕೆಡವಿ ಹಾಕಿ ಎಲ್ಲ ಯೋಚನೆಗಳನ್ನು ಕ್ರಿಸ್ತನಿಗೆ ವಿಧೇಯವಾಗುವಂತೆ ಸೆರೆ ಹಿಡಿದು ನಿಮ್ಮ ವಿಧೇಯತ್ವ ಪರಿಪೂರ್ಣವಾದ ಮೇಲೆ ಎಲ್ಲ അവിധേയത്വಕ್ಕೆ ಶಿಕ್ಷೆ ಮಾಡುವುದಕ್ಕೆ ಸಿದ್ಧರಾಗಿದ್ದೇವೆ. അപ്പൊ ഏത് വിചാരത്തെയും നമ്മൾ പിടിച്ചടക്കണം. ಯಾವ ವಿಷಯಗಳನ್ನು ನಾವು ಹಿಡಿದು ಹಾಕಬೇಕು. സദൃശവാക്യം 19:21 വായിക്കുന്നത്, ಜ್ಞಾನೋಕ್ತಿಗಳು 19:20 വാക്യದಲ್ಲಿ ಓದುತ್ತೇವೆ. 19:21 19:21 മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുണ്ട്. ಮನುಷ್ಯನ ಹೃದಯದಲ್ಲಿ ಅನೇಕ ವಿಚಾರಗಳಿದೆ. പക്ഷെ ദൈവത്തിന്റെ ആലോചനയോ നിവൃത്തിയാകും. ಆದರೆ ದೇವರ ಆಲೋಚನೆಯಿಂದಲೇ ಅದು ನೆರವೇರುವುದು. അതുകൊണ്ട് ഏദനിൽ നമുക്ക് ലഭിച്ച പഴത്തിന്റെ പിൻബലമല്ല വേണ്ടത്, നേരിട്ട് ദൈവത്തിന്റെ ശബ്ദം, നേരിട്ട് ദൈവത്തിന്റെ നിയോഗം, അത് മാത്രമാണ് നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. ಆದುದರಿಂದ ಏದೇನ್ ತೋಟದಲ್ಲಿ ನಮಗೆ ಸಿಕ್ಕಿರುವ ಹಣ್ಣಿನ ಬುದ್ಧಿಯಿಂದ ಅಲ್ಲ ನಾವು ನಡೆಯಬೇಕಾದದ್ದು. ನಾವು ನೇರವಾಗಿ ದೇವರ ಶಬ್ದವನ್ನು ಕೇಳಿ, ನೇರವಾಗಿ ದೇವರ ನಿಯೋಗವನ್ನು ಕೇಳಿ ನಮ್ಮ ಜೀವಿತವನ್ನು ನಾವು ಮುಂದುವರಿಸಬೇಕು. ഏദനിൽ സംഭവിച്ച പരാജയത്തെ കാൽവറിയിലാണ് കർത്താവ് പരിഹരിച്ചു തന്നത്. ಏದೇನ್ ತೋಟದಲ್ಲಿ ಸಂಭವಿಸಿದ ಸೋಲನ್ನು ಕಾಲ್ವರಿಯಲ್ಲಿ ದೇವರು ಅದನ್ನು ಪರಿಹಾರ ಮಾಡಿಕೊಟ್ಟರು. കാൽവറിയിൽ എത്തുന്നത് വരെ കർത്താവിനെ കുറിച്ച് പറയുന്നത് ഫിലിപ്പിയർ 2:7 ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി. ಆಮೇಲೆ ಕರ್ತನ ಕುರಿತಾಗಿ ಕೂಡ ಫಿಲಿಪ್ಪ 2:7 ವಾಕ್ಯದಲ್ಲಿ ಹೇಳುತ್ತಾರೆ, ಕ್ರೂಜಿನ ಮರಣವರೆಗೂ ಕರ್ತನು ಕೂಡ ವಿಧೇಯನಾಗಿದ್ದನು ದೇವರ ವಚನಕ್ಕೆ ಎಂಬುದಾಗಿ. ക്രൂശിലെ മരണത്തോളം ಕ್ರೂಶಿನ ಮರಣದವರೆಗೂ അവൻ അനുസരണമുള്ളവനായി. ಅವನು ಅನುಸರಣೆ ಉಳ್ಳವನಾಗಿದ್ದನು. അവിടെ നമുക്ക് പകരമാണ് അവൻ മരിക്കുന്നത്. ಅಲ್ಲಿ ನಮಗೆ ಪರವಾಗಿ ಆತನು ಸಾಯುತ್ತಾನೆ. ഞാൻ മരിക്കേണ്ട സ്ഥലത്ത് കർത്താവ് മരിക്കുക. ನಾನು ಮರಣ ಹೊಂದಬೇಕಾದ ಸ್ಥಳದಲ್ಲಿ ಕರ್ತನು ಮರಣ ഞാൻ ಹೊಂದುತ್ತಾನೆ. ശിക്ഷിക്കപ്പെടേണ്ട സ്ഥലത്ത് അവൻ ശിക്ഷ ഏൽക്കുകയാണ്. ನಾನು ಶಿಕ್ಷೆ ಹೊಂದಬೇಕಾದ ಸ್ಥಳದಲ್ಲಿ ಕರ್ತನು ಶಿಕ್ಷೆ ಹೊಂದುತ್ತಿದ್ದಾನೆ. എന്താണ് ആത്മീക ജീവിതത്തിന്റെ വിജയം? ಏನು ಆತ್ಮಿಕ ಜೀವನದ ಗೆಲುವು? എന്താണ് അതിന്റെ വിജയ രഹസ്യം? ಏನು ಆ ಗೆಲುವಿನ ರಹಸ್ಯ? ഞാൻ അവനോട് കൂടെ ക്രൂശിക്കപ്പെടണം. ನಾನು ಅವನೊಟ್ಟಿಗೆ ಶಿಲುಬೆಯಲ್ಲಿ ಹಾಕಲ್ಪಡಬೇಕು. എന്നിട്ട് അവൻ ഉയർത്ത് ജീവിക്കുന്ന പോലെ നാമും ജീവിക്കണം. ಅವನು ಪುನರುತ್ಥಾನ ಹೊಂದಿ ಜೀವಿಸುವ ಹಾಗೆ ನಾವು ಜೀವಿಸಬೇಕು. എന്താണ് ആ ക്രൂശിൽ സംഭവിച്ചത്? ಏನು ಆ ಕ್ರೂಜಿಯಲ್ಲಿ ಸಂಭವಿಸಿದ್ದು? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ നീ ക്രൂശിൽ നിറങ്ങി വാ. ನೀನು ಜೀವವುಳ್ಳ ದೇವರ ಪುತ್ರನಾಗಿದ್ದರೆ ನೀನು ಆ ಕ್ರೂಜಿಯನ್ನು ಬಿಟ್ಟು ಇಳಿದು ಬಾ. ജീവനോടെ ഇരുന്നപ്പോൾ അവൻ ദൈവപുത്രനാണെന്ന് സ്വയം സമ്മതിച്ചു. ಆಮೇಲೆ ಆತನು ಜೀವಂತವಾಗಿ ನಡೆದಾಗ ನಾನು ದೇವಪುತ್ರನು ಎಂಬುದಾಗಿ ಆತನು ಹೇಳಿಕೊಂಡನು. പക്ഷെ ക്രൂശിൽ കിടക്കുമ്പോൾ പറഞ്ഞു ദൈവപുത്രനാണെങ്കിൽ ഇറങ്ങി വാ. ಆದುದರಿಂದ ಕ್ರೂಜ ಮೇಲೆ ಆತನು ಬಿದ್ದಾಗ ಜನರು ಹೇಳುತ್ತಾರೆ, ನೀನು ದೇವಪುತ್ರನಾದ್ರೆ ಇಳಿದು ಬಾ അവൻ ಎಂಬುದಾಗಿ. ദൈവപുത്രനാണെന്ന് തെളിയിക്കാനല്ല ക്രൂശിൽ കയറിയത്. ನಾನು ದೇವಪುತ್ರನು ಎಂಬುದಾಗಿ ಪ್ರೂವ್ ಮಾಡೋದಿಕ್ಕಲ್ಲ ಆತನು ಕ್ರೂಜ ಮೇಲೆ ಸತ್ತದ್ದು. അവൻ മരണത്തോളം അനുസരിക്കാൻ വേണ്ടി വന്നവനാ. ಅವನು ಮರಣದವರೆಗೂ ಕರ್ತನನ್ನು ಅನುಸರಣೆ ಮಾಡಲು ಬಂದವನು. അവൻ മരിച്ചാലേ ജീവൻ വ്യാപരിക്കൂ. ಅವನು ಸತ್ತರೆ ಜೀವವು ಪ್ರಕಟವಾಗುವುದು. അവൻ അവനെ തന്നെ ഒന്നുമില്ലെന്ന് സമ്മതിച്ചാലേ ഒരു ജീവൻ വ്യാപരിക്കൂ. ನಾನು ನಾನೇ ಇಲ್ಲ ಎಂಬುದಾಗಿ ಆತನು ಅಂಗೀಕರಿಸಿದರೆ ಮಾತ್ರವೇ ಜೀವವು ಪ್ರಚಾರವಾಗುವುದು. എന്താണ് അവനോട് കൂടിയുള്ള മരണം? ಏನು ಕರ್ತನೊಟ್ಟಿಗೆ ಇರುವ ಮರಣ? എടാ, നീ ബാബു ആണെന്നുണ്ടെങ്കിൽ നിന്നെ തന്നെ ഒന്ന് കാണിക്ക്. നീ ബാബു ആണെങ്കിൽ നീ നിന്നെ തന്നെ ഒന്ന് കാണിക്ക്. ബാബു, ನೀನು ಬಾಬು ಆಗಿದ್ದರೆ ನೀನು ಯಾವನೆಂಬುದಾಗಿ ನೀನು ತೋರಿಸು. നീ പ്രവാചകനാണ്, നീ പ്രവചിക്ക്. ನೀನು ಪ್ರವಾದಿ ಆದ್ರೆ ನೀನು ಪ್ರವಚನ ಮಾಡಿ ತೋರಿಸು. ശാന്തി വരവുണ്ട്, ഭൂതത്തെ പുറത്താക്കടാ. ಈ ಶಕ್ತಿ ಇದ್ರೆ ದೆವ್ವಗಳನ್ನು ಆಚೆ ಹಾಕು. നിനക്ക് വെളിപ്പാടുണ്ട്, നീ വെളിപ്പാട് പറ. ನೀನು ಪ್ರಕಟಣೆ ಇದ್ರೆ ಪ್ರಕಟಣೆ ಹೇಳು. അങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ വെളിപ്പെടുത്താനുള്ളതല്ല ഇത്. ಆತರ ಪ್ರಶ್ನೆ ಮಾಡುವಾಗ ಪ್ರಕಟಣೆ ಮಾಡುವ ಒಂದು ವರವಲ್ಲ ಇದು. എന്നിൽ പ്രവചനം ദൈവം തന്നിട്ടുണ്ട്. ನನ್ನಲ್ಲಿ ದೇವರು ಪ್ರವಾಚನ ವರವನ್ನು ಕೊಟ್ಟಿದ್ದಾರೆ. ദൈവം തന്നിട്ടുണ്ട്. ಪ್ರಕಟಣೆ ಕೊಟ್ಟಿದ್ದಾರೆ. ഭാഷകളെ വ്യാഖ്യാനിക്കാൻ വരം ദൈവം തന്നിട്ടുണ്ട്. ವಚನಗಳನ್ನು ವ್ಯಾಖ್ಯಾನ ಮಾಡಲಿರುವ ವರವು ಕೊಟ್ಟಿದ್ದಾರೆ. കണ്ണ് തുറന്നിരിക്കുമ്പോൾ തന്നെ ദർശനം കാണാൻ ഭാഗ്യം അനുവദിച്ചിട്ടുണ്ട്. ಕಣ್ಣು ತೆರೆದಿರುವಾಗಲೇ ದರ್ಶನವನ್ನು ನೋಡಲು ಇರುವ ಒಂದು ವರವನ್ನು ದೇವರು ಕೊಟ್ಟಿದ್ದಾರೆ. രോഗശാന്തി വരവും ഭൂതശാന്തി വരവും ദൈവം തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ರೋಗ ಶಾಂತಿ ವರವು ಭೂತ ಶಾಂತಿ ವರವನ್ನು ದೇವರು ಕೊಟ್ಟಿದ್ದಾರೆ. ചെല്ലുന്ന നാട്ടിൽ അവരുടെ മാതൃഭാഷയിൽ അവരോട് സംസാരിക്കാൻ ദൈവം എനിക്ക് ഭാഷകളുടെ വരം തന്നിട്ടുണ്ട്. ಹೋಗುವ ಜಾಗಗಳಲ್ಲಿ ಆ ಮನುಷ್ಯರ ಜೊತೆ ಮಾತನಾಡಲು ಇರುವ ಒಂದು ಭಾಷೆಯ ಶಕ್ತಿಯನ್ನು ಕೂಡ ದೇವರು ಕೊಟ್ಟಿದ್ದಾರೆ. അത് സാത്താനോ ജനമോ ചലഞ്ച് ചെയ്യുമ്പോൾ വെളിപ്പെടുത്താനുള്ളതല്ല. ಅದನ್ನು ಸೈತಾನನೋ ಜನರು ಚಾಲೆಂಜ್ ಮಾಡುವಾಗ ಪ್ರಕಟಪಡಿಸಿಕೊಡುವುದಲ್ಲ. അത് ഏതേത് സമയത്ത് ദൈവം എന്നോട് പറയുന്നു ആ സ്പോട്ടിൽ അത് വെളിപ്പെടുത്താനുള്ളതാണ്. ಅದು ಯಾವ ಸಮಯದಲ್ಲಿ ದೇವರಾತ್ಮನು ಹೇಳುತ್ತಾನೋ ಆ ಸಮಯದಲ್ಲಿ ಪ್ರಕಟಪಡಿಸಲಿರುವ പരിശുദ്ധാത്മാവ് പറയാതെ അത് ചെയ്യാൻ ഓപ്പറേറ്റ് ചെയ്യാൻ എനിക്ക് അനുവാദമില്ല. ಪವಿತ್ರಾತ್ಮನು ಹೇಳಾದೆ ಆ ಪ್ರಕಟಣೆಗಳನ್ನು ಪ್ರಕಟಿಸಲು ನನಗೆ ಅನುಮತಿ ಇಲ್ಲ. ഇതാണ് ക്രിസ്തുവിനോട് കൂടെയുള്ള മരണം. ಇದೇ ಕ್ರಿಸ್ತನ ಒಟ್ಟಿಗೆ ಇರುವ ಮರಣ. നീ ദൈവപുത്രനാണെങ്കിൽ ഇറങ്ങി വാ. ನೀನು ದೇವರ ಪುತ್ರನಾದ್ರೆ ಇಳಿದು ಬಾ. അവൻ ഇറങ്ങി വന്നില്ല. ಅವನು ಇಳಿದು ಬಂದಿಲ್ಲ. എത്ര പേർക്ക് കാര്യം മനസ്സിലായി? ಎಷ್ಟೊಂದಿಗೆ ಅರ್ಥ ಆಗ್ತಿದೆ?
നിന്നെ ഒന്ന് കാണിക്കാൻ, നിന്റെ തൻ്റെ ഇടമൊന്ന് കാണിക്കാൻ, നിന്റെ അറിവോ കഴിവോ ഒന്ന് കാണിക്കാൻ ഈ ലോകമോ ലോകത്തിലുള്ളവരോ ചലഞ്ച് ചെയ്താൽ കാണിക്കാനുള്ളതല്ല ദൈവം നിനക്ക് തന്നിട്ടുള്ളത്. ನಿನ್ನ ಬುದ್ಧಿಯನ್ನು, ನಿನ್ನ ಅರಿವನ್ನು, ನಿನ್ನ ಶಕ್ತಿಯನ್ನು ಪ್ರಕಟಪಡಿಸಲು ಜನರು ನಿಮಗೆ ಚಾಲೆಂಜ್ ಮಾಡುವಾಗ ಅವರಿಗೆ ತೋರಿಸಿಕೊಡಲಿಕ್ಕೆ ಅಲ್ಲ ದೇವರು ನಿಮಗೆ ಈ ಶಕ್ತಿಯನ್ನು ಕೊಟ್ಟಿರುವುದು. ദൈവമാണ് തന്നതെങ്കിൽ ദൈവം പറയുമ്പോഴേ അത് ചെയ്യാവൂ. ದೇವರು ನಿಮಗೆ ಕೊಟ್ಟದಾದರೆ ದೇವರು ಹೇಳುವಾಗ ನೀನು ತೋರಿಸಬೇಕು. ഓ, നീ പറയുമ്പോഴല്ല, ദൈവം എന്നോട് പറയുമ്പോൾ ഞാൻ ചെയ്യാം. ನೀನು ಹೇಳುವಾಗ ಅಲ್ಲ, ದೇವರು ನನಗೆ ಹೇಳುವಾಗ ನಾನು ಅದನ್ನು ಮಾಡುತ್ತೇನೆ. നീ ചലഞ്ച് ചെയ്യുമ്പോഴല്ല, എന്റെ ദൈവം എന്നോട് പറയുമ്പോൾ ഞാൻ അത് കാണിച്ചു തരാം. ನೀನು ಚಾಲೆಂಜ್ ಮಾಡುವಾಗ ಅಲ್ಲ, ನನ್ನ ದೇವರು ನನಗೆ ಹೇಳುವಾಗ ನಾನು ಅದನ್ನು ತೋರಿಸುತ್ತೇನೆ. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട്? ಅರ್ಥ ಆಗ್ತಿದೆ? എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട്? ಅರ್ಥ ಆಗ್ತಿದೆ? സമയം വളരെ മുൻപോട്ട് പോകുകയാണ്. ಸಮಯ ಹೆಚ್ಚಾಗಿ ಮುಂದೆ ಹೋಗಿದೆ. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം. ಆದಿಕಾಂಡ 41ನೇ ಅಧ್ಯಾಯ. 41-ാം അധ്യായം 41ನೇ ಅಧ್ಯಾಯ. അതിന്റെ 15-16. ಅದರ 15-16ನೇ 15 വാക്യത്തിൽ ഫറവോൻ യോസേഫിനോട് പറയുക. ಆ ವಾಕ್ಯಗಳಲ್ಲಿ ಫಾರೋನನು ಯೋಸೇಫನಿಗೆ ಹೇಳುತ್ತಿದ್ದಾನೆ, നിന്നോടൊരു സ്വപ്നം പറഞ്ഞാൽ നീ അതിന്റെ വ്യാഖ്യാനം തരുമെന്ന് ഞാൻ നിന്നെ കുറിച്ച് കേട്ടു. ನಿನ್ನಲ್ಲಿ ಒಂದು ಕನಸು ನಾನು ಹೇಳಿದರೆ ಆ ಕನಸನ್ನು ಬಿಡಿಸಿ ಹೇಳುತ್ತೀಯ ಎಂಬುದಾಗಿ ನಾನು ನಿನ್ನ ಬಗ್ಗೆ ಕೇಳಿದೆ. ഫറവോൻ ഇത് യോസേഫിനോട് പറയുക. ಫಾರೋನನು ಯೋಸೇಫನಿಗೆ ಹೇಳುತ್ತಿದ್ದಾನೆ. യോസേഫ് പറഞ്ഞു, ಅಲ್ಲ, ഞാനല്ല. ಆದ್ರೆ ಯೋಸೇಫನು ಹೇಳುತ್ತಿದ್ದಾನೆ, ನಾನಲ್ಲ, ദൈവം തന്നെ, ದೇವರೇ ಇದನ್ನು ಪ್ರಕಟಿಸುವುದು, ನಾನಲ್ಲ. സ്വപ്നത്തിന്റെ അർത്ഥം പറയുന്നു, ഞാനല്ല. ಕನಸಿನ ಅರ್ಥವನ್ನು ಹೇಳುವವನು ನಾನು, ദൈവം തന്നെ, ದೇವರೇ ಇದರ ಅರ್ಥವನ್ನು ಹೇಳುತ್ತಾನೆ. എത്രപേർക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട്? ಅರ್ಥ ಆಗ್ತಿದೆ? ഇങ്ങനെ പരിശുദ്ധാത്മാവ് നിയോഗം തരുമ്പോൾ മാത്രം ദൈവം തന്നതിനെ വെളിപ്പെടുത്താൻ താല്പര്യമുള്ള എത്ര പേരുണ്ട്? ಇದೇ ರೀತಿಯಲ್ಲಿ ಪವಿತ್ರಾತ್ಮನು ನಿಮಗೆ ಆಲೋಚನೆ ಕೊಡುವಾಗ ಮಾತ್ರ ದೇವರಾತ್ಮನು ಕೊಟ್ಟಿರುವ ವರಗಳನ್ನು ಪ್ರಕಟಪಡಿಸಲು ಎಷ್ಟು ಜನ ಇಚ್ಛಿಸುತ್ತೀರಾ? സാത്താനോ ഭൂമിയിലുള്ള ആരെങ്കിലും ചലഞ്ച് ചെയ്താൽ ഞാൻ ചലിക്കത്തില്ല കർത്താവേ. ಸೈತಾನನು ಈ ಭೂಮಿಯಲ್ಲಿರುವ ಯಾವ ಮನುಷ್ಯರು ನನ್ನನ್ನು ಚಾಲೆಂಜ್ ಮಾಡಿದ್ರೆ ನಾನು ಆ ಕೆಲಸಗಳು ಮಾಡೋದಿಲ್ಲ. എനിക്ക് നീ തന്ന കഴിവോ അഭിഷേകമോ അറിവോ ആരെല്ലാം ചലഞ്ച് ചെയ്താലും ഞാൻ വെളിപ്പെടുത്തത്തില്ല. ನನಗೆ ನೀನು ಕೊಟ್ಟಿರುವ ಕೃಪೆಯು ಅಭಿಷೇಕವು ಅರಿವು ಯಾರೆಲ್ಲ ಚಾಲೆಂಜ್ ಕೊಟ್ಟರು ನಾನು ಅದನ್ನು ತೋರಿಸಿಕೊಡೋದಿಲ್ಲ. ലോകത്തിലുള്ള ആര് കാണാനും ഞാൻ അത് ചെയ്യത്തില്ല. ಲೋಕದಲ್ಲಿ ಯಾರು ಬಂದು ನನಗೆ ಹೇಳಿದ್ರು ನಾನು ಅದನ್ನು ಮಾಡೋದಿಲ್ಲ. പക്ഷേ ഈ അഭിഷേകം തന്ന അങ്ങ് പറഞ്ഞാൽ ഞാൻ അത് ചെയ്യും. ಆದರೆ ಈ ಅಭಿಷೇಕವನ್ನು ಕೊಟ್ಟು ನೀನು ಹೇಳಿದರೆ ನಾನು ಅದನ್ನು ಮಾಡುತ್ತೇನೆ. ഇന്ന് പകൽ എത്ര പേർ സറണ്ടർ ചെയ്യും? ಈ ಬೆಳಗಿನ ಜಾವದಲ್ಲಿ ಎಷ್ಟು ಜನರು ನಿಮ್ಮನ್ನು ನೀವು ಸಮರ್ಪಿಸುತ್ತೀರಾ? ഇതുപോലെ ദൈവാത്മാവിനാൽ നടത്തപ്പെടുവാൻ ചിലരെ ദൈവത്തിന് ഇന്ന് പകൽ ആവശ്യമുണ്ട്. ಈ ರೀತಿಯಲ್ಲಿ ದೇವರ ಆತ್ಮನ ಮುಖಾಂತರವಾಗಿ ನಡೆಸಲಿಕ್ಕೆ ಕೆಲವರನ್ನು ದೇವರು ಅವಶ್ಯಕವಾಗಿದ್ದಾರೆ. എന്റെ ദൈവം പറഞ്ഞാലേ ചെയ്യൂ, എന്റെ ദൈവം പറയുന്നതേ ചെയ്യൂ. ನನ್ನ ದೇವರು ಹೇಳಿದರೆ ಮಾಡುತ್ತೇನೆ, ನನ್ನ ದೇವರು ಹೇಳಿದರೆ ಮಾತ್ರ ನಾನು ಮಾಡುತ್ತೇನೆ. തീരുമാനമെടുക്കാൻ തയ്യാറുള്ള ചിലതിന് ദൈവത്തിന് ഇന്ന് പകൽ ആവശ്യമുണ്ട്. ಆ ರೀತಿಯಲ್ಲಿ ತೀರ್ಮಾನ ಮಾಡುವ ಕೆಲವರನ್ನು ದೇವರ ಆತ್ಮನಿಗೆ ಇಂದು ಬೆಳಗ್ಗೆ ಬೇಕು. അവരെ ദൈവം ഉപയോഗിക്കാൻ തയ്യാറാ. ಅವರನ್ನು ದೇವರ ಆತ್ಮನು ಉಪಯೋಗಿಸುತ್ತಾನೆ. അതിനെ തടയാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ಅವರನ್ನು ತಡೆಯಲು ಯಾವ ಶಕ್ತಿಗೂ ಆಗೋದಿಲ್ಲ. ഈ ദൈവപുത്രനായ യേശു കർത്താവ്, ಈ ದೇವಪುತ್ರನಾದ ಯೇಸು ಕರ್ತನು പിതാവ് പറയുന്നത് മാത്രം പറയുകയും ತಂದೆ ಹೇಳುವುದನ್ನು ಮಾತ್ರ ಹೇಳುತ್ತಾ പിതാവിന്റെ ഇഷ്ടം മാത്രം ചെയ്യാൻ ഏൽപ്പിക്കപ്പെടുകയും ചെയ്തു. ತಂದೆ ಇಷ್ಟವನ್ನು ಮಾತ್ರ ಮಾಡುತ್ತಾ ಇದ್ದನು. അതുകൊണ്ട് എന്താ പ്രയോജനമുണ്ടായത്? ಆದ್ದರಿಂದ ಏನಾಯಿತು? കൊലോസ്യർ 2:9 വായിക്കുന്നു. ಕೊಲೊಸ್ಸೆ 2:9 അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വ സമ്പൂർണ്ണതയും ಅವನಲ್ಲಿಯೇ ದೇವರ ಪರಿಪೂರ್ಣ ಸಂಪೂರ್ಣತೆಯು ദേഹരൂപമായി വസിക്കുന്നത്. ದೇವರ ರೂಪವಾಗಿ ವಸಿಸುವುದು. എത്രപേർക്ക് കാര്യം മനസ്സിലായി? ನನಗೆ ಅರ್ಥ ಆಗ್ತಿದೆ. ദൈവമക്കളായ നമ്മളോട് കൂടെ ದೇವರ ಮಕ್ಕಳಾದ ನಮ್ಮ ಜೊತೆಗೆ സൃഷ്ടിതാവായ ദൈവം ചലിക്കാൻ ആഗ്രഹിക്കുന്നു. ಸೃಷ್ಟಿಕರ್ತನು ಚಲಿಸಲು ಇಚ್ಛಿಸುತ್ತಾನೆ. ആ മഹാദൈവം നമ്മോട് കൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്നു. ಆ ಮಹಾ ದೇವರು ನಮ್ಮ ಜೊತೆ ವಾಸಿಸಲು ಇಚ್ಛಿಸುತ್ತಾನೆ. പുത്രനെ പോലെ നമുക്കൊന്നും ആകാൻ പറ്റുമോ? ಆ ಪುತ್ರನ ಹಾಗೆ ನಮಗೂ ಆಗೋಲಿಕ್ಕೆ ಸಾಧ್ಯವೋ? ഞാൻ സ്വയമായിട്ടൊന്നും ചെയ്യത്തില്ലെന്ന് പറയാൻ എത്ര പേർക്ക് പറ്റും? ನಾನು ಸ್ವಯಂವಾಗಿ ಏನು ಮಾಡೋದಿಲ್ಲ ಎಂದು ಎಷ್ಟು ಜನರು ಇಂದು ಬೆಳಗ್ಗೆ ತೀರ್ಮಾನ ಮಾಡುತ್ತೀರಾ? സ്വയത്തിൽ ആശ്രയിക്കത്തില്ലെന്ന് പറയാൻ എത്ര പേർക്ക് ನಾನು താല്പര്യമുണ്ട്? ಸಬ್ಬುದಿಯನ್ನು ಆಧಾರ ಮಾಡಿಕೊಳ್ಳಲ್ಲ ಎಂದು ಎಷ್ಟು ಜನರು ಇಂದು ಬೆಳಗ್ಗೆ ಹೇಳುತ್ತೀರಾ? യേശു പറഞ്ഞു, ഞാൻ സ്വന്തമായിട്ടൊന്നും ഇനി പറയത്തില്ല. ಯೇಸು ಹೇಳಾದೆ ನಾನು ಏನು ಹೇಳೋದಿಲ್ಲ എന്റെ ಎಂಬುದಾಗಿ. പിതാവ് എന്നോട് പറയുന്നത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ನನ್ನ ತಂದೆ ನನಗೆ ಹೇಳುವುದನ್ನು ಮಾತ್ರ ನಾನು ಮಾತಾಡುತ್ತೇನೆ. എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യാനാണ് ഞാൻ ഈ ഭൂമിയിലായിരിക്കുന്നത്. ನನ್ನ ತಂದೆ ಇಷ್ಟವನ್ನು ಮಾಡಲಿಕ್ಕೆ ನಾನು ಈ ಭೂಮಿಯಲ್ಲಿ ವಾಸಿಸುತ್ತಿರುವುದು. ഇന്ന് പകൽ ആ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികൾ കൊണ്ട് ഉരിഞ്ഞു കളയാൻ എത്ര പേർ തയ്യാറാ? ಇಂದು ಬೆಳಗಿನ ಜಾವದಲ್ಲಿ ಆ ಹಳೆಯ ಮನುಷ್ಯನನ್ನು ಹಳೆಯ ಕೆಲಸಗಳ ಜೊತೆಗೆ ಬಿಚ್ಚಾಕಲು ಎಷ್ಟು ಜನರು ರೆಡಿಯಾಗಿದ್ದೀರಾ? സ്വന്തം വിവേകത്തിൽ ഊന്നിയ ആ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയാൻ എത്ര പേർ തയ്യാറാ? ಸಬ್ಬುದಿನ ಆಧಾರ ಮಾಡಿಕೊಂಡು ನಡೆದ ಆ ಹಳೆಯ ಮನುಷ್ಯನನ್ನು ಬಿಚ್ಚಿ ಹಾಕಲು ಎಷ್ಟು ಜನರು ಸಿದ್ಧರಾಗಿದ್ದೀರಾ? യേശുവിനോട് കൂടെ മരിച്ചിട്ട് യേശുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽക്കാൻ ഇന്ന് പകൽ എത്ര പേർ തയ്യാറാ? ಯೇಸುವಿನ ಜೊತೆಗೆ ಸತ್ತು ಯೇಸುವಿನ ಜೊತೆಗೆ ಮತ್ತೆ ಪುನರ್ಜೀವವಾಗಿ ಎದ್ದೇಳುವುದಕ್ಕೆ ಎಷ್ಟು ಜನರು ಇದು ಸಿದ್ಧರಾಗಿದ್ದೀರಾ? അവരോട് കൂടെ മഹാദൈവം എഴുന്നേൽക്കാൻ പോകുകയാ. ಅವರ ಜೊತೆಗೆ ಮಹಾ ದೇವರು ಕಾರ್ಯ ಮಾಡುತ್ತಾನೆ. അവരോട് കൂടെ മഹാദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടാൻ പോകുകയാ. ಅವರ ಜೊತೆಗೆ ಮಹಾ ದೇವರ ಕೆಲಸಗಳು ಮಾಡುತ್ತಾನೆ. അങ്ങനെയുള്ളവരെ തടയാൻ ഒരു ശക്തിക്കും സാധ്യമല്ല.
ಆ ರೀತಿಯಲ್ಲಿ ವಾಸಿಸುವ ಜನರ ವಿರೋಧವಾಗಿ ನಿಲ್ಲಲಿಕ್ಕೆ ಯಾವ ಶಕ್ತಿಗೂ ಸಾಧ್ಯವಲ್ಲ. അവർക്ക് വിരോധമായി ഒരു നിയമവും വിലപ്പോവുകയില്ല. ಅವರಿಗೆ ವಿರೋಧವಾಗಿ ಯಾವ ನಿಯಮಗಳು ಎದ್ದೇಳುವುದಿಲ್ಲ. അവർക്കെതിരായി ഒരു വാതിലും അടയപ്പെടുകയില്ല. ಅವರಿಗೆ ವಿರೋಧವಾಗಿ ಯಾವ ಬಾಗಿಲುಗಳು ಮುಚ್ಚಲ್ಪಡುವುದಿಲ್ಲ. ഈ പകൽ ദൈവാത്മാവ് അതിനെ തുറക്കുകയാണ്. ಈ ಬೆಳಗಿನ ಜಾವದಲ್ಲಿ ದೇವರು ಆ ಬಾಗಿಲುಗಳನ್ನು ತೆರೆಯಲಿಕ್ಕೆ ಹೋಗುತ್ತಿದ್ದಾನೆ. ദൈവത്തോട് എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ പറ്റും? ಎಷ್ಟು ಜನರಿಗೆ ಪ್ರಾರ್ಥನೆ ಮಾಡಲಿಕ್ಕೆ ಸಾಧ್ಯ ಇವಾಗ? ഞാൻ എന്നിൽ തന്നെ ആശ്രയിച്ചതെല്ലാം എന്നോട് ക്ഷമിക്കണമേ പിതാവേ. ದೇವರೇ, ನಾನು ನನ್ನನ್ನೇ ಆಶ್ರಯ ಮಾಡಿಕೊಂಡಿದ್ದಕ್ಕಾಗಿ ನನ್ನನ್ನು ಕ್ಷಮಿಸು. എന്റെ അറിവിലും കഴിവിലും ആശ്രയിച്ചതെല്ലാം ക്ഷമിക്കണമേ. ಸಬ್ಬುದ್ಧಿಯಲ್ಲಿಯೂ ನನ್ನ ಸ್ವಂತ ಅರಿವಿನಲ್ಲಿಯೂ ಆಶ್ರಯ ಮಾಡಿದ್ದಕ್ಕಾಗಿ ನನ್ನನ್ನು ಕ್ಷಮಿಸು. നീ തന്ന അഭിഷേകം പോലും കൃപാവരം പോലും നിന്റെ അനുവാദമില്ലാതെ എന്റെ അനുവാദത്തിൽ പ്രയോഗിച്ചതെല്ലാം ക്ഷമിക്കണമേ. ನೀನು ಕೊಟ್ಟ ಅಭಿಷೇಕವು, ನೀನು ಕೊಟ್ಟ ಕೃಪಾವರಗಳು ನಿನ್ನ ಅನುಮತಿ ಇಲ್ಲದೆ ನನ್ನ ಅನುಮತಿಗೋಸ್ಕರ ನಾನು ಉಪಯೋಗಿಸಿದೆ. ഓരോ സെക്കൻഡിലും എനിക്ക് നിന്റെ നിയോഗം വേണം. ಒಂದೊಂದು ಕ್ಷಣಕ್ಕೂ ನನಗೆ ನಿನ್ನ ನಿಯೋಗದಲ್ಲಿಯೇ ಕೆಲಸ ഓരോ ಮಾಡಬೇಕು. ദിവസവും എനിക്ക് നിന്റെ വെളിപ്പാട് വേണം കർത്താവേ. ಒಂದೊಂದು ದಿವಸವೂ ನನಗೆ ನಿನ್ನ ಪ್ರಕಟಣೆ ಬೇಕು. ഓരോ വിഷയത്തിലും നിന്റെ ആത്മാവ് എന്നോട് സംസാരിക്കണം. ಒಂದೊಂದು ವಿಷಯದ ಮೇಲೆಯೂ ನಿನ್ನ ಆತ್ಮವು ಇಂದು ಮಾತಾಡಬೇಕು. എത്ര പേർ ഇന്ന് പകൽ ഹൃദയം തുറന്ന് ദൈവത്തോട് സംസാരിക്കും? ಎಷ್ಟು ಜನರು ಇಂದು ಬೆಳಗ್ಗೆ ಈ ಪ್ರಾರ್ಥನೆಯನ್ನು ಮಾಡುತ್ತೀರಾ? എത്ര പേർ ദൈവത്തോട് സറണ്ടർ ചെയ്യും? ಎಷ್ಟು ಜನರು ಕರ್ತನಲ್ಲಿ ನೀವು ಅಧೀನರಾಗುತ್ತೀರಾ? പോയിന്റ് ഔട്ട് ചെയ്ത് ഓരോ കാര്യത്തിലും ദൈവശബ്ദം കേൾക്കണമെന്ന് പറഞ്ഞ് എത്ര പേർ താല്പര്യമുണ്ട്? ನೀವು ಪ್ರಾರ್ಥನೆ ಮಾಡುವ ಒಂದೊಂದು ವಿಷಯಗಳಿಗೂ ಕರ್ತನು ಮಾತಾಡಬೇಕೆಂಬುದಾಗಿ ಎಷ್ಟು ಜನರು ಇಚ್ಛಿಸುತ್ತೀರಾ? അങ്ങനെ പറയുന്നവർ ദൈവശബ്ദം സ്വപ്നത്തിലൂടെ അറിയാൻ പോവുകയാണ്. ಆ ರೀತಿಯಲ್ಲಿ ನೀವು ಪ್ರಾರ್ಥನೆ ಮಾಡುವಾಗ ದೇವರ ಆತ್ಮನು ಇಂದು ಕನಸಿನಲ್ಲಿ ನಿಮ್ಮಲ್ಲಿ ಮಾತಾಡುತ್ತಾನೆ. അങ്ങനെയുള്ളവരുടെ മുൻപിൽ വെളിപ്പാടുകൾ ഓപ്പൺ ആകാൻ പോകുന്നു. ಆ ರೀತಿಯಲ್ಲಿ ಪ್ರಾರ್ಥನೆ ಮಾಡುವವರ ಮುಂದೆ ಪ್ರಕಟಣೆಗಳು ಪ್ರಕಟಿಸಲಿಕ್ಕೆ ಹೋಗುತ್ತಿದೆ. ദൈവത്തിന്റെ ദർശനത്തിന്റെ തലത്തിലൂടെ ദൈവാത്മാവ് ചിലതിനെ കൈപിടിക്കാൻ തയ്യാറാണ്. ಆಮೇಲೆ ದೇವರು ಕೆಲವರ ಮೇಲೆ ತನ್ನ ದರ್ಶನಗಳನ್ನು ಕೊಟ್ಟು ಕೈ ಹಿಡಿಯಲಿಕ್ಕೆ ಹೋಗುತ್ತಿದ್ದಾನೆ. പൗലോസ് വിചാരിച്ചു സാത്താൻ തടഞ്ഞതുപോലെ ಪೌಲನು ಯೋಚಿಸಿದ ಸೈತಾನನು ತಡೆದ ಮೇಲೆ നീ ആഗ്രഹിച്ചു, നീ വിചാരിച്ച സകല മേഖലകളെയും സാത്താന്റെ ഇരുൾ മൂടിയ മേഖല ഇന്ന് പകൽ ദൈവാത്മാവ് മാറ്റി തരികയാണ്. ಆಮೇಲೆ ನೀನು ಯೋಚನೆ ಮಾಡಿದ ಹಾಗೆ ಸೈತಾನನು ನಿನ್ನ ಜೀವಿತದಲ್ಲಿ ഇരുളാಗಿ ಕತ್ತಲಾಗಿ ಇರುವ ಎಲ್ಲಾ ಕೆಲಸಗಳಲ್ಲಿಯೂ ಕರ್ತನು ಇಂದು ಮುಚ್ಚಲಿಕ್ಕೆ ಹೋಗುತ್ತಿದ್ದಾನೆ. എവിടെ പോണം, എന്ത് ചെയ്യണം, ദൈവാത്മാവ് ഓരോരുത്തരോടും ഇടപെടാൻ പോകുകയാണ്. ನೀನು ಎಲ್ಲಿ ಹೋಗಬೇಕು, ಯಾವ ಕೆಲಸ ಮಾಡಬೇಕು ಎಂಬುದಾಗಿ ಕರ್ತನ ಆತ್ಮನು ಒಬ್ಬೊಬ್ಬರ ಸಂಗಡ ಮಾತಾಡಲಿಕ್ಕೆ ಹೋಗುತ್ತಿದ್ದಾನೆ. നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം. ನೀವು ಈ ರೀತಿಯಲ್ಲಿ ಪ್ರಾರ್ಥನೆ ഒരു ಮಾಡಬೇಕು. പ്രവാചകനിലൂടെ അല്ല കേൾക്കേണ്ടത്. ಒಂದು ಪ್ರವಾದಿಯಿಂದ ಅಲ್ಲ ನಾನು ಕೇಳಬೇಕಾಗಿರುವುದು. അങ്ങനെ അപ്പനാണ് എന്നോട് നേരിട്ട് സംസാരിക്കണം. ನೀನು ನನ್ನ ತಂದೆ ಆಗಿರುವುದರಿಂದ ನೀನು ನನ್ನ ಹತ್ರ ಡೈರೆಕ್ಟ್ ಆಗಿ ಮಾತಾಡಬೇಕೆಂಬುದಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿ. ദൈവാത്മാവ് ഒരു കറുത്ത മൂടുപടലത്തെ മാറ്റുന്ന ഒരു വെളിപ്പാട് കാണുന്നു. ದೇವರಾತ್ಮನು ಒಂದು ಕಪ್ಪು ಬಟ್ಟೆಯನ್ನು ಬಿಚ್ಚುವ ಹಾಗೆ ಒಂದು ದರ್ಶನವನ್ನು ನನಗೆ ಕೊಡುತ್ತಿದ್ದಾರೆ. സ്വന്തം അറിവിലും കഴിവിലും ആശ്രയിച്ചപ്പോൾ വന്ന് വ്യാപരിച്ച ഇരുളിനെ ദൈവാത്മാവ് മാറ്റുകയാണ്. ಸಬೂತಿಯನ್ನು ಸ್ವಂತ ಅರಿವಿನಲ್ಲಿಯೂ ನೀವು ಆಶ್ರಯ ಮಾಡಿಕೊಂಡಾಗ ನಿಮ್ಮ ಜೀವಿತದಲ್ಲಿ ಬಂದು ಹೋದ ಒಂದು ಕಪ್ಪು ಬಟ್ಟೆಯ ಒಂದು ತಡೆಯನ್ನು ಕರ್ತನು ಬಿಚ್ಚುವ ಹಾಗೆ ತೋರಿಸುತ್ತಿದ್ದಾರೆ. സ്വന്തം എക്സ്പീരിയൻസിൽ ആശ്രയിച്ചപ്പോൾ വ്യാപരിച്ച ആ പൈശാചിക ഇരുളുകളെ ദൈവാത്മാവ് മാറ്റുകയാണ്. ನೀವು ಸ್ವಂತ ಎಕ್ಸ್ಪೀರಿಯನ್ಸ್ನ ಮೇಲೆ, ಸ್ವಂತ ಅನುಭವದ ಮೇಲೆ ಆಶ್ರಯ ಪಟ್ಟಾಗ ಆಮೇಲೆ ನಿಮ್ಮ ಜೀವಿತದಲ್ಲಿ ಬಂದು ಹೋದ ಎಲ್ಲ ಕತ್ತಲೆ ಅನುಭವವನ್ನು ಕರ್ತನು ಬಿಚ್ಚುವ ಹಾಗೆ ಪ್ರಕಟಿಸುತ್ತಿದ್ದಾನೆ. സാത്താൻ പരിമിതി ഇട്ടത് ബൗണ്ടറി ഇട്ട് ദൈവാത്മാവ് പൊളിക്കുക. ಆಮೇಲೆ ಸೈತಾನನು ಬೌಂಡ್ರಿ ಹಾಕಿದನ್ನು ದೇವರಾತ್ಮನು ಬಿಚ್ಚಲಿಕ್ಕೆ ಹೋಗುತ್ತಿದ್ದಾನೆ. ജാതീയ ശക്തികൾ അതിരിട്ട് ദൈവാത്മാവ് പൊളിക്കുക. ಆಮೇಲೆ ಶತ್ರುವಿನ ಶಕ್ತಿಗಳು ನಿಮ್ಮನ್ನು ಕಟ್ಟಿ ಹಾಕಿರುವ ವಿಧಗಳಿಂದ ಕರ್ತನು ಬಿಡಿಸಲಿಕ್ಕೆ ಹೋಗುತ್ತಿದ್ದಾನೆ. ഒഴുകി നടക്കേണ്ട നദി ഒരു കുളം പോലെ ആക്കിയത് ഇന്ന് പകൽ ദൈവാത്മാവ് അടിക്കുക. ಆಮೇಲೆ ನದಿಯಾಗಿ ಚಲಿಸಬೇಕಾದುದನ್ನು ಒಂದು ಕೊಳವಾಗಿ ಮಾಡಿರುವ ಅನುಭವದಿಂದ ಕರ್ತನು ನಿನ್ನನ್ನು ಮತ್ತೆ ನದಿಯಾಗಿ ಆಮೇಲೆ ನಡೆಸಲು ಕರ್ತನು ಹೋಗುತ್ತಿದ್ದಾನೆ. എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെട്ടവരോട് വഴിയിതിലെ എന്ന് പരിശുദ്ധാത്മ പറയാൻ ടൈമായി. ಆಮೇಲೆ ಏನು ಮಾಡಬೇಕೆಂಬುದಾಗಿ, ನನಗೆ ಏನು ಮಾಡಬೇಕೆಂಬುದಾಗಿ ಗೊತ್ತಿಲ್ಲ ಎಂದು ಇರುವವರಿಗೆ ಸರಿಯಾದ ಮಾರ್ಗವನ್ನು ಉಪದೇಶಿಸಲು ಕರ್ತನು ಹೋಗುತ್ತಿದ್ದಾನೆ. ഒരുപാട് വിഷയങ്ങൾക്കകത്ത് ടെൻഷൻ അടിച്ച് BP കയറിയ ചില പ്രിയപ്പെട്ടവരെ ദൈവാത്മാവ് സൗഖ്യമാക്കുകയാണ്. ಆಮೇಲೆ ಅನೇಕ ವಿಷಯಗಳಿಗೆ ಟೆನ್ಷನ್ ನೋಡೋದು BP ಹೆಚ್ಚಾಗಿ ಮಾಡಿಕೊಂಡಿರುವ ಕೆಲವರ ಜೀವಿತದಲ್ಲಿ ಕರ್ತನು ಅದ್ಭುತವನ್ನು ಮಾಡಲಿಕ್ಕೆ ಹೋಗುತ್ತಿದ್ದಾನೆ. ദൈവാത്മാവ് എന്നോട് ഇങ്ങനെ പറയുന്നു. ದೇವರಾತ್ಮ ನನ್ನ ಹತ್ರ ಹೀಗೆ ಹೇಳುತ್ತಿದ್ದಾರೆ. ഒരുപാട് വ്യക്തികൾ ಅವ್ಯಕ್ತതയ്ക്കകത്താണ്. ಅನೇಕ ಜನರು ಆಮೇಲೆ ಒಂದು ಸರಿಯಾದ ಮಾರ್ಗವಿಲ್ಲದೆ ನಡೆಯುತ್ತಿದ್ದೀರಾ. അവർ ലോകജാതി ജീവിക്കുന്ന പോലെ അധ്വാനിക്കുന്നു, കഴിക്കുന്നു, മുമ്പോട്ട് പോകുന്നു. ಲೋಕದ ಮನುಷ್ಯರು ಜೀವಿಸುವ ಹಾಗೆ ಅವರು ಕೆಲಸ ಮಾಡ್ತಿದ್ದಾರೆ, ಕಷ್ಟಪಡ್ತಾ ಇದ್ದಾರೆ, ಜೀವನ ಮಾಡ್ತಿದ್ದಾರೆ. ദൈവ മക്കൾ എന്നുള്ള വിശേഷ ബ്ലെസ്സിംഗ് അവരിലേക്ക് വരുന്നില്ല. ಆಮೇಲೆ ದೇವರ ಮಕ್ಕಳು ಎಂಬುದಾಗಿ ಇರುವ ಒಂದು ಆಶೀರ್ವಾದ ಅವರ ಜೀವಿತದಲ್ಲಿ ಬರ್ತಾ ಇಲ್ಲ. ജാതികൾക്ക് അവിശ്വാസികൾക്കുള്ളതുപോലെ മാത്രമാണ്. ಅವಿಶ್ವಾಸಿಗಳು ಯಾವ ರೀತಿಯಲ್ಲಿ ಜೀವಿಸುತ್ತಿದ್ದಾರೆ ಅದೇ ರೀತಿಯಲ್ಲಿ ಜೀವಿಸುತ್ತಿದ್ದಾರೆ. നാം ദൈവത്തിന്റെ പ്രിയ മക്കളാണ്. ಆದರೆ ನಾವು ದೇವರ ಪ್ರಿಯ ಮಕ್ಕಳು. നാം ജാതികൾക്ക് മീതെയാണ്. ನಾವು ಜಾತಿಗಳಿಗೂ ಮೀರಾಗಿ ಮೇಲಾಗಿರುವವರು. നാം അവരെ പോലെ ബന്ധനത്തിലല്ലവേ അല്ല. ನಾವು ಅವರ ಹಾಗೆ ಬಂಧನದಲ್ಲಿ ಇರುವವರಲ್ಲ. സന്തര പ്രൗഢി ബിരിയാതല റൈ 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 സംഖരേദിന വന വന ജല
ദൈവ സാന്നിധ്യം ചലിക്കുന്നു, ദൈവ സാന്നിധ്യം ചലിക്കുന്നു. നാം അവരെ പോലെയല്ല, നാം ദൈവത്തിന്റെ പ്രിയമക്കൾ. ಆಮೆನ್. ನಾವು ಜಾತಿಗಳಂತೆ ಅಲ್ಲ, ನಾವು ದೇವರ ಪ್ರಿಯ ಮಕ್ಕಳು. ദൈവത്താൽ നയിക്കപ്പെടേണ്ടവർ. ಆಮೆನ್. ನಾವು ದೇವರು ನಮ್ಮನ್ನು ಆರಿಸಿಕೊಂಡ ಮಕ್ಕಳು. നാം രാജാതി രാജാവിനാൽ നയിക്കപ്പെടേണ്ടവർ. ಆಮೆನ್. ನಾವು ರಾಜಾದಿ ರಾಜನ ಮಕ್ಕಳಾಗಿದ್ದೇವೆ. നാം കർത്താതി കർത്താവിനാൽ ചലിക്കപ്പെടേണ്ടവർ. ನಾವು ಕರ್ತಾದಿ ಕರ್ತನಿಂದ ಚಲಿಸಬೇಕಾದ ಮಕ್ಕಳು. നാം ഏക സത്യ ദൈവത്താൽ നിയന്ത്രിക്കപ്പെടേണ്ടവർ. ಆಮೆನ್. ಏಕ ಸತ್ಯ ದೇವರಿಂದ ನಿಯಂತ್ರಣಪಡಬೇಕಾದವರು. അവൻ നമ്മുടെ രാജാതി രാജാവ്. ಅವನು ನಮ್ಮ ರಾಜಾದಿ ರಾಜನು. അവൻ നമ്മുടെ കർത്താതി കർത്താവ്. ಅವನು ನಮ್ಮ ಕರ್ತಾದಿ ಕರ್ತನು. അവന് ജയമുള്ളതുപോലെ നാം അവന്റെ ജയത്തിലാണ്. ಅವನಿಗೆ ಜಯವಿರುವ ಹಾಗೆ ನಾವು ಆತನ ಜಯದಲ್ಲಿ ನಡೆಯಬೇಕಾದವರು. പരാജയത്തിന്റെ ആത്മാവിനെ ദൈവാത്മാവ് വെട്ടുക. ಸೋಲಿನ ಆತ್ಮವನ್ನು ದೇವರಾತ್ಮನಿಂದ ಮುರಿಯುತ್ತಿದ್ದಾನೆ. മനസ്സ ശക്തികളെ ദൈവാത്മാവ് അഴിക്കുക. ಅನ್ಯ ಶಕ್ತಿಗಳನ್ನು ದೇವರಾತ್ಮನು ಬಿಚ್ಚುತ್ತಿದ್ದಾನೆ. ദൈവ സ്വാതന്ത്ര്യം ജനത്തിന് മേൽ വരുന്നു. ದೇವರ ಸ್ವಾತಂತ್ರ್ಯ ಜನರ ಮೇಲೆ ಬರುತ್ತಾ ಇದೆ. ദേശം ദൈവത്താൽ പിടിക്കപ്പെടുകയാണ്. ಆಮೇಲೆ ದೇಶವನ್ನು ದೇವರು ಹಿಡಿಯುತ್ತಿದ್ದಾರೆ. ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു. ದೇವರಾತ್ಮನು ಹೀಗೆ ഈ ಹೇಳುತ್ತಿದ್ದಾನೆ. കൂട്ടായ്മയെ കുറിച്ച് ശക്തമായ ദൈവപ്രവൃത്തിയുടെ വാഗ്ദത്തമുണ്ട്. ಈ ಕೂಟದ ಮಧ್ಯದಲ್ಲಿ ಶಕ್ತವಾಗಿ ದೇವರ ವಾಗ್ದಾನವಿದೆ. ഇതല്ല ಈ കൂട്ടായ്മയുടെ മേൽ കിടക്കുന്ന വാഗ്ദത്തം. ಇದಲ್ಲ ಈ ಕೂಟದ ಮೇಲೆ ಇರುವ ದೇವರ അഭിഷിക്ത ವಾಗ್ದಾನ. കുടുംബത്തിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തം ഇതല്ല. ಅಭಿಷಕ್ತನ ಕುಟುಂಬದ ಮೇಲಿರುವ ಒಂದು ವಾಗ್ದಾನವಿದಲ್ಲ. ദൈവാത്മാവ് ഇന്ന് പകൽ അതിന്റെ സാന്നിധ്യത്തെ കൊണ്ട് തെളിയിക്കാൻ പോകുകയാണ്. ದೇವರಾತ್ಮನಿಂದ ಬೆಳಗ್ಗೆ ಅದರ ಪ್ರಕಟಣೆಯನ್ನು ಪ್ರಕಟಿಸಲಿಕ್ಕೆ ಹೋಗುತ್ತಿದ್ದಾನೆ. ഇന്ന് പകൽ ജനത്തെ ദൈവാത്മാവ് സ്വതന്ത്രമാക്കുന്നുണ്ട്. ಇಂದು ಬೆಳಗ್ಗೆ ಜನರನ್ನು ದೇವರಾತ್ಮನು ಸ್ವಾತಂತ್ರ್ಯಗೊಳಿಸುತ್ತಿದ್ದಾನೆ. കാലിന്മേൽ കയറുകൊണ്ട് കെട്ടിയ കുരുക്കുള്ള ഒരു പ്രാവിനെ ദൈവാത്മാവ് ആ കുരുക്കഴിച്ച് പറപ്പിച്ചു വിടുന്നു. ಒಂದು പ്രാവ് ಪಾರಿವಾಳವನ್ನು ಕಟ್ಟು ಹಾಕಿರುವ ಒಂದು ಸ್ಥಿತಿಯಿಂದ, ಅದರ ಕಾಲಿನನ್ನು ಕಟ್ಟಿ ಹಾಕಿರುವ ಸ್ಥಿತಿಯಿಂದ ಆ ಕಟ್ಟಾಕಿರುವುದನ್ನು ಬಿಚ್ಚಿ ಅದನ್ನು ಆರಿಸುವ ಹಾಗೆ ದೇವರಾತ್ಮನು ಇಂದು ಆತರ ಸ್ಥಿತಿಗಳಲ್ಲಿ ಇರುವ ಅನೇಕ ಸ್ಥಿತಿಗಳಿಂದ ಬಿಡಿಸಿ ಆರಿಸುತ್ತಿದ್ದಾನೆ. അതിന്റെ ഒരു കാലിൽ ഒരു ചരട് കൊണ്ട് കെട്ടിയിരുന്ന ആ കുരുക്ക് അഴിച്ചിട്ട് പ്രാവ് പറക്കുന്ന ഒരു വെളിപ്പാട് കണ്ടു. ಒಂದು ಪಾರಿವಾಳದ ಒಂದು ಕಾಲನ್ನು ಕಟ್ಟಿ ಹಾಕಿ ಅದನ್ನು ಇಷ್ಟು ದಿನ ಇಟ್ಟುಕೊಂಡಿದ್ದರು. ಆದ್ರೆ ದೇವರಾತ್ಮನು ಇಂದು ಆ ಪಾರಿವಾಳದ ಒಂದು ಕಾಲಿನ ಕಟ್ಟನ್ನು ಬಿಚ್ಚಿ ಅದಕ್ಕೆ ಸ್ವಾತಂತ್ರ್ಯವನ್ನು ಕೊಡುವುದಾಗಿ ಪ್ರಕಟಣೆಯನ್ನು ಕೊಟ್ಟಿದ್ದಾರೆ. ವಾಷಧರ ಧನಧರ ಛಲ 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 ಅರ್ಧಮನ ವೈಡಮನಗಂ സൈഡബലഘടകതന വൈഡബലഘടകജനാദിയ ജാതീയ ശക്തികൾ മണ്ണിട്ട് മൂടിയ അബ്രഹാമിന്റെ ഉറവകളെ ഇതാ ദൈവാത്മാവ് തുറക്കുന്നു. ಜಾತಿಯ ಶಕ್ತಿಗಳ ಜಾತಿಯ ಶಕ್ತಿಗಳಿಂದ ಕಟ್ಟಲ್ಪಟ್ಟ ಅಬ್ರಹಾಮಿನ ಅನುಗ್ರಹದ ಮೇಲೆ ಕಣ್ಣಿಟ್ಟಿರುವ ಎಲ್ಲ ಶಕ್ತಿಗಳನ್ನು ದೇವರು ಬಿಚ್ಚಲಿಕ್ಕೆ ಹೋಗುತ್ತಿದ್ದಾನೆ. ഫിലിസ്ത്യർ മണ്ണിട്ട് മൂടിയ അബ്രഹാമിന്റെ കുഴികളെ ഇസഹാക്ക് തുറക്കുകയാണ്. ಫಿಲಿಸ್ത്യರು ಮಣ್ಣಾಕಿ ಮುಚ್ಚಿದ ಅಬ್ರಹಾಮಿನ ಎಲ್ಲ ಬಾವಿಗಳನ್ನು ಇಸಾಕನು ತೆಗೆದ ಹಾಗೆ ಕರ್ತನು ಇಂದು ನಿಮ್ಮ ಜೀವಿತದಲ್ಲಿ ಮುಚ್ಚಿ ಹಾಕಿದ ಅನೇಕ ಬಾವಿಗಳು ತೆರೆಯಲಿಕ್ಕೆ ಹೋಗುತ್ತಿದ್ದಾನೆ. ഏത് ശക്തിയാണോ ഉറവയെ മണ്ണിട്ട് മൂടിയത് അതിന്റെ മുൻപിൽ തന്നെ ആ ഉറവയെ തുറക്കുകയാണ്. ಯಾವ ಶಕ್ತಿಯು ಆ ಬಾವಿಯನ್ನು ಬಿಚ್ಚಿತ್ತು ಅದೇ ಶಕ್ತಿಯ ಮುಂಭಾಗದಲ್ಲಿ ಕರ್ತನು ಆ ಬಾವಿಯನ್ನು ಮತ್ತೆ ತೆಗೆಯಲು ಹೋಗುತ್ತಿದ್ದಾನೆ. ഇനി അതിന് മണ്ണിട്ട് മൂടാൻ സാധ്യമല്ലവേ അല്ല. ಇನ್ನು ಯಾವ ಶಕ್ತಿಗೂ ಅದನ್ನು ಮಣ್ಣಿನಿಂದ ಮುಚ್ಚಿ ಹಾಕಲು ಸಾಧ್ಯವಲ್ಲ. ഇനി അതിന് മണ്ണിട്ട് മൂടാൻ സാധ്യമല്ല. ಯಾರಿಂದಲೂ ಮಣ್ಣಾಕಿ ಮುಚ್ಚಲಿಕ್ಕೆ ಸಾಧ್ಯವಲ್ಲ. ഇനി ഫെലിസ്ത്യന് മണ്ണിട്ട് മൂടാൻ സാധ്യമല്ല. ಫಲಿಸ್ത്യರಿಗೆ ಮಣ್ಣಾಕಿ ಮುಚ್ಚಲಿಕ್ಕೆ ಸಾಧ್ಯವಲ್ಲ. വാഗ്ദത്ത സന്തതികൾ അതിനെ തുറക്കുകയാണ്. ವಾಗ್ದಾನ ಸಂತತಿಗಳಿಗೋಸ್ಕರ ಅದನ್ನು ತೆರೆಯಲಿಕ್ಕೆ ಹೋಗುತ್ತಿದ್ದಾನೆ. ആ മണ്ണിട്ട് മൂടിയ ഉറവയെ ആ വെള്ളത്തെ ദൈവാത്മാവ് തുറക്കുന്നു. ಆ ಮಣ್ಣಾಕಿ ಮುಚ್ಚಿದ ಆ ಬಾವಿಯನ್ನು ದೇವರಾತ್ಮನು ತೆರೆಯುತ್ತಿದ್ದಾನೆ. ഒരു നിമിഷം കണ്ണുകളെ അടക്കി. ಒಂದು ನಿಮಿಷ ಕಣ್ಣುಗಳನ್ನು ಮುಚ್ಚಿ. നാം എടുത്ത ടോപ്പിക്ക് തീർന്നിട്ടല്ല. ನಾವು ತೆಗೆದ ವಿಷಯ ಮುಕ್ತಾಯವಾಗಿದೆ. വളരെ മുൻപോട്ട് പോയിരിക്കുന്നു. ಸಮಯ ಹೆಚ್ಚಾಗಿ ಮುಂದೆ ಹೋಗಿದೆ. ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കുക. ದೇವರಾತ್ಮನಲ್ಲಿ ಈ ರೀತಿಯಲ್ಲಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿ. പത്രോസിനെ പോലെ മുൻ എക്സ്പീരിയൻസ് എന്റെ പരാജയമായി മാറും. ಪೇತ್ರ ಹಾಗೆ ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಇರುವ ಅನುಭವದಿಂದ ನನಗೆ ಸೋಲು ಇನ್ನು ಮುಂದೆ ಆಗಬಾರದು. എനിക്ക് അറിയാവുന്ന തൊഴിൽ തന്നെയാ, ನನಗೆ ಗೊತ್ತಿರುವ ಕೆಲಸವೇ, എനിക്ക് അറിയാവുന്ന കാര്യം തന്നെയാ, ನನಗೆ ಗೊತ್ತಿರುವ ಕಾರ್ಯವೇ. പക്ഷെ നിന്റെ വാക്കിന് ഞാൻ ഇനി ചെയ്യൂ. ಆದ್ರೆ ನಿನ್ನ ಮಾತಿನಿಂದಲೇ ನಾನು ಕೆಲಸ ಮಾಡಲಿಕ್ಕೆ ಹೋಗುತ್ತೇನೆ. പത്രോസ് പറഞ്ഞതുപോലെ ഞാനും പറയുന്നു. ಪೇತ್ರನು ಹೇಳಿದಾಗೆ ನಾನು ಹೇಳುತ್ತೇನೆ. എനിക്ക് അറിയാവുന്ന ഏത് കാര്യമാണെങ്കിലും, ನನಗೆ ಗೊತ್ತಿರುವ ಎಲ್ಲ ವಿಷಯಗಳಾದರೂ, എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്ത് കാര്യമാണെങ്കിലും, ನನಗೆ ಗೊತ್ತಿರುವ ಏನೇ ವಿಷಯವಾದರೂ, നിനക്ക് വേണ്ടിയാണെങ്കിലും എനിക്ക് വേണ്ടിയാണെങ്കിലും, ಅದು ನಿನಗೋಸ್ಕರವಾದರೂ ನನಗೋಸ್ಕರವಾದರೂ, യേശുവേ നിന്റെ വാക്കിന് ഞാൻ അത് ചെയ്യൂ. ಯೇಸುವೇ ನಿನ್ನ ಮಾತಿಗೆ ನಾನು ಇನ್ನು ಮುಂದೆ ಮಾಡುವುದು. എന്നെ അങ്ങനെ അനുവദിക്കണമേ. ಅದಕ್ಕೋಸ್ಕರ ನೀನು ಅನುಮತಿ ಕೊಡು. എന്റെ അറിവിൽ ഞാൻ ഇനി എടുത്തിയാടി ചെയ്യാൻ സമ്മതിക്കല്ലേ. ನನ್ನ ಸೊಬೂದಿಗೆ ಆಧಾರ ಮಾಡಿಕೊಂಡು ನಾನು ಯಾವ ಕೆಲಸವನ್ನು ಮಾಡಲಿಕ್ಕೆ ನೀನು ಬಿಡಬಾರದು. എന്റെ മുൻ പരിചയത്തിൽ ഇനി ഒന്നും ചെയ്യാൻ എന്നെ അനുവദിക്കരുത്. ನನ್ನ ಮುಂದೆ ನನ್ನ ಜೀವಿತದಲ್ಲಿ ಇರುವ ಅನುಭವದಿಂದ ನಾನು ಕೆಲಸ ಮಾಡಲಿಕ್ಕೆ ನೀನು ಅನುಮತಿ ಕೊಡಬಾರದು. അതെന്റെ പരാജയമാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. ಅದು ನನ್ನ ಸೋಲೆ ಎಂಬುದಾಗಿ ನಾನು
ಅಕ್ಸೆಪ್ಟ್ ಮಾಡ್ತೇನೆ. തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളുടെ അടുക്കൽ പോകാൻ പൗലോസ് വിചാരിച്ചു, സാത്താൻ തടഞ്ഞതുപോലെ എന്റെ ജീവിതത്തിൽ സംഭവിക്കരുത്. ಥೆಸಲೋನಿಕದಲ್ಲಿ ಇರುವ ವಿಶ್ವಾಸಿಗಳ ಮಧ್ಯದಲ್ಲಿ ಹೋಗಲು ಪೌಲನು ಇಚ್ಛಿಸಿದ, ಆದರೆ ಸೈತಾನ್ ತಡೆದ ಹಾಗೆ ಇರುವ ಅನುಭವ ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಇಂದು ಬರಬಾರದು. എന്റെ വിചാരം സൈത്താന് പ്രവർത്തിക്കാനുള്ള അവസരമായി മാറല്ലേ ദൈവമേ. ನನ್ನ ವಿಚಾರಗಳು ಸೈತಾನನಿಗೆ ನನ್ನ ಜೀವಿತದಲ್ಲಿ ಕಾರ್ಯ ಮಾಡಲು ಅವಕಾಶ ಕೊಡಬಾರದಪ್ಪ. നീ അനുവദിക്കാത്ത ഒരു കാര്യത്തിലും ഞാൻ എടുത്തിയാടാൻ ദൈവം അനുവദിക്കല്ലേ. ನೀನು ಅನುಮತಿ ಕೊಡಾದ ಒಂದು ವಿಷಯಗಳು ಕೂಡ ನಾನು ಮಾಡಬಾರದು. നിന്റെ ശബ്ദം കൂടാതെ ഒന്നിനും ഞാൻ പുറപ്പെടാൻ സമ്മതിക്കല്ലേ. ನಿನ್ನ ಶಬ್ದವಿಲ್ಲದೆ ಒಂದು ಕೆಲಸವೂ ನಾನು ಮಾಡಬಾರದು. ആസിയിൽ പ്രസംഗിക്കുന്നത് കർത്താവിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞതാണ്. ಆಸಿಯದಲ್ಲಿ ಪ್ರಸಂಗ ಮಾಡಬಾರದೆಂದು ದೇವರಾತ್ಮನು ಹೇಳಿದನು. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോകാൻ ഇനി എന്നെ അനുവദിക്കരുത്. ಆದ್ದರಿಂದ ಇನ್ನು ನನಗಿಷ್ಟ ಇರುವ ಜಾಗಕ್ಕೆ ಹೋಗಲಿಕ್ಕೂ ಕೂಡ ನೀನು ಅನುಮತಿ ಕೊಡಬಾರದು. അങ്ങനെ എന്റെ വിലപ്പെട്ട സമയവും പണവും നഷ്ടപ്പെടാൻ ദൈവം അനുവദിക്കരുത്. ಆ ರೀತಿ ನಾನು ಹೋದರೆ ನನ್ನ ಹಣವು ನನ್ನ ಸಂಪತ್ತು ನಷ್ಟವಾಗುತ್ತದೆ, ನನ್ನ ಸಮಯವು ಆ ರೀತಿಯಲ್ಲಿ ಆಗಬಾರದಪ್ಪ. പൗലോസിന്റെ രാത്രി ദർശനം കൊടുത്തതുപോലെ ಪೌಲನಿಗೆ ರಾತ್ರಿಯಲ್ಲಿ ದರ್ಶನ ಕೊಟ್ಟ ಹಾಗೆ ഞാൻ എവിടെ എന്ത് എപ്പോൾ ചെയ്യണമെന്ന് നീ എന്നോട് ഇടപെടണം. ನಾನು ಯಾವಾಗ ಎಲ್ಲಿ ಏನು ಮಾಡಬೇಕೆಂಬುದಾಗಿ ನೀನು ನನ್ನ ಹತ್ರ ಮಾತಾಡಬೇಕು. അവിടുത്തെ ശബ്ദം കൂടാതെ ഇനി എനിക്ക് ചലിക്കാൻ കഴിയരുത്. ಕರ್ತನೇ, ನಿನ್ನ ಶಬ್ದವಿಲ್ಲದೆ ನಾನು ಒಂದು ಕಾರ್ಯವೂ ಕೂಡ ಮಾಡಬಾರದು. അങ്ങയുടെ പുത്രൻ എങ്ങനെയാണോ പിതാവിന്റെ മുമ്പിലായിരുന്നു അതുപോലെ മാത്രം മതി എനിക്ക്. ಅಪ್ಪ, ನಿನ್ನ ಪುತ್ರನು ಈ ಭೂಮಿಯಲ್ಲಿ ಯಾವ ರೀತಿಯಲ್ಲಿ ತಂದೆಯ ಜೊತೆಯಲ್ಲಿ ಇದ್ದನೋ ಅದೇ ರೀತಿಯಲ್ಲಿ ನಾವು ಕೂಡ ಈ ಭೂಮಿಯಲ್ಲಿ ವಾಸಿಸಬೇಕು. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് പോലും ನನ್ನಲ್ಲಿ ವಾಸಿಸುವ ಪವಿತ್ರಾತ್ಮನು ಕೂಡ അങ്ങയുടെ ശബ്ദം കൂടാതെ ഒന്നും സ്വയമായിട്ട് പറയുന്നില്ലെങ്കിൽ, ನಿನ್ನ ಶಬ್ದವನ್ನು ಕೇಳಾದೆ ಒಂದು ತನ್ನ ಸ್ವಯಂ ಇಚ್ಛೆಯಲ್ಲಿ ಮಾಡದಿದ್ದರೆ, പുത്രൻ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ, ಪುತ್ರನು ಆ ರೀತಿಯಲ್ಲಿ ಮಾಡದಿದ್ದರೆ ഞാൻ എത്രയധികം അങ്ങേക്ക് കീഴടങ്ങണം. ನಾನು ಯಾವ ರೀತಿಯಲ್ಲಿ ನಿನಗೆ ಸಮರ್ಪಣೆಯನ್ನು ಮಾಡಬೇಕು. സാത്താൻ പോലും നിന്റെ അനുവാദം കൂടാതെ ഈ ഭൂമിയിൽ ഒന്നും ചെയ്യുന്നില്ല. ಸೈತಾನನು ಕೂಡ ನಿನ್ನ ಅನುಮತಿ ಇಲ್ಲದೆ ಭೂಮಿಯಲ್ಲಿ ಏನು ಮಾಡುತ್ತಿಲ್ಲ. യോബിനെ പരീക്ഷിക്കാൻ സാത്താൻ നിന്റെ അനുവാദം വാങ്ങി. ಯೋಬನನ್ನು ಪರೀಕ್ಷೆ ಮಾಡಲು ಸೈತಾನ ನಿನ್ನ ಅನುಮತಿಯನ್ನು ಕೇಳಿದನು. പത്രോസിനെ പരീക്ഷിക്കാൻ പലതവണ നിന്റെ അരികിൽ വന്ന അനുവാദത്തിന് വേണ്ടി. ಪೇತ್ರನನ್ನು ಪರೀಕ್ಷೆ ಮಾಡಲು ಅನೇಕ ಬಾರಿ ನಿನ್ನ ಹತ್ರ ಬಂದು ಅನುಮತಿ ಕೇಳಿದನು. യേശു സാത്താനെ സമ്മതിച്ചില്ല. ಆದ್ರೆ ಯೇಸು ಕ್ರಿಸ್ತನು ಅದನ್ನು ಅನುಮತಿ ಕೊಡಲಿಲ್ಲ. സാത്താന് പോലും സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ സാധ്യമല്ല. ಸೈತಾನನಿಗೂ ಕೂಡ ಸ್ವಂತ ತೀರ್ಮಾನದಿಂದ ಏನು ಮಾಡಲು ಸಾಧ್ಯವಲ್ಲ. യേശു ക്രിസ്തുവിന് പിതാവിന്റെ അനുവാദം കൂടാതെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ಯೇಸು ಕ್ರಿಸ್ತನಿಗೆ ತನ್ನ ತಂದೆಯ ಅನುಮತಿ ಇಲ್ಲದೆ ಏನು ಮಾಡಲಿಕ್ಕೆ ಸಾಧ್ಯವಲ್ಲ. പരിശുദ്ധാത്മാവിന് സ്വന്തമായി ഒന്നും പറയാൻ സാധ്യമല്ല. ಪವಿತ್ರಾತ್ಮನಿಗೆ ಸ್ವಂತವಾಗಿ ಏನು ಮಾತಾಡಲು ಅನುಮತಿ ಇಲ್ಲ. പിതാവേ, ഞാൻ എത്രയധികം സമർപ്പിക്കണം. ತಂದೆಯೇ, ನಾನು ಎಷ್ಟು ನಿನ್ನ ಹತ್ರ ಸಮರ್ಪಣೆ ಮಾಡಬೇಕು. എനിക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. ನನ್ನಲ್ಲಿ ತಪ್ಪು ಸಂಭವಿಸಿದೆ. ഇത്രയും നാളുകളിൽ എന്റെ നഷ്ടം എന്താണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ಇಷ್ಟು ದಿವಸ ನನ್ನ ಜೀವಿತದಲ್ಲಿ ನಡೆದು ಹೋದ ಎಲ್ಲ ನಷ್ಟಗಳಿಗಿರುವ ವಿಷಯ ನನಗೆ ಗೊತ್ತಾಯಿತು. എന്റെ ജീവിതത്തിലെ പോരാട്ടങ്ങൾ, പ്രശ്നങ്ങൾ മാറാത്തത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ನನ್ನ ಜೀವಿತದಲ್ಲಿ ಹೋರಾಟವು ಸಮಸ್ಯೆಗಳು ಯಾಕೆ ಹೋಗುತ್ತಿಲ್ಲ ಎಂಬುದಾಗಿರುವ ಕಾರಣ ಗೊತ್ತಾಯಿತು. ഇന്ന് പകൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ಇಂದು ಹಗಲಿನ ಜಾವದಲ್ಲಿ ನನ್ನನ್ನೇ ನಾನು ಸಮರ್ಪಣೆ ಮಾಡುತ್ತಿದ್ದೇನೆ. പത്രോസ് പറഞ്ഞതുപോലെ ഞാൻ എന്നെ തന്നെ സമ്മതിച്ചു പറയുന്നു. ಪೇತ್ರನು ಹೇಳಿದಾಗೆ ನನ್ನನ್ನು ನಾನು ಅಂಗೀಕರಿಸಿ ഞാൻ ಹೇಳುತ್ತೇನೆ. പാപിയായ ഒരു മനുഷ്യൻ, ನಾನು ಪಾಪಿಯಾದ ಮನುಷ್ಯ, സ്വന്തം വിവേകത്തിൽ ഊന്നിയവൻ, ಸಬೂದಿನ ಆಧಾರ ಮಾಡಿಕೊಂಡವನು, സ്വന്തം അറിവിലും കഴിവിലും ആശ്രയിച്ചവൻ. ಸ್ವಂತ ಅರಿವಿನಲ್ಲಿಯೂ ಸ್ವಂತ ಅನುಭವದಲ್ಲಿ ಆಶ್ರಯ ಮಾಡಿಕೊಂಡವನು. നീ എന്നോട് ക്ഷമിക്കണമേ. ನೀನು ನನ್ನನ್ನು ಕ್ಷಮಿಸು. നിന്റെ വാക്കിന് ഞാൻ വിലയിറക്കാം. ನಿನ್ನ ಮಾತಿಗೆ ಬೆಲೆ ಕೊಟ್ಟು ദൈവം അനുവദിക്കുന്ന പക്ഷം ഞാനത് ചെയ്യാം. ದೇವರ ಅನುಮತಿ ಮಾಡುವ ಕೆಲಸವಂತರೆ ನಾನು ಮಾಡುತ್ತೇನೆ. അങ്ങേക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്ന നിന്റെ അനുവാദം കൂടാതെ അതിനും ഞാൻ ഇനി തയ്യാറല്ല. ನಿನಗೋಸ್ಕರ ನಿನ್ನಲ್ಲಿ ನಾನು ಸಮರ್ಪಣೆಯನ್ನು ಮಾಡುತ್ತಿದ್ದೇನೆ. ನಿನ್ನ ಅನುಮತಿ ಇಲ್ಲದೆ ನಾನು ಏನು ಮಾಡೋದಿಲ್ಲ. നീ ഇങ്ങോട്ട് എന്നോട് പറയാതെ ഞാൻ അങ്ങോട്ട് ചാടിക്കേറി ഒന്നും ഇനി പറയത്തില്ല. ಕರ್ತನೆ, ನೀನು ನನಗೆ ಹೇಳಾದೆ ನಾನು ಏನು ಒಂದು ಕೆಲಸವು ಮಾಡಲಿಕ್ಕೆ ಹೋಗುತ್ತಿಲ್ಲ. റോമർ 8:14 പറയുന്ന പോലെ ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കൾ. ರೋಮ 8:14 ಹೇಳುವ ಹಾಗೆ ದೇವರಾತ್ಮವು ನಡೆಸುವವನು ಎಲ್ಲವೂ ದೇವರ ಮಕ್ಕಳು. നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ എന്നെ മഹത്വത്തിലേക്ക് കൈക്കൊള്ളും. ನಿನ್ನ ಆಲೋಚನೆಯಲ್ಲಿ ನೀ ನನ್ನನ್ನು ನಡೆಸು, ಆಗ ನಿನ್ನ ಮಹತ್ವದಲ್ಲಿ ನನ್ನನ್ನು ಕೈ ಹಿಡಿಯುತ್ತೀಯ. എന്നെ നടത്താൻ നിയോഗിക്കപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ അധികമായി എന്നെ നിറയ്ക്കണമേ. ನನ್ನನ್ನು ನಡೆಸಲು ಅನುಮತಿ ಕೊಟ್ಟಿರುವ ಆ ಪವಿತ್ರಾತ್ಮನಲ್ಲಿ ಹೆಚ್ಚಾಗಿ ನನ್ನನ್ನು ತುಂಬಿಸು. എന്നെ നടത്താൻ കഴിവുള്ള കർത്താവിന്റെ സാന്നിധ്യം എന്നോട് കൂടെ ചലിക്കണമേ. ನನ್ನನ್ನು ನಡೆಸಲಿರುವ ಕರ್ತನ ಸಾನ್ನಿಧ್ಯ ನನ್ನಲ್ಲಿ ತುಂಬಿಸು. ഇനി ഞാനല്ല, എന്നിൽ ക്രിസ്തു അത്രേ. ಇನ್ನು ಮುಂದೆ ನಾನಲ್ಲ, ನನ್ನಲ್ಲಿ ಕ್ರಿಸ್ತನಾಗಿದ್ದೇನೆ. യോസഫ് പറഞ്ഞതുപോലെ ഞാനല്ല, ദൈവം തന്നെ. ಯೋಸೇಫನು ಹೇಳಿದ ಹಾಗೆ ನಾನಲ್ಲ, ದೇವರೇ. ഇനി ഞാനല്ല, എന്നിൽ ക്രിസ്തു അത്രേ. ಇನ್ನು ಮುಂದೆ ನಾನಲ್ಲ, ನನ್ನಲ್ಲಿ ಕ್ರಿಸ್ತನು. അങ്ങനെ ഒരു ജീവിതം എനിക്ക് വിധികരമായി നൽകണമേ പിതാവേ. ಆ ರೀತಿಯಲ್ಲಿರುವ ಒಂದು ಜೀವನ ನನಗೆ ಮುಂದೆ ಕೊಡಬೇಕು. എന്റെ ബുദ്ധിയിൽ ഞാൻ ഇനി ആശ്രയിക്കില്ല. ನನ್ನ ಸ್ವಬುದ್ಧಿಯಲ್ಲಿ ನಾನು ಆಧಾರ ಮಾಡಲ್ಲ. അറിവിലും കഴിവിലും പഠനത്തിലും ബുദ്ധി ഒന്നിലും ഞാൻ ആശ്രയിക്കത്തില്ല. ನನ್ನ ಶಕ್ತಿಯಲ್ಲೂ ನನ್ನ ವಿದ್ಯಾಭ್ಯಾಸದಲ್ಲಿಯೂ ನನ್ನ ಬಲದಲ್ಲಿಯೂ ನನ್ನ ಅನುಭವದಲ್ಲಿಯೂ ನಾನು ಆಶ್ರಯ ಪಡುವುದಿಲ್ಲ. എനിക്കറിയാവുന്ന കാര്യമാണെങ്കിലും ദൈവാത്മാവ് പറയാതെ ഞാനത് ചെയ്യില്ല. ನನಗೆ ಗೊತ್ತಿರುವ ವಿಷಯವಾದರೂ ದೇವರಾತ್ಮನ ಅನುಮತಿ ಕೊಡಾದೆ ನಾನು ಮಾಡೋದಿಲ್ಲ.
നിനക്ക് കഴിവുണ്ട്, നീ ശ്രമിച്ചാൽ നടക്കുമെന്ന് ആര് പറഞ്ഞാലും ഞാൻ ചെയ്യില്ല കർത്താവേ. ಅವ ನಿನ್ನಿಂದ ಆಗುತ್ತದೆ, ನಿನಗೆ ಶಕ್ತಿ ಇದೆ ಎಂಬುದಾಗಿ ಬೇರೆಯೊಬ್ಬರು ಹೇಳಿದರೂ ಕೂಡ ನಾನು ಮಾಡಲಿಕ್ಕೆ ಹೋಗೋದಿಲ್ಲ. നിന്നിൽ അതിന്റെ സ്കില്ലുണ്ട് എന്ന് പറഞ്ഞാലും ഞാൻ അത് ചെയ്യത്തില്ല. ನಿನಗೆ ಅದರಲ್ಲಿ ಬಹಳವಾಗಿ ಕೌಶಲ್ಯವಿದೆ ಎಂದು ಯಾರು ಹೇಳಿದ್ರು ನಾನು ಮಾಡಲ್ಲ. ഞാൻ അവരോട് പറയും, ദൈവം എന്നോട് പറയട്ടെ, ഞാൻ ചെയ്യാം. ನಾನು ಆತನಿಗೆ ಹೇಳುತ್ತೇನೆ, ದೇವರು ನನಗೆ ಅನುಮತಿ ಕೊಟ್ಟರೆ ನಾನು ಮಾಡುತ್ತೇನೆ ಎಂಬುದಾಗಿ. ദൈവാത്മാവ് എന്നോട് പറയട്ടെ, ഞാൻ ചെയ്യാം. ದೇವರಾತ್ಮ ನನ್ನಲ್ಲಿ ಹೇಳಲಿ, ನಾನು ಆಗ ಮಾಡುತ್ತೇನೆ ಎಂಬುದಾಗಿ. വേഗത്തിൽ ആ വിഷയത്തിന്റെ ദൈവശബ്ദത്തിന് വേണ്ടി ഞാൻ മുട്ടുമടക്കും. ದೇವರ ಬೇಗನೆ ನಾನು ಆ ವಿಷಯದಗೋಸ್ಕರ ನಿನ್ನ ಸಮ್ಮುಖದಲ್ಲಿ ನಾನು ಮಂಡಿ ಕಲ್ಹೂರುತ್ತೇನೆ. ഒരു വെളിപ്പാടിന് വേണ്ടി ഞാൻ മുട്ടുമടക്കും. ಒಂದು ಪ್ರಕಟಣೆಗೋಸ್ಕರ ನಾನು ಮಂಡಿ ಕಲ್ಹೂರುತ್ತೇನೆ. ഒരു ദർശനത്തിന് വേണ്ടി ഞാൻ മുട്ടുമടക്കും. ದರ್ಶನಕ್ಕೋಸ್ಕರ ನಾನು ನಿನ್ನ ಮುಂದೆ ಮಂಡಿ ಕಲ್ಹೂರುತ್ತೇನೆ. എന്നെ ലജ്ജിപ്പിക്കരുത്. ನನ್ನನ್ನು ಲಜ್ಜೆಪಡಿಸಬೇಡ. അങ്ങാണ് എന്റെ യജമാനൻ. ನೀನೇ ನನ್ನ ಯಜಮಾನನು. അങ്ങാണ് എന്റെ കർത്തൻ. ನೀನೇ ನನ್ನ ಕರ್ತನು. അങ്ങാണ് എന്റെ ഡ്രൈവർ. ನೀನೇ ನನ್ನ ಸಂಚಾಲಕನು. അങ്ങാണ് എന്റെ നിയന്ത്രിതാവ്. ನೀನೇ ನನ್ನನ್ನು ನಿಯಂತ್ರಿಸುವವನು. അപ്പോൾ മാത്രമാണ് നീ എനിക്ക് ദൈവമായിരിക്കുന്നത്. ಆಗ ಮಾತ್ರವೇ ನೀನೇ ನನ್ನ ದೇವರಾಗುವುದು. അപ്പോൾ മാത്രമാണ് ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നത്. ಆಗ ಮಾತ್ರವೇ ದೇವರಾತ್ಮವು ನಡೆಸುವ ಒಬ್ಬೊಬ್ಬರು ದೇವರ ಮಕ್ಕಳಾಗುವುದು. ഇനി അങ്ങനെ ഒരു നടത്തിപ്പ് മതി എനിക്ക്. ಇನ್ನು ಮುಂದೆ ಆ ರೀತಿಯಲ್ಲಿರುವ ಜೀವನ ಸಾಕು. എന്നെ ലജ്ജിപ്പിക്കരുത്. ನನ್ನನ್ನು ಲಜ್ಜೆಪಡಿಸಬೇಡ. നിരന്തരമായി എന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കണം. ನಿರಂತರವಾಗಿ ನನ್ನ ಹತ್ರ ಮಾತನಾಡು. നിരന്തരമായി എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കണം. ನಿರಂತರವಾಗಿ ನನ್ನ ಸಂಗಡ ಮಾತನಾಡು. അങ്ങനെ ആ പിതൃപുത്ര ബന്ധം എന്നിൽ ആഴത്തിൽ ഉറപ്പിക്കണമേ. ಹಾಗೆ ತಂದೆ ಪುತ್ರನಲ್ಲಿ ಇರುವ ಸಂಬಂಧವು ನನ್ನಲ್ಲಿ ಕೂಡ ಕಾಣಲಿ. എവിടെ ശത്രു പതിയിരുന്നാലും എന്നെ അറിയിക്കണം. ಎಲ್ಲಿ ಶತ್ರುವು ಬಚ್ಚಿಕೊಂಡಿದ್ದರೂ ಅದನ್ನು ನನಗೆ അതിനെ കീഴ്പ്പെടുത്താനുള്ള ബലം എന്റെ മേൽ പകരണം. ಶತ್ರುವನ್ನು ನಮ್ಮ ಕಾಲ ಕೆಳಗೆ ಮಾಡಲಿರುವ ಒಂದು ಶಕ್ತಿ ನನ್ನಲ್ಲಿ ತುಂಬಿಸು. അതിനെ ജയിക്കാനുള്ള ആത്മശക്തി എന്റെ മേൽ പകരണമേ. ಆ ಶತ್ರುವನ್ನು ಜಯಿಸಲಿರುವ ಒಂದು ಆತ್ಮಶಕ್ತಿ ನನ್ನ ಮೇಲೆ ಇಂದು ಬೆಳಗ್ಗೆ ಕೊಡಪ್ಪ. അതിന്റെ തന്ത്രങ്ങളെ ആത്മാവിൽ തിരിച്ചറിയണം. ಅವನ ತಂತ್ರಗಳನ್ನು ಆತ್ಮದಲ್ಲಿ ವಿವೇಚಿಸಲು നീ എന്നെ അറിയിച്ചുകൊണ്ടിരിക്കണം. ನೀ ನನಗೆ ತಿಳಿದುಪಡಿಸಪ್ಪ. ഒന്നും അങ്ങേക്ക് മറവല്ലല്ലോ. ಒಂದು ನಿನ್ನಿಂದ ಕಣ್ಣು ಮರೆ ಅಲ್ವಲ್ಲ. യാതൊന്നും എനിക്ക് മറക്കരുത്. ಯಾವುದನ್ನ ಕಣ್ಮರೆ ಮಾಡಬೇಡಪ್ಪ. യാതൊന്നും എനിക്ക് മറക്കരുത്. ಯಾವುದನ್ನು ಕಣ್ಮರೆ ಮಾಡಬೇಡಪ್ಪ. ഒന്നും ഞാൻ അറിയാതെ പോകരുത്. ಯಾವುದನ್ನು ನಾನು ಅರಿಯಾದೆ ಹೋಗಬಾರದು. യാതൊന്നും ഞാൻ അറിയാതെ പോകരുത്. ಯಾವುದು ನಾನು ಅರಿಯಾದೆ ಆಗಬಾರದು. എങ്ങനെ വിഷയത്തെ കൈകാര്യം ചെയ്യണമെന്ന് എന്നോട് ഇടപെടണം. ಯಾವ ರೀತಿಯಲ್ಲಿ ಆ ವಿಷಯಕ್ಕೆ ಪರಿಹಾರ ಮಾಡಬೇಕೆಂಬುದಾಗಿರುವ ಒಂದು ಜ್ಞಾನ ನನಗೆ ಕೊಡಬೇಕು. ജയിച്ച് 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 മുന്നേറാനുള്ള നീ നിർദ്ദേശങ്ങൾ എനിക്ക് തന്നുകൊണ്ടിരിക്കണം. ನಾನು ಗೆದ್ದು 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 ಮುಂದೆ ಹೋಗಲಿಕ್ಕೆ ಇರುವ ಒಂದು ಆಲೋಚನೆ ನನಗೆ ಕೊಡಬೇಕು. അങ്ങേക്ക് എല്ലാം ഈസി ആയിരിക്കുന്നത് പോലെ അവിടുത്തെ ആത്മാവിനാലും അധികാരത്താലും എനിക്ക് സകലതും ഈസിയായി വരണം. ನಿನಗೆ ಎಲ್ಲವೂ ಸುಲಭವಾಗಿರುವ ಹಾಗೆ ನಿನ್ನ ಆತ್ಮದಿಂದ ಅಭಿಷೇಕದಿಂದ ನನ್ನ ಜೀವಿತದಲ್ಲಿಯೂ ಎಲ್ಲವನ್ನು ಸುಲಭವಾಗಿ ಮಾಡಪ್ಪ. അങ്ങേക്കൊന്നും അസാധ്യമല്ലല്ലോ. ನನ್ನಲ್ಲಿ ಏನು ಅಸಾಧ್ಯವಲ್ಲಪ್ಪ. അവിടുത്തെ ആത്മാവിനാലും ശക്തിയാലും എന്നെ നിറയ്ക്കണമേ. ನಿನ್ನ ಆತ್ಮದಿಂದ ಶಕ್ತಿಯಿಂದ ನನ್ನ ತುಂಬಿಸು. എന്നെ ക്ലേശിപ്പിക്കുന്ന സകല രോഗങ്ങളും ഇന്ന് പകൽ അങ്ങയുടെ മുമ്പിൽ അഴിഞ്ഞു മാറണം. ನನಗೆ ಕಷ್ಟವನ್ನು ಉಂಟು ಮಾಡುವ ಎಲ್ಲ ರೋಗಗಳಿಂದಲೂ ಬಂಧನದಿಂದಲೂ ನನಗೆ ಒಂದು ಬಿಡುಗಡೆ ಇಂದು ಬೆಳಗ್ಗೆ ನಿಂದು ಕೊಡಪ್ಪ. എന്റെ മുമ്പിൽ വെല്ലുവിളിക്കുന്ന സകലതും ഇന്ന് പകൽ അങ്ങയുടെ നാമത്തിന് മുമ്പിൽ അടിയറ പറയണം. ನನ್ನನ್ನು ಚಾಲೆಂಜ್ ಮಾಡುವ ಎಲ್ಲ ಶಕ್ತಿಗಳು ಇಂದು ಬೆಳಗ್ಗೆ ನಿನ್ನ ಮುಂದೆ ಸೋಲ್ತು ಹೋಗಬೇಕಪ್ಪ. അങ്ങയുടെ പുത്രന് കീഴ്പ്പെട്ടതെല്ലാം ഇന്ന് പകൽ എന്റെ മുമ്പിൽ കീഴ്പ്പെടുമാറാകണം. ನಿನ್ನ ಪುತ್ರನಿಗೆ ಇಂದು ಅಧೀನನಾಗಿದ್ದ ಎಲ್ಲ ಶಕ್ತಿಯು ಇಂದು ನನಗೂ ಕೂಡ ಅಧೀನವಾಗಬೇಕಪ್ಪ. സകല ബലശാലികളും ഇന്ന് പകൽ കീഴടങ്ങണം. ಎಲ್ಲ ಸೈತಾನ ಶಕ್ತಿ ಇಂದು ಅಧೀನವಾಗಬೇಕಪ್ಪ. സകല എതിരാളികളും ഇന്ന് പകൽ കീഴടങ്ങണം. ಎಲ್ಲ ಎದುರಾಳಿಗಳು ಇಂದು ನನ್ನ ಮುಂದೆ ಅಧೀನವಾಗಬೇಕಪ್ಪ. സകല മല്ലുപിടുത്തങ്ങളിൽ ഇന്ന് പകൽ മുട്ടുകടക്കണം. ಎಲ್ಲ ಚಾಲೆಂಜಸ್ ಗಳು ಇಂದು ಸೋತು ಹೋಗಬೇಕಪ್ಪ. ഞാനത് വിശ്വസിക്കുന്നു. ನಾನು ನಂಬುತ್ತೇನೆ. ഞാനത് വിശ്വസിക്കുന്നു. ನಾನು ಅದನ್ನು ನಂಬುತ್ತೇನೆ. ഞാനത് വിശ്വസിക്കുന്നു. ನಾನು ನಂಬುತ್ತೇನಪ್ಪ. ഞാൻ നിന്റെ മകയാ. ನಾನು ನಿನ್ನ ಮಗನು. അവ നിന്റെ എതിരാളികളാ. ಅವರು ನಿನ್ನ ಎದುರಾಳಿಗಳು. അതൊക്കെ നിനക്കെതിരാണ്. ಅವರು ನಿನ್ನ ಎದುರಾಗಿದ್ದಾರಪ್ಪ. ആ എതിരൊക്കെ നിന്റെ കാൽ കീഴാണ്. ಆ ಎದುರುಗಳೆಲ್ಲ ನನ್ನ ಕಾಲ್ ಕೆಳಗೆ. ഞാൻ നിന്നിലൂടെ അവയെ ഓവർകം ചെയ്യുന്നു. ನಾನು ಅದನ್ನು ನಿನ್ನಿಂದ ಅದನ್ನು ಜಯಿಸುತ್ತೇನೆ. ഇനി ആ രോഗം എന്നിൽ വാഴില്ല. ಇನ್ನು ಮುಂದೆ ಆ ರೋಗ ನನ್ನನ್ನು ಬಾಳಲ್ಲ. ഇനി ആ പാപം എന്നിൽ വാഴുകയില്ല. ಇನ್ನು ಮುಂದೆ ಆ ಪಾಪ ನನ್ನ ಜೀವಿತದಲ್ಲಿ ಇರೋದಿಲ್ಲ. ഇനി ആ പ്രശ്നം എന്നിൽ വാഴുകയില്ല. ಇನ್ನು ಮುಂದೆ ಆ ಸಮಸ್ಯೆ ನನ್ನ ಜೀವಿತದಲ್ಲಿ ಇರೋದಿಲ್ಲ. ഇനി ആ വലിയ വിഷയം എന്നിൽ ബാധിക്കയില്ല. ಇಂದು ಆ ದೊಡ್ಡ ವಿಷಯ ನನ್ನ ಜೀವಿತವನ್ನು ഇനി ആ നിയമം എന്നെ ബാധിക്കയില്ല. ಇನ್ನು ಮುಂದೆ ಆ ನಿಯಮದ ಅಧೀನದಲ್ಲಿ ನಾನು ಇರೋದಿಲ್ಲ. ഇനി ആ പ്രതിസന്ധി എന്നെ ബാധിക്കയില്ല. ಈ ತರ ಸಂಕಷ್ಟ ನನ್ನ ಜೀವಿತದಲ್ಲಿ ಬರೋದಿಲ್ಲ. നിന്റെ നാമ നിമിത്തം അതെന്റെ കാൽ കീഴെ മടങ്ങുകയാ. ನಿನ್ನ ನಾಮದ ನಿಮಿತ್ತವಾಗಿ ನನ್ನ ಕಾಲ್ ಕೆಳಗೆ ಆ ಶಕ್ತಿಗಳು ಆ ಎದುರಾಳಿಗಳು ಬಿದ್ದಿದ್ದಾರೆ.
ഞാൻ അങ്ങയുടെ നാമത്തിന്റെ മഹത്വം കരയറ്റുന്നു. ನಾನು ನಿನ್ನ ನಾಮದ ಮಹಿಮೆಯನ್ನು ಪಡಿಸುತ್ತೇನಪ್ಪ. സ്വന്തം വിവേകത്തിൽ ആശ്രയിക്കാൻ ദൈവം അനുവദിക്കരുത്. ಸ್ವಬುದ್ಧಿಯನ್ನು ಆಧಾರ ಮಾಡಿಕೊಳ್ಳಲು ನೀನು ಬಿಡಬಾರದಪ್ಪ. സ്വന്തം അറിവിലും കഴിവിലും ഇനി ആശ്രയിക്കാൻ അനുവദിക്കരുത്. ಸ್ವಂತ ಅನುಭವದಲ್ಲಿಯೂ ಸ್ವಂತ ಕೌಶಲ್ಯದಲ್ಲಿಯೂ ಆಧಾರ ಮಾಡಿಕೊಳ್ಳಲು ಅನುಮತಿ ಕೊಡಬೇಡಪ್ಪ. അങ്ങ് മാത്രമാണ് എന്റെ ദൈവം. ನೀನೊಬ್ಬನೇ ನನ್ನ ದೇವರು. അങ്ങ് മാത്രമാണ് എന്റെ ദൈവം. ನೀನೊಬ್ಬನೇ ನನ್ನ ದೇವರು. അങ്ങ് മാത്രമാണ് എന്റെ കർത്താവ്. ನೀನೊಬ್ಬನೇ ನನ್ನ ಕರ್ತನು. അങ്ങ് മാത്രമാണ് എന്റെ യജമാനൻ. ನೀನು ಒಬ್ಬನೇ ನನ್ನ ಯಜಮಾನನು. അങ്ങ് മാത്രമാണ് എന്റെ പിതാവ്. ನೀನೊಬ್ಬನೇ ನನ್ನ ತಂದೆಯು. നീ എന്നെ ജയത്തോടെ നടത്തണം. ನೀ ನನ್ನ ಜಯದಿಂದ ನಡೆಸಪ್ಪ. അങ്ങയുടെ നാമത്തെ ദേശത്ത് മഹിമപ്പെടുത്തണം. ನಿನ್ನ ನಾಮ ಈ ದೇಶದಲ್ಲಿ ಮಹಿಮೆ ಹೊಂದಲಿ. എന്നെ കുറിച്ചുള്ള അങ്ങയുടെ ഇഷ്ടം മുഴുവൻ ഭൂമിയിൽ നിവർത്തീകരിക്കപ്പെടണം. ನನ್ನ ಮೇಲೆ ನೀನಿಟ್ಟಿರುವ ಪ್ರಕಟಣೆ ಈ ಭೂಮಿಯಲ್ಲಿ ನೆರವೇರಲಪ್ಪ. ഈ പട്ടണത്തിൽ നിവർത്തീകരിക്കപ്പെടണം. ಈ ಪಟ್ಟಣದಲ್ಲಿ ಅದು ഈ ನೆರವೇರಲಪ್ಪ. സ്റ്റേറ്റിൽ നിവർത്തീകരിക്കപ്പെടണം. ಈ ರಾಜ್ಯದಲ್ಲಿ ಅದು ನೆರವೇರಲಪ್ಪ. ഈ ഇന്ത്യ മഹാരാജ്യത്ത് നിയന്ത്രിക്കാതെ ಈ നിവർത്തീകരിക്കപ്പെടണം. ಭಾರತ ದೇಶದಲ್ಲಿ ಅದು ನಡೆಯಲಪ್ಪ. മുഴുവൻ വാഗ്ദത്തങ്ങളും സംഭവിക്കണം. ನಿನ್ನ ವಾಗ್ದಾನಗಳೆಲ್ಲ ನನ್ನ ಜೀವಿತದಲ್ಲಿ ಸಂಭವಿಸಲಿ. അങ്ങയുടെ നാമം ഞങ്ങളിലൂടെ മഹിമപ്പെടണം. ನಿನ್ನ ನಾಮ ನಮ್ಮಿಂದ ಅದು ಮಹಿಮೆ ಹೊಂದಲಪ್ಪ. അങ്ങേക്ക് ഞങ്ങളിൽ സ്വാതന്ത്ര്യം ലഭിക്കണം. ತಂದೆ ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ನಿನಗೆ ಸ್ವಾತಂತ್ರ್ಯ ಉಂಟಾಗಬೇಕಪ್ಪ. പൂർണ്ണ സ്വാതന്ത്ര്യം ഞങ്ങളിലൂടെ ഉണ്ടാവണം. ನಿನಗೆ ಪೂರ್ಣ ಸ್ವಾತಂತ್ರ್ಯ ನನ್ನ ಜೀವಿತದಲ್ಲಿ ಉಂಟಾಗಲಪ್ಪ. ഞങ്ങളെ അതിനായി സമർപ്പിക്കുന്നു. ನನ್ನನ್ನು ನಾನು ಸಮರ್ಪಿಸುತ್ತೇನೆ ಅದಕ್ಕಾಗಿ അങ്ങ് ಅಪ್ಪ. പ്രാർത്ഥന കേട്ട് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നന്ദി. ನಮ್ಮ ಪ್ರಾರ್ಥನೆಯನ್ನು ಕೇಳಿ ಅದೇ ರೀತಿಯಲ್ಲಿ ಮಾಡುವುದಕ್ಕಾಗಿ ಸ್ತೋತ್ರ. മഹത്വം അങ്ങെടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ಮಹತ್ವ ನಿನಗಪ್ಪ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ.